Hello children, welcome back to another day of Crash Gmails. ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂട്ടൺസ് ലോസ് എന്നാണ്. ന്യൂട്ടൺസ് ലോസ്, വർക്ക് പവർ എനർജി രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രോം ന്യൂട്ടൺസ് ലോസ്. എ ബോഡി ഓഫ് മാസ് 500 gram moves along x-axis such that its velocity varies with displacement according to the relation v equals 10 root x meter per second. The force acting on the body is. This can be done by using Newton's law. The force F is equal to mass times acceleration. Mass times acceleration. Here velocity is mentioned as a function of position. Velocity പൊസിഷൻ്റെ ഫംഗ്ഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വി ക്യാൻ യൂസ് ദ ഫോർമുല ഫോർ ആക്സലറേഷൻ ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. പക്ഷേ വെലോസിറ്റി തന്നിരിക്കുന്നത് പൊസിഷൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ്. നമുക്കതിനെ എങ്ങനെയൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഡി വി ബൈ ടി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡി എക്സ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. അതിൽ ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി. അപ്പോൾ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ആക്സലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് വി ഡി വി ബൈ ഡി എക്സ്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ എം ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണിത്, കാണാതെ പഠിക്കുക. A equals v dv by dx. That is, F is equal to m into v. How much? 10 root x. Then what is dv by dx? 10 is a constant. Writing there. What is d by dx of root x? That is 1 by 2 root x. d by dx of root x is equal to 1 by 2 root x. We have studied. That is equal to this root x gets cancelled. And m is how much? Mass 500 gram. 500 gram means half kg. 0.5 kilogram. Half kg. 10 into 10, 100 by 2, 50. So 50 by 2, 25 Newton. So correct answer is option D. മനസ്സിലായല്ലോ? ഇതിൽ ഉപയോഗിച്ച ഫോർമുല F is equal to MA rewritten as m into v dv by dx. കാണാതെ പഠിക്കുക കേട്ടോ. F is equal to m into v dv by dx. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. As per given below figure, a weightless pulley P is attached on a double inclined frictionless surface. The tension in the string will be. String massless ആണ്, inclined frictionless ആണ്, pulley also frictionless. weightless pulley connected as shown in figure. ഇതിൽ സ്ട്രിങ്ങിലെ ടെൻഷൻ നമുക്കറിയാം. രണ്ട് മാസുകളെയും കണക്ട് ചെയ്യുന്നത് ഒരു സ്ട്രിങ് കൊണ്ടാണ്. ആ സ്ട്രിങ്സിൽ എല്ലായിടത്തും ടെൻഷൻ സെയിം ആയിരിക്കും. സ്ട്രിങ്ങിന് മാസ് ഇല്ലാത്തത് കൊണ്ട് ടെൻഷൻ സ്ട്രിങ്ങിൽ എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ആദ്യം ആക്സലറേഷൻ കണ്ടുപിടിക്കുകയാണ് നല്ലത്. ഫസ്റ്റ് യു ഫൈൻഡ് ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം. ഇതിൽ 4 കിലോഗ്രാമും 1 കിലോഗ്രാമും ആണ്. ഓക്കെ, 4 കിലോഗ്രാം 60 ഡിഗ്രിയിലായതുകൊണ്ട് 60 ഡിഗ്രിയിൽ ഡൗൺവേർഡ് ഫോഴ്സ് കോമ്പണൻറ്റ് വലുതായിരിക്കും 30 ഡിഗ്രിയിലുള്ളതിനേക്കാൾ. കാരണം ഡൗൺവേർഡ് ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ താഴോട്ടുള്ള ഫോഴ്സിൻ്റെ കോമ്പണൻറ്റ് സൈൻ കോമ്പണൻ്റ് ആണ്. ഓക്കെ, സൈൻ 30യേക്കാൾ സൈൻ 60 വലുതായതുകൊണ്ട്. മാത്രമല്ല 4 കിലോയും ഉണ്ടല്ലോ. അപ്പോൾ 4 കിലോയുടെ സൈഡിലേക്കാണ് ആക്സലറേഷൻ. ഇനി അത് അങ്ങനെ അസ്യൂം ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ആക്സലറേഷൻ അസ്യൂം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 4 കിലോഗ്രാം താഴേക്ക് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഈ 1 കിലോഗ്രാം മുകളിലേക്കാണ് ആക്സലറേറ്റ് ചെയ്യുക. മനസ്സിലായോ? രണ്ടിനും ഒരേ ആക്സലറേഷൻ ആയിരിക്കും. സെയിം ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് വഴി രണ്ടിനെയും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടിനും ഒരേ ആക്സലറേഷൻ. അതിൽ ആക്സലറേഷൻ എങ്ങനെയാണ് കാണുക? ജനറൽ ഫോർമുല യൂസ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ടെക്നിക്കലായി ചെയ്യുമ്പോൾ
2 മാസുകളുടെ ഫ്രീ ബോഡി ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ടാണ് ചെയ്യാറ്. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ തന്നെ വേഗം ചെയ്യാം. വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ് വിച്ച് മേക്സ് ഇറ്റ് ആക്സലറേറ്റ്സ് എലോങ് ദ പ്ലെയിൻ? ദാറ്റ് നെറ്റ് ഫോഴ്സ് ഈസ് ഓൾസോ ആക്ടിങ് എലോങ് ദ പ്ലെയിൻ. അപ്പോൾ പ്ലെയിനിലൂടെയുള്ള നെറ്റ് ഫോഴ്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇതിലെ നെറ്റ് ഫോഴ്സ് എത്രയാണ്? നെറ്റ് ഫോഴ്സ് 4 kgയുടെ നെറ്റ് ഫോഴ്സ് ആണ് mg sin തീറ്റ. താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് mg sin തീറ്റ. നിങ്ങൾക്ക് അറിയാം mg sin തീറ്റ. അവിടെ തീറ്റ 60 ആണ്. അപ്പോൾ അത് എത്ര? താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 4 × 10 × sin 60 ആണ് താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അപ്പോൾ എന്തായിരിക്കും? ഈ 1 കിലോയുടെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ആ സൈഡിൽ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും 4 കിലോയിൽ മുകളിലേക്ക് ആക്ട് ചെയ്യും. അപ്പം 4 കിലോ താഴേക്ക് വലിക്കും, ഈ 1 കിലോ താഴേക്ക് വലിക്കും. 1 കിലോ താഴേക്ക് വലിക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? പറയൂ. mg sin 30. ദാറ്റ് ഈസ് m1 ആണ്, g10 sin 30. ഇതാണ് നെറ്റ് ഫോഴ്സ്. അതിനെ ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് മറക്കരുത്. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മാസ് അല്ല. നമ്മൾ 2 ഫ്രീ ബോഡി ഡയഗ്രാം വേറെ വേറെ വരച്ചിട്ടില്ല. രണ്ടും കൂടി ഒന്നായി പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. 2 ബോഡിയുടെയും മാസ് 4 + 1 5 kg ആണ്. അപ്പോൾ ഇതായിരിക്കും സിസ്റ്റത്തിന്റെ ആക്സലറേഷൻ. ഓക്കെ, അതെത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 40 × sin 60. sin 60 √3/2 ആണ്. അപ്പോൾ 40 × √3/2 വിൽ ബി 20 √3 മൈനസ് sin 30 1/2 ആണ്. 10 × 1/2 5 ആണ്. 10/2 /5 കൂടി ഉണ്ട് കേട്ടോ. ഒരു 5 ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. 20/5 4 √3 മൈനസ് 1 ആണ് ആക്സലറേഷൻ. 4 √3 മൈനസ് 1 നോക്കൂ. 4 √3 മൈനസ് 1 ഒക്കെ കൺഫ്യൂസിംഗ് ആയി ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. 4 × √3 മൈനസ് 1 ഒക്കെ. പക്ഷെ അത് ആക്സലറേഷൻ ആണ്, അല്ലാതെ എന്തല്ല, ഫോഴ്സ് അല്ല. നമുക്ക് വേണ്ടത് ടെൻഷനാണ്. ഇനി ഈ 4 കിലോയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ അതിൽ mg sin തീറ്റ താഴേക്കും ടെൻഷൻ മേലേക്കുമാണ് അല്ലേ? നെറ്റ് ഫോഴ്സ് താഴേക്കായിരിക്കും. കാരണം ആക്സലറേഷൻ നമുക്ക് 4 √3 മൈനസ് 1 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യയാണ്. 4 √3 1 വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അസംഷൻ ശരിയാണ്. താഴത്തേക്ക് തന്നെയാണ് 4 കിലോ ആക്സലറേറ്റ് ചെയ്യുക. 1 കിലോ മുകളിലേക്കുമാണ്. 4 കിലോ താഴേക്കും ആയിരിക്കുമല്ലോ ആക്സലറേറ്റ് ചെയ്യുക. അപ്പോൾ 4 കിലോയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ അതിലത്തെ ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഏത് ഫോഴ്സ് ആയിരിക്കും വലുത്? mg sin തീറ്റ. m എത്രയുണ്ട്? 4. അപ്പോൾ 4 × g × sin 60 ആണ് താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും ടെൻഷൻ. ആ ഡിഫറൻസ് ആണ് നെറ്റ് ഫോഴ്സ് 4 × ആക്സലറേഷൻ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 40 × √3/2 t ഈക്വൽ ടു എന്ന് എഴുതിയാൽ t ഈക്വൽ ടു 40 × √3/2 മൈനസ് 4 × a എന്ന് എഴുതാം. a എത്രയാണ്? 4 √3 മൈനസ് 1. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം ഇവർ മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്നത്. ടി ഈക്വൽ ടു 40/2 20 √3 മൈനസ് 16 √3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -4 × -1 എത്രയാ? +4 വരിക അല്ലേ? 20 √3 മൈനസ് 16 √3 4 √3 ആ കിട്ടുക. 4 √3 +4 ആയിരിക്കും ആൻസർ. അതിൽ 4നെ കോമൺ ആയിട്ട് എടുത്താൽ 4 × √3 + 1 ന്യൂട്ടൺ എന്നാണ് ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ നോക്കൂ, എ അല്ല ബി അല്ല. നിങ്ങൾ എത്ര തന്നെ എക്സ്പെർട്ട് ആയാലും, നിങ്ങൾ എത്ര തന്നെ ആൻസർ കൃത്യമായി കോൺഫിഡൻസോട് കൂടി കണ്ടുപിടിച്ചു എന്ന് സ്വയം കരുതുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും എല്ലാ ഓപ്ഷൻസും നോക്കിക്കൊണ്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് കേട്ടോ. പല കുട്ടികൾ നന്നായി ചെയ്യുന്നവർ മാർക്ക് കുറഞ്ഞു പോകുന്നതിന് കാരണം ഇതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, 4 √3 + അയ്യോ ഞാനത് മാറിപ്പോയി, ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 4 √3 + 1 ആണോ ആൻസർ? അല്ല, 4 × √3 + 1 ആണ്. അതുകൊണ്ട് സിയും അല്ല, ഡി ആണ് കറക്റ്റ് ആൻസർ. ആ സിയും ഡിയും തമ്മിൽ മാറിപ്പോയി പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ കേട്ടോ. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 3. Force acts for 20 seconds on a body of mass 20 kg starting from rest, after which the force ceases, and then the body describes 50 meter in the next 10 seconds. Value of force is.
20 സെക്കൻഡ് ഡ്യൂറേഷനിൽ 20 കിലോ മാസുള്ള ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. എന്നാൽ 20 സെക്കൻഡിന്റെ എൻഡിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അടുത്ത 10 സെക്കൻഡിനുള്ളിൽ ബോഡി 50 മീറ്റർ ദൂരം ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫോഴ്സ് എത്രയായിരുന്നു? ഇതിനെ ആക്സലറേറ്റ് ചെയ്യിച്ച ആ ഫോഴ്സ് എത്രയായിരുന്നു? അതാണ്. അപ്പോൾ ഇവിടെ 50 മീറ്റർ 10 സെക്കൻഡ് കൊണ്ട് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നത് എന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്ത് നോക്കാം. അതിൽ ആ 50 മീറ്റർ സഞ്ചരിക്കുന്ന സമയം 10 സെക്കൻഡ് കൊണ്ട് ഇത് സ്റ്റോപ്പ് ആവുകയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സീസസ് എന്ന വാക്ക് അവിടെ വരുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ് സീസസ് എന്നാണ്. പക്ഷെ ഫോഴ്സാണ് നിർത്തിയത്. ഫോഴ്സ് നിർത്തിയാൽ തന്നെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അത് റിട്ടാർഡ് ചെയ്തല്ലേ 10 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ കവർ ചെയ്യും. അങ്ങനെയല്ല, ഫ്രിക്ഷൻലെസ് സർഫസ് ആണ് എങ്കിൽ, ഫ്രിക്ഷൻലെസ് ആണ് നിങ്ങും പറഞ്ഞതായി കാണുന്നില്ല, ഇനി ഇത് മിസ്സായി പോയതാണോ? ഫ്രിക്ഷൻലെസ് ആണെന്നുള്ള അസംഷനിലാണ് ഞാൻ ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എത്ര വെലോസിറ്റി ആ ഫോഴ്സ് കൊണ്ട് ഗെയിൻ ചെയ്തോ ആ വെലോസിറ്റിയിൽ തന്നെ ആയിരിക്കണം 10 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ സഞ്ചരിക്കും, അല്ലേ? അപ്പോൾ ആ വെലോസിറ്റി എത്രയായിരിക്കും? 50 മീറ്റർ ദൂരം 10 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്താൽ ആ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, 50/10, 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി കിട്ടി 5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലായിരിക്കും അത് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എത്തിയിട്ടുണ്ടാവുക. ഇപ്പോഴും 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഈ ഒരു ടൈം ഇന്റർവെല്ലിനെയാണ് 10 സെക്കൻഡ് എന്ന് പറഞ്ഞത്. അതിന് മുൻപ് ഇവിടെ റെസ്റ്റിലായിരുന്നു കേട്ടോ. ഇവിടെ റെസ്റ്റിലായിരുന്നു. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. റെസ്റ്റിൽ നിന്ന് ഒരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്തു. ആ ഫോഴ്സ് അതിനെ ആക്സലറേറ്റ് ചെയ്യിക്കുന്നു. അത് മാസ് 20 കിലോ ആണ്. ആ സമയം 20 സെക്കൻഡുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ആ ഫോഴ്സ് എത്രയാണെന്നാണ്. എന്തായാലും ഫോഴ്സിന് ന്യൂട്ടൺസ് ലോ തന്നെ എം ആണെങ്കിൽ 20 ആണ്. ഇനി എ ആണ് നമുക്കറിയാത്തത്. ആ എ കണ്ടുപിടിക്കാൻ ഒരു ഡാറ്റ ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. ഇത് 10 സെക്കൻഡ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. ഫ്രിക്ഷൻ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ആക്സലറേഷൻ എന്താണ്? ആക്സലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി 5, ഇനീഷ്യൽ വെലോസിറ്റി 0, ടൈം 20, 5/20, 1/4. അപ്പോൾ ആക്സലറേഷൻ 1/4 ആണ്. 20/4, 5. അപ്പോൾ കറക്റ്റ് ആൻസർ 5 ന്യൂട്ടൺ ആണ് വരേണ്ടത്. എന്നാൽ ഇതിന് മറ്റൊരു ആർഗ്യുമെന്റ്, ഇതാണ് കറക്റ്റ് കീ ആയിട്ട് NTA പറയുന്നത്. കറക്റ്റ് കീ ഡി ആണ് കേട്ടോ. NTAയുടെ കീ ഡി ആണ്. NTA കീ ഡി ആണ്. ഇനി ഇതിൽ ഫ്രിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പൊ ഫ്രിക്ഷൻ ഇല്ല എന്നുള്ളതാണ് അവരുടെ അസംഷൻ. ഫ്രിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താണെന്ന് നോക്കാം. ഫ്രിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ 50 മീറ്റർ 10 സെക്കൻഡ് കൊണ്ട് റിട്ടാർഡ് ചെയ്യുകയാണ് ചെയ്യുക. സ്റ്റോപ്പ് ആവും. അങ്ങനെ സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് UT/2. U എന്ന് പറഞ്ഞാൽ എത്ര സ്പീഡിൽ പോകുമ്പോഴാണോ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയത്, റിട്ടാർഡ് ആവാൻ തുടങ്ങിയത്. T ആണ് ടൈം ഫോർ സ്റ്റോപ്പിംഗ്. S സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് U കണ്ടുപിടിക്കാം. 2S/T ആണ്. 2 × S തന്നിട്ട് 50, T തന്നിട്ട് 10, ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ ആക്സലറേഷൻ എന്തായിരിക്കും? 10/20, അതായത് 1/2 ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് എത്രയായിരിക്കും? 20/2, 10 ന്യൂട്ടൺ ആയിരിക്കും. പക്ഷെ അതും ഓപ്ഷനിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ കറക്റ്റ് കീ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഡി തന്നെയാണ്. ഫ്രിക്ഷൻ ഇല്ല എന്ന അസംഷനാണ്. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഫ്രിക്ഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്യണം എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഫിഗറിൽ നോക്കുമ്പോൾ 70 കിലോഗ്രാം ഗാർഡൻ റോളർ 200 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ആ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ നോക്കൂ. നേരെയൊന്നുമല്ല, ഇത്തിരി വളഞ്ഞിട്ടാണ്. 30 ഡിഗ്രി ആംഗിളിലാണ്. നോർമൽ റിയാക്ഷൻ ഓൺ ദി റോളർ, അതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, അതിൽ ഫോഴ്സ് ഒന്ന് അതിൻ്റെ വെയിറ്റ്, മറ്റൊന്ന് നോർമൽ ഫോഴ്സ് ഉണ്ട്. വെയിറ്റ് കീഴ്പോട്ട്, നോർമൽ ഫോഴ്സ് മുകളിലേക്ക്. ഈ ഫോഴ്സിനെ റെക്ടാങ്കുലർ കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒരു കോമ്പോണന്റ് താഴേക്ക് വരും, ഒരു കോമ്പോണന്റോ ഹൊറിസോണ്ടൽ ആയിട്ട് റൈറ്റിലേക്ക് വരും. ആ കോമ്പോണൻസ് നമുക്ക് എഴുതി നോക്കാം.
ഈ ആംഗിൾ 30 ആയതുകൊണ്ട് ഈ കോമ്പണന്റ് ഏത് കോമ്പണന്റ് ആയിരിക്കും? ഇത് അഡ്ജസന്റ് കോമ്പണന്റ് എഫ് കോസ് 30 ആണ് അല്ലേ? അപ്പോൾ താഴേക്കുള്ള കോമ്പണന്റ് ഏതായിരിക്കും? എഫ് സൈൻ 30. എം ജി ഓൾറെഡി താഴോട്ടുണ്ട്, മുകളിലേക്കാണ് നോർമൽ ഫോഴ്സ്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? നോർമൽ ഫോഴ്സ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് സൈൻ 30. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എം 70 ആണ്. 70 ഇൻറ്റു 10 പ്ലസ് എഫ് 200 ആണ്. സൈൻ 30 1/2. സോ 700 പ്ലസ് 100 800. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇതൊരു തരത്തിലുള്ള പുഷിംഗ് ഫോഴ്സ് ആണ്. പുഷിംഗ് നോർമൽ റിയാക്ഷൻ ഈസ് മോർ. NCERT-യിൽ തന്നെ ഈ ന്യൂട്ടൺസ് ലോസിന്റെ എൻഡിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. പുള്ളിങ് എ ലോൺ മൂവർ ഈസ് ഈസിയർ ദാൻ പുഷിംഗ് എന്ന്. പക്ഷെ അതിന്റെ റിയൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ പുള്ളിങ്ങും പുഷിങ്ങും ഒരേ എഫർട്ട് തന്നെയാണ് ചെയ്യുക. ഹൊറിസോണ്ടലായിട്ടാണ് ചെയ്യുന്നത്. ഹൊറിസോണ്ടലായി പുള്ളി ചെയ്താലും ഹൊറിസോണ്ടലായി പുഷ് ചെയ്താലും മിനിമം ഫോഴ്സ് വേണ്ടത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ തന്നെയാണ്. ശ്രദ്ധിക്കുക, കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇൻക്ലൈൻഡ് ആയി പുള്ളി ചെയ്യുമ്പോഴാണ് എളുപ്പമാവുക. കാരണം ഇൻക്ലൈൻഡ് ആയി പുള്ളി ചെയ്യുമ്പോൾ നോർമൽ ഫോഴ്സ് കുറവായിരിക്കും. അപ്പോഴത്തെ നോർമൽ ഫോഴ്സ് എം ജി മൈനസ് എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഇത് പുഷിംഗ് ആയിരിക്കുമ്പോൾ നോർമൽ ഫോഴ്സ് എം ജി പ്ലസ് എഫ് സൈൻ തീറ്റയാണ്. അപ്പോൾ പുഷിങ്ങിലാണ് കൂടുതൽ നോർമൽ ഫോഴ്സ് വരും. പുള്ളിങ്ങിൽ നോർമൽ ഫോഴ്സ് കുറവാണ്, പുഷിങ്ങിലാണ് നോർമൽ ഫോഴ്സ് കൂടുതൽ. പുള്ളിങ്ങിൽ നോർമൽ ഫോഴ്സ് കുറവായതുകൊണ്ട് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കുറവ് മതി, കുറച്ചേ വരുള്ളൂ. ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മ്യൂ ടൈംസ് മ്യൂ എസ് ടൈംസ് നോർമൽ ഫോഴ്സ് ആണ്. പുള്ളിങ്ങിന്റെ സമയത്ത് നോർമൽ ഫോഴ്സ് കുറവായതുകൊണ്ട് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കുറവാണ്. എന്നാൽ പുഷിങ്ങിന്റെ സമയത്ത് നോർമൽ ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ഇതുപോലെ നോർമൽ ഫോഴ്സ് കൂടുതലായതുകൊണ്ട് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മനസ്സിലായി കാണുമല്ലോ. പുള്ളിങ് ഈസ് ഈസിയർ ദാൻ പുഷിംഗ്. ഇനി പുള്ളിങ്ങിൽ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഏത് ആംഗിളിൽ പുള്ളി ചെയ്താലായിരിക്കും ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് കൊണ്ട് പുള്ളി ചെയ്യാൻ പറ്റുക? നിങ്ങൾ പുള്ളി ചെയ്യുന്ന ആംഗിൾ ഇവിടെ ഹൊറിസോണ്ടലുമായിട്ടാണ് സാധാരണ അളക്കാറ്, 30 ഡിഗ്രി പോലെ. ഓക്കെ, ആ ആംഗിൾ തീറ്റ 30 എന്ന് പറയുന്ന ആ തീറ്റ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണെങ്കിലായിരിക്കും പുള്ളിങ് ഏറ്റവും എളുപ്പമാവുക. when angle of pulling is equal to with horizontal, okay, angle of pulling with horizontal is equal to angle of friction, pulling is easiest. അപ്പോഴത്തെ മിനിമം റിക്വയർഡ് ഫോഴ്സ് ടു മേക്ക് ഇറ്റ് മൂവ് ആണ് ഏറ്റവും ചെറുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. monkey of mass 5 kg 50 kg climbs on a rope which can withstand a tension of 350 ന്യൂട്ടൺ. 350 ന്യൂട്ടൺ ആണ് മങ്കി ക്ലൈംബ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റോപ്പിന് പരമാവധി ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നു. മങ്കിയുടെ മാസം എത്ര? 50 kg ആണ്. നിങ്ങൾ ആലോചിച്ചാൽ തന്നെ അറിയാം. ഈ പാവ മങ്കി 50 കിലോ ഉള്ള മങ്കി 10 ആണ് ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വെയിറ്റ് തന്നെ 500 ന്യൂട്ടനാണ്. വെറുതെ ആ കയറിൽ തൂങ്ങിക്കിടന്നാൽ പോലും ആ കയർ എപ്പോഴേ പൊട്ടി. കാരണം 350 ന്യൂട്ടനെ അതിൽ തൂങ്ങിക്കിടക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ കൂട്ടത്തിൽ മങ്കി മുകളിലേക്ക് ക്ലൈംബ് കൂടി ചെയ്താലോ? വെറുതെ തൂങ്ങിക്കിടന്നാൽ തന്നെ അത് പൊട്ടും. മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുമ്പോൾ ആ റോപ്പിന്റെ ടെൻഷൻ കൂടും. അപ്വേർഡ് ആക്സലറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരന്റ് വെയിറ്റ് m×g+a ആണ്. അതായത് ടെൻഷൻ വെയിറ്റിനേക്കാൾ, മങ്കിയുടെ വെയിറ്റിനേക്കാൾ കൂടുമെന്നർത്ഥം. മങ്കിയുടെ വെയിറ്റ് തന്നെ 500 ആണ്. 350 തന്നെ അത് പൊട്ടും. മുകളിലേക്ക് അതിന് ക്ലൈംബ് ചെയ്യാൻ കഴിയില്ല. മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്തുകൊണ്ട് അതിന് ക്ലൈംബ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റോപ്പ് വിൽ ബ്രേക്ക് ക്ലൈംബിംഗ് അപ്വേർഡ്. മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്തുകൊണ്ട് ക്ലൈംബ് ചെയ്താൽ ആ റോപ്പിന്റെ ടെൻഷൻ 500 ന്യൂട്ടനേക്കാൾ കൂടുകയും അത് മാക്സിമം വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി ആയ 350 ന്യൂട്ടനേക്കാൾ വലുതുമായതുകൊണ്ട് എപ്പോഴേ പൊട്ടിപ്പോവും. റോപ്പ് വിൽ ബ്രേക്ക് വൈൽ ക്ലൈംബിംഗ് അപ്വേർഡ് എന്ന ആ ഒരു ഓപ്ഷൻ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തിയത് കൊണ്ട് നമ്മൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്നാലും
മറ്റു ഓപ്ഷൻസ് നോക്കിയിട്ടേ ആൻസർ മാർക്ക് ചെയ്യാൻ പാടും. 700 ന്യൂട്ടൺ വൈൽ ക്ലൈംബിംഗ് അപ്വേർഡ്. എത്രയാണെന്ന് നമുക്ക് ഇവിടെ ഡിസ്കഷൻ ടൈം ആയതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ, പരീക്ഷയ്ക്ക് നോക്കേണ്ടതില്ല. ഓപ്ഷൻ എ ജസ്റ്റിഫൈ ആണ്. ടെൻഷൻ എം ഇൻറ്റു ജി പ്ലസ് എ, എം 50, ജി 10. എ എത്രയാ? 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 15 5 75 750 ന്യൂട്ടൺ ആണ്, 700 അല്ല. അതുകൊണ്ട് എ തെറ്റാണ്. ഇനി വൈൽ ഗോയിങ് ഡൗൺവേർഡ്, ഓപ്ഷൻ ബി ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാം. അപ്പോഴത്തെ ടെൻഷൻ എം ഇൻറ്റു ജി മൈനസ് എ ആണ്. ഇവിടെയും എം 50 ആണ്, ജി 10 മൈനസ്, സോ 250 ന്യൂട്ടൺ ആണ് ഡൗൺവേർഡ്. അതുകൊണ്ട് ബിയും അല്ല, സി ആണ് കറക്റ്റ്. റോപ്പ് വിൽ ബ്രേക്ക് വൈൽ ഗോയിങ് ഡൗൺവേർഡ്. റോപ്പ് വിൽ ബ്രേക്ക് വൈൽ ഗോയിങ് ഡൗൺവേർഡ്. ഡൗൺവേർഡ് പോകുമ്പോൾ നോക്കൂ, ടെൻഷൻ എത്രയായിരുന്നു? 250 അല്ലേ ഉള്ളൂ. പക്ഷെ 350 ന്യൂട്ടൺ വരെ അതിനെ സസ്റ്റെയിൻ ചെയ്യാം, പൊട്ടാതിരിക്കാം. 350 പൊട്ടില്ല. അതുകൊണ്ട് 350 വരെ പൊട്ടാതിരിക്കും. അതായത് 250 പൊട്ടില്ല. ഡൗൺവേർഡ് ആക്സലറേറ്റ് ചെയ്താൽ പൊട്ടില്ല അല്ലെ? ഇനി ഡൗൺവേർഡ് ആക്സലറേഷൻ കുറച്ചുകൂടി ഒരു 2 ആണെന്ന് വിചാരിക്കാം. 5 എന്നുള്ളത് 2 ആണ്. അപ്പൊ എത്ര വരിക? 10 മൈനസ് 2 8. 8 ഇൻറ്റു 50 എത്രയാ വരിക? 400 ന്യൂട്ടൺ. അപ്പോൾ പൊട്ടി പോവുകയും ചെയ്യും. അപ്പോൾ ഡൗൺവേർഡ് ആക്സലറേഷന്റെ വാല്യൂവിനനുസരിച്ച് അത് മാറും. അപ്പൊ ഇവിടെ 5 ആണ് ഡൗൺവേർഡ് ആക്സലറേഷൻ. അപ്പൊ 10 മൈനസ് 5 5. ഇനി ഡൗൺവേർഡ് ആക്സലറേഷൻ കുറവാണ് എന്ന് വിചാരിക്കുക. കുറവാണ് എങ്കിൽ ഇപ്പൊ 1 ആണെങ്കിൽ നോക്കൂ, 10 മൈനസ് 1 9, 9 ഇൻറ്റു 5 45, 450 ആണ്. അപ്പോഴും പൊട്ടും. അപ്പോൾ പൊട്ടാതെ താഴേക്ക് പോകാവുന്ന പരമാവധി ആക്സലറേഷൻ, പൊട്ടാതെ താഴേക്ക് പോകേണ്ടുന്ന കുറഞ്ഞ ആക്സലറേഷൻ എത്രയായിരിക്കണം എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാ കണ്ടുപിടിക്കുക? വേറൊരു ചോദ്യം അതിൽ ചോദിക്കാം. അപ്പോ ഈ ടെൻഷൻ 350 ആണ് ആവേണ്ടത്. മാസിന് മാറ്റമില്ല, 50 ആണ്. ജി 10 ആണ്. താഴേക്ക് ആക്സലറേറ്റ് ചെയ്യുമ്പോഴാണ് പൊട്ടാതിരിക്കാൻ സാധ്യതയുള്ളത്. റോപ്പ് വിൽ ബ്രേക്ക് വൈൽ ഗോയിങ് ഡൗൺവേർഡ്. റോപ്പ് മേ ബ്രേക്ക് ആണ്, ചിലപ്പോൾ പൊട്ടാതിരിക്കാം ഡൗൺവേർഡ് ആണെങ്കിൽ. അപ്വേർഡ് ആണെങ്കിൽ എന്തായാലും പൊട്ടും. അതുകൊണ്ടാണ് സി ആൻസർ. ഡി അല്ല. നല്ല ക്വസ്റ്റൻ ആണ്, നന്നായിട്ട് ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൈനസ് എ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 10 മൈനസ് എ ഇസ് ഈക്വൽ ടു 35/5, ദാറ്റ് ഈസ് 7. എ ഇസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ മിനിമം 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷനിൽ എങ്കിലും ഈ മങ്കി താഴേക്ക് ക്ലൈംബ് ചെയ്താൽ മാത്രമേ റോപ്പ് പൊട്ടാതിരിക്കൂ. മിനിമം 4-ലായാലും വിരോധമില്ല, 5-ലായാലും വിരോധമില്ല, 6-ലായാലും വിരോധമില്ല അല്ലേ, 10-ലായാലും വിരോധമില്ല. 10 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ടെൻഷൻ 0 ആയിരിക്കും. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയി. 10 ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ റോപ്പിന്റെ ആവശ്യമില്ല, നേരെ ചാടിയാൽ പോരെ. ഫ്രീ ഫോൾ അല്ലേ? റോപ്പ് കയ്യോ കാലോ ഒടിയാതിരിക്കാൻ തന്നെ താഴേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. മനസ്സിലായല്ലോ? അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ. ഡി നല്ലൊരു ഓപ്ഷൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഓപ്ഷൻ. റോപ്പ് വിൽ ബ്രേക്ക് വൈൽ ഗോയിങ് ഡൗൺ. റോപ്പ് പൊട്ടും. താഴേക്ക് ആക്സലറേറ്റ് ചെയ്യുന്ന വാല്യൂ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനേക്കാൾ കുറവാണെങ്കിൽ പൊട്ടും. കൂടുതലായാൽ പൊട്ടില്ല. മിനിമം 3 ഉണ്ടെങ്കിലേ പൊട്ടാതിരിക്കൂ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 5-ൽ പൊട്ടില്ല എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിൽ പറയും. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ നോക്കാം. എ ബോൾ ഓഫ് മാസ് 0.15 kilogram hits the wall with its initial speed 12 meter per second and bounces back without changing initial speed. Force applied by the wall on the ball during the contact is 100 Newton. Calculate the duration of time where the ball keeps contact with the wall. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഒരുപാട് പരീക്ഷകൾക്ക് വന്ന് കണ്ടിട്ടുള്ള ചോദ്യമാണ്. എഫ് ഇസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. So time interval is equal to change in momentum divided by the average force. നോക്കൂ, hits the wall. Ball hits the wall with some initial speed and bounces back without changing speed. സ്പീഡ് മാറുന്നില്ല. അപ്പോ ഒരു വോളിനിട്ട് ഒരു ബോള് പോയി വി സ്പീഡിൽ ഇടിച്ചു. ആ ബോള് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നാൽ ഇൻസിഡന്റ് വെലോസിറ്റി പോസിറ്റീവായിട്ട് എടുത്താൽ റിഫ്ലക്റ്റിംഗ് വെലോസിറ്റി നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 2v ആയിരിക്കും. കാരണം v മൈനസ് v 0 എന്നാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. v മൈനസ് v 2v അല്ലേ?
അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം എന്തായിരിക്കും? എം ഇൻറ്റു 2v, 2mv. 2mv ആണ് ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ഫോഴ്സ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് 0.15 ഇൻറ്റു 2, വെലോസിറ്റി 12 ഡിവൈഡഡ് ബൈ ഫോഴ്സ് 100. കാൽക്കുലേഷനും വളരെ എളുപ്പമാണ്. എങ്ങനെ ചെയ്യാം? 15 ഇൻറ്റു 2 30 ആണ്. 2 ഡെസിമൽ മാറ്റുമ്പോൾ 0.3 ആവും. 12 3 36 ആണ്. 1 ഡെസിമൽ മാറ്റുമ്പോൾ 3.6 ആവും. 3.6 ബൈ 100. പിന്നെ എളുപ്പമുണ്ട്, ഓരോ ഓപ്ഷനേ വരുള്ളൂ. 36 എന്ന് പറയുന്ന ഫിഗർ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. കറക്റ്റ് ആണല്ലേ? 0.036 ന്യൂട്ടൺ സെക്കൻഡ് ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A system of 10 balls, each of 2 kilogram, connected via massless and unextensible string. System is allowed to slip over the edge of the smooth incline. Tension in the string between 7th and 8th ball. ഒരു പാർട്ട് കൂടെ ക്വസ്റ്റ്യനിൽ മിസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എഴുതാം. when 6th ball just leaves table. 6ാമത്തെ ബോൾ ജസ്റ്റ് ടേബിൾ ലീവ് ചെയ്യണം. ഞാനതൊന്ന് വരയ്ക്കാം. 6ാമത്തെ ബോൾ ജസ്റ്റ് ടേബിൾ ലീവ് ചെയ്യുമ്പോഴത്തെ 7നും 8നും ഇടയിലുള്ള ടെൻഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോ 1 2 3 4 5 6 1 2 3 4 5 6 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അടിയിൽ നിന്ന് എണ്ണാനാണ് ഇവിടെ ഡാറ്റ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി മുകൾ ഭാഗത്ത് നോക്കൂ. എത്ര എണ്ണം കൂടി വേണം? 4 എണ്ണം വേണം. 1 2 3 4. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത് ശരിക്കും ഒന്ന് മനസ്സിലായോ? 6ാമത്തേത് ജസ്റ്റ് ലീവ് ചെയ്യാം. ആ സമയത്ത് 7 8 9 10 7ന്റെയും 8ന്റെയും ഇടയിൽ ഇതാ ഈ പോയിന്റിലത്തെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടെൻഷൻ എങ്ങനെയാണ്? ടെൻഷൻ ഇസ് ഈക്വൽ ടു മാസ് ബിഹൈൻഡ്. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണത്തിന്റെ മാസ് എം ആണെങ്കിൽ 3m ഉണ്ട്. ഇൻടു ആക്സലറേഷൻ ആണ്. മാസ് ബിഹൈൻഡ് ഇൻടു ആക്സലറേഷൻ. ഓക്കെ, ഫോഴ്സ് ബിഹൈൻഡ് ആണ്. ഫോഴ്സ് ബിഹൈൻഡ് എന്ന് ഓർമ്മിച്ചാൽ മതി. മാസ് ബിഹൈൻഡ് ഇൻടു ആക്സലറേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ ടെൻഷൻ മാസ് ഇൻടു ആക്സലറേഷൻ ആണ്. പക്ഷെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. മാസ് 2 ആണ്. 3 ഇൻടു 2 ഇൻടു എ, ദാറ്റ് ഈസ് 6a ആണ് ടെൻഷൻ. ഇനി എ കണ്ടുപിടിക്കാം. ഫ്രിക്ഷൻ ഇല്ല, അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ബൈ മാസ് മുമ്പ് ചെയ്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ചെയ്ത പോലെ ചെയ്താൽ മതി. നെറ്റ് ഫോഴ്സ് ഇവിടെ ഡൗൺവേർഡ് ഫോഴ്സ് എത്രയാ? 1 2 3 4 5 6 6 mg ആണ്. 6 mg ആണ് നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ്. ഇനി അപ്വേർഡ് ഡയറക്ഷനിൽ വേറെ ഫോഴ്സ് ഇല്ല, കാരണം ഇവിടെ ഹൊറിസോണ്ടൽ സർഫസ് ഫ്രിക്ഷൻലെസ് ആണ്. ഫ്രിക്ഷൻ ഇല്ല. അവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതൊരു ഇൻക്ലൈൻ ആയിരിക്കണം. അപ്പോൾ വെയിറ്റിന്റെ പ്ലെയിനിന് മുകളിലുള്ളതിന്റെ വെയിറ്റിന്റെ ഒരു കോമ്പണന്റ് കൂടി ആ ഡയറക്ഷൻ ഉണ്ടാവും. അത് എടുക്കേണ്ടതില്ല. ഡിവൈഡഡ് ബൈ മാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി ആക്സലറേറ്റിംഗ് സിസ്റ്റം. ഇത്രയാ ടോട്ടൽ മാസ്? 10m ആണ്. 10m. അപ്പൊ അതിൽ നിന്ന് m ക്യാൻസൽ ചെയ്ത് കളയാം. ജിയും 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 എന്ന് കിട്ടി. സോ 6 ഇൻറ്റു 6 36. സോ ടെൻഷൻ 36 ന്യൂട്ടൺ ആണ് കേട്ടോ. ടെൻഷൻ 36 ന്യൂട്ടൺ ആണ്. ഇത് താഴേക്ക് ആക്സലറേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 7നും 6നും ഇടയിലുള്ള ടെൻഷൻ എന്തായിരിക്കും? ഈ ടെൻഷൻ എന്തായിരിക്കും? ടി ഡാഷ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഹാങ്ങിങ് ബോഡിയുടെ ഹാങ്ങിങ് പാർട്ടിന്റെ അപ്പാരന്റ് വെയിറ്റ് ആയിരിക്കും ടെൻഷൻ. അതായത് അതിനിടയിൽ ഹാങ് ചെയ്തിരിക്കുന്നതിന് വെയിറ്റ് mg 1 2 3 4 5 6 6m വെയിറ്റ് ഇൻറ്റു താഴേക്കാണ് ആക്സലറേറ്റ് ചെയ്യുക g മൈനസ് എ, ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 ഇൻറ്റു 10 മൈനസ് എ 6 ആണ്. ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 12 10 മൈനസ് 6 4 12 ഇൻറ്റു 4 48. സോ 48 ന്യൂട്ടൺ ആയിരിക്കും 6നും 7നും ഇടയിലുള്ള ടെൻഷൻ. ഓക്കെ, അങ്ങനെ ഓരോ പോയിന്റിലെയും ടെൻഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A car is moving on a plane inclined 30 degree to the horizontal with an acceleration of 10 meter per second square parallel to the plane upward.
Bob is suspended by string from the roof of the car. Angle in degrees with string makes with the vertical. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് റോഡ് വരയ്ക്കാം. ഇത്തിരി വലുപ്പത്തിൽ കാണിക്കാം. ഇൻക്ലൈൻഡ് റോഡാണ്. ഇങ്ങനത്തെ ഒരു ഇൻക്ലൈൻഡ് റോഡാണ്. അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണ്? 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു ബോബ് ഉണ്ട്. കാറിൻ്റെ റൂഫിൽ തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. കാറിൻ്റെ റൂഫിൽ ഒരു സ്ട്രിങ്ങും ബോബും കൂടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു കാറിൻ്റെ റൂഫിൽ. കാർ അവിടെ നോക്കൂ, കാറ് ആ ഇൻക്ലൈനിൽ റെസ്റ്റിലായിരുന്നെങ്കിൽ ആ ബോബ് വെർട്ടിക്കലായി തൂങ്ങിക്കിടന്നേനെ, ഇങ്ങനെ അല്ലേ? അപ്പൊ നോക്കൂ, ആ ഇൻക്ലൈൻഡ് പ്ലെയിനിന് ഒരു നോർമൽ വരച്ചാൽ ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്കറിയാം. കാറ് ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ റൂഫിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ആ ബോബ് കുത്തനെ താഴേക്ക് കിടന്നേനെ. നോർമലുമായി അതുണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഹായ് ഗ്രേസി മരിയ. അങ്ങനെ വ്യൂസ് ഒക്കെ കുറവാണ്, നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾക്ക് മനസ്സിലാവണ്ടേ. ആളുകൾ പരസ്യമുള്ളതിലല്ലേ പുറകെ പോവുള്ളൂ. അതുകൊണ്ടാണ് ഗ്രേസി മരിയ. എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷം. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു നോർമൽ വരയ്ക്കുക. ഇവിടെ 30 ഡിഗ്രിയാണ്. കാറ് റെസ്റ്റിലായിരുന്നെങ്കിൽ ഇതിങ്ങനെ തൂങ്ങിക്കിടന്നതിന്. റെസ്റ്റിലാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാറ് മുകളിലേക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഇൻക്ലൈൻഡ് പ്ലെയിനിന് മുകളിൽ കൂടി പാരലായിട്ട് മുകളിലേക്ക് അപ്പ് ക്ലൈംബ് ചെയ്യണം. അങ്ങനെ കയറുമ്പോൾ ആ ബോബിൽ വെയിറ്റ് കൂടാതെ ഒരു ഫോഴ്സ് കൂടെ ആക്ട് ചെയ്യും. അതേത് ഫോഴ്സ് ആണെന്ന് അറിയാമോ? അതാണ് ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ ഉള്ള ഒരു ഒബ്ജക്റ്റിൽ എക്സർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്. ആ ഫോഴ്സ് ആണ് സ്യൂഡോ ഫോഴ്സ്, ഫിക്ടീഷ്യസ് ഫോഴ്സ്, അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ്, വ്യാജ ഫോഴ്സ് അല്ലെ, സ്യൂഡോ ഫോഴ്സ്. ഒരു ഫ്രെയിം ആക്സലറേറ്റ് ചെയ്താൽ ആ ആക്സലറേറ്റിംഗ് ഫ്രെയിമിലുള്ള ഒരാൾക്ക് ഈ ഫോഴ്സ് ഫീൽ ചെയ്യാൻ കഴിയും. ഓക്കെ, ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു സ്യൂഡോ ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതുകൊണ്ടാണ് കാറ് പെട്ടെന്ന് ഒരു ടേൺ, ഷാർപ്പായ ടേൺ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ കാറിനകത്തിരിക്കുന്ന ഒരാൾ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് തെറിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. നോക്കൂ, ഇവിടെ ബോബ് വെർട്ടിക്കലായിട്ട് ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാറ് മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് കാറ് മുകളിലേക്കുള്ള ആക്സലറേഷനും കൃത്യമായിട്ട് കാണിക്കാം നമുക്കിവിടെ. കാറ് മുകളിലേക്ക് ഇങ്ങോട്ടല്ലേ ആക്സലറേറ്റ് ചെയ്യുക. പക്ഷെ ആ ബോബിന്റെ സ്യൂഡോ ഫോഴ്സ്, ബോബിൽ കിട്ടുന്ന സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കുമല്ലോ അല്ലേ? ഒരു കാറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് കെട്ടിത്തൂക്കിയിട്ട് കാറ് മുമ്പോട്ട് ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തൂങ്ങി കിടക്കുന്നത് പിന്നോട്ടാണ് ആക്സലറേറ്റ് ചെയ്യുന്നതായി ഒബ്സർവർക്ക് തോന്നുന്നത്. അത് ആ ഒബ്സർവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആക്സലറേറ്റിംഗ് ഫ്രെയിമിൽ ആയതുകൊണ്ടാണ്. കാറിനനുസരിച്ച് അത് പിന്നോട്ടാണ് ആക്സലറേറ്റ് ചെയ്യുക. അപ്പോൾ അത് മാസ് ഓഫ് ദി ബോബ് ടൈംസ് ആക്സലറേഷൻ ആയിരിക്കും. എം ആണ് ബോബിന്റെ മാസ്, എം എ ആണ് ബോബിലുള്ള സ്യൂഡോ ഫോഴ്സ്. ബോബിന്റെ മാസ് എം ആണ്, ബോബിലുള്ള സ്യൂഡോ ഫോഴ്സ് എം എ ആണ്. ഓക്കെ, അത് കൂടാതെ പിന്നെ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടല്ലോ, എം ജി. എം ജി എന്ന് പറയുന്ന ഫോഴ്സ് താഴേക്കുണ്ട്. അപ്പോൾ ഒരേ സമയം ഈ ബോബിൽ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എം ജി, അതെപ്പോഴും ഉണ്ട്. കാർ നിർത്തിയിട്ടാലും ആക്സലറേറ്റ് ചെയ്താലും ഒക്കെ, കാറില്ലെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഇവിടെ കാറ് ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു അഡീഷണൽ ഫോഴ്സ് വരുന്നുണ്ട്. അതാണ് എം എ. അത് ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലായി മുകളിലേക്കാണ് കാർ ആക്സലറേറ്റ് ചെയ്യുക. പക്ഷേ ഈ ഫോഴ്സ് താഴേക്കാണ്. അപ്പോൾ 2 ഫോഴ്സുകൾ ഒരേ സമയം ബോബിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് രണ്ടിന്റെയും റിസൾട്ടന്റിന്റെ ഡയറക്ഷനാണ് ബോബിലേക്ക്. അപ്പോൾ ആ വെയിറ്റുമായി, അതാണ് അപ്പോഴത്തെ വെർട്ടിക്കൽ വെയിറ്റുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എങ്കിൽ ആ തീറ്റ എത്ര എന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്ന ആള് ചോദിച്ചിട്ടുള്ള ചോദ്യം. നല്ല ചോദ്യമാണ്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കൂ, വളരെ എളുപ്പമാണ്. നോക്കൂ, അതിൽ ചില കാര്യങ്ങൾ നമുക്ക് മുമ്പ് അറിയുന്ന ചില കാര്യങ്ങൾ നമുക്കിവിടെ
കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. വലിയ കാൽക്കുലേഷൻ സ്കില്ലൊന്നും ആവശ്യമില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ആംഗിൾ തീറ്റയാണ്, ഇത് 30 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ആംഗിൾ തീറ്റയാണ്. ആംഗിൾ ഇൻ ഡിഗ്രീസ് വിച്ച് ദ സ്ട്രിങ്സ് മേക്ക് വിത്ത് ദ വെർട്ടിക്കൽ. അപ്പോൾ എം ജിയുമായി ആ സ്ട്രിങ് ഉണ്ടാക്കുന്നു. കാർ ആക്സലറേറ്റ് ചെയ്യാതിരുന്നപ്പോൾ ബോബ് തൂങ്ങിക്കിടന്നിരുന്നത് ഇങ്ങനെയാണ്. കാർ ആക്സലറേറ്റ് ചെയ്തത് കൊണ്ട് എത്ര അഡീഷണൽ ആംഗിൾ ആണ് ഉണ്ടായത് എന്നാണ് ചോദ്യം ഇട്ട ആൾ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. നല്ല ബെസ്റ്റ് ചോദ്യമാണ് കേട്ടോ, നന്നായി പഠിച്ചോളൂ. അപ്പോൾ ഇതൊന്നും കൂടാതെ ഇതിൽ ഒരു ഫോഴ്സും കൂടി ഉണ്ടല്ലോ. അതേത് ഫോഴ്സ്? അതാണ് ഈ സ്ട്രിങ്ങിലത്തെ ടെൻഷൻ. സ്ട്രിങ്ങിലത്തെ ടെൻഷൻ ഇങ്ങോട്ടല്ലേ ആക്ട് ചെയ്യും. ഇതാണ് സ്ട്രിങ്, ഇതാണ് സ്ട്രിങ്, ദിസ് വൺ ഈസ് സ്ട്രിങ്. പക്ഷെ ആ സ്ട്രിങ്ങിലെ ടെൻഷൻ ആക്ട് ചെയ്യുക ഇങ്ങനെ മാസിൽ നിന്ന് അകലേക്കാണ്. എപ്പോഴും ടെൻഷൻ ആക്ട് ചെയ്യുക അതിലെ ഫോഴ്സിന് എഗെയിൻസ്റ്റ്. ടെൻഷൻ ഒരു റീസ്റ്റോറിങ് ഫോഴ്സാണ്, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഫോഴ്സ്. ആ മാസ് വയറിന്റെ നീളം കൂട്ടാൻ നോക്കുമ്പോൾ സ്ട്രിങ് അതിന്റെ ടെൻഷൻ അതിന് നീളം കുറയ്ക്കാൻ നോക്കും. അങ്ങനെ ടെൻഷൻ മുകളിലേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ലൈൻ കൂടെ വരച്ചാൽ നിങ്ങൾക്ക് എളുപ്പം കാര്യം മനസ്സിലാവും. ഓക്കെ, ഈ ആംഗിൾ അപ്പോൾ എത്രയായിരിക്കുന്നു? അത് വലിയ ആംഗിൾ ആണല്ലോ. എത്രയാണത്? തീറ്റ പ്ലസ് 30 ആയിരിക്കും. തീറ്റ പ്ലസ് 30. ഓക്കെ, ഇതിലിപ്പോൾ ഒരു കൺഫ്യൂഷനോ കോംപ്ലക്സിറ്റീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം, പറയാം, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, പരമാവധി ഏറ്റവും കുറച്ച് വേഗത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾക്ക് പോലും മനസ്സിലാവത്തക്ക തരത്തിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. ചിലപ്പോൾ ചില കുട്ടികൾ എന്ന് പറയും ഇംഗ്ലീഷ് വേണം ഫുൾ എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് തുടങ്ങും. അപ്പോൾ വേറെ ആരും പറയും മലയാളത്തിൽ വേണമെന്ന് പറയും. അപ്പോൾ മലയാളം തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഏതായാലും നമുക്ക് വിരോധമില്ല, അത് രണ്ടേ പറ്റുള്ളൂ. തമിഴോ ഹിന്ദിയോ ഒന്നും രക്ഷയില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്നലെ കുറച്ച് പേരും കൂടെയൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരേ സമയം മൂന്ന് ഫോഴ്സുകൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുകയും അതിൽ 2 ഫോഴ്സുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുകയും ചെയ്യുകയും മൂന്നാമത്തെ ഫോഴ്സ് വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ അത് തീറ്റ പ്ലസ് 30 ആണ്. ആണെങ്കിൽ ഈ 3 ഫോഴ്സുകളും കൂടി ഒരു ഇക്വിലിബ്രിയത്തിന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ മുമ്പ് അറിയാവുന്ന ഒരു കാര്യം. അത് എന്താണെന്ന് ഞാനൊന്ന് വ്യക്തമാക്കാം. ഇവിടെ 3 കൺകറന്റ് ഫോഴ്സുകളാണ്. ഒന്നൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ്, രണ്ടൊരു വെർട്ടിക്കൽ ഫോഴ്സ്, മറ്റൊരു ഇൻക്ലൈൻ ഫോഴ്സ്. ഇങ്ങനെ 3 ഫോഴ്സുകളുണ്ട്. ഇതൊന്ന് കാണാതെ പഠിച്ചോളൂ. ഈ ആംഗിൾ 90 ആണ്. ഇതാണ് ഹൊറിസോണ്ടൽ, ഇതാണ് വെർട്ടിക്കൽ, ഇതാണ് ഇൻക്ലൈൻഡ് ഫോഴ്സ്. ഓക്കെ, നോക്കൂ, ഈ മൂന്നാമത്തെ ഫോഴ്സ് 2 പെർപെൻഡിക്കുലർ ആണ്. മൂന്നാമത്തേത് വെർട്ടിക്കലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എങ്കിൽ നിങ്ങൾക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു F/W എന്ന് എഴുതാം. ടാൻ തീറ്റ ഈക്വൽ ടു F/W. അതും എങ്ങനെയാണ് എഴുതിയിരുന്നത്? ഈ കോമ്പണന്റ് ആണ് ടി കോസ് തീറ്റ, ഇങ്ങോട്ടുള്ള കോമ്പണന്റ് ആണ് ടി സൈൻ തീറ്റ. ടി സൈൻ തീറ്റ ഈക്വൽ ടു എഫ്, ടി കോസ് തീറ്റ ഈക്വൽ ടു W എന്ന് എഴുതിയാൽ ഡിവൈഡ് ചെയ്താൽ ടാൻ തീറ്റ ഈക്വൽസ് F/W എന്ന് കിട്ടും. അത് ഇവിടെ ഡയറക്റ്റ് എഴുതിയാൽ ആൻസർ ആയി. നോക്കൂ, ടാൻ തീറ്റ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഓഫ് തീറ്റ പ്ലസ് 30 ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പലവട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ ഒരുവിധം നന്നായി ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇതൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. ഇനി ഈ ഒരു ചോദ്യം അവൻ ആ പരീക്ഷയുടെ സമയത്ത് നന്നായി ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം. ഇത്ര അതിൻ്റെ വൊക്കാബുലറി ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയാം. നമ്മളെക്കാൾ വേഗത്തിൽ അവർ ചെയ്യാൻ കഴിയും. അവർക്ക് അത്രയും വേഗത്തിൽ ഒരു സ്പീഡിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു പരീക്ഷയുടെ സമയത്ത് ആ ഒരു ടെൻഷനിൽ ഇതെല്ലാം വേഗത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെയും സ്കില്ല് വ്യത്യാസപ്പെട്ടിരിക്കും. നോക്കൂ, ഇതിലേക്ക് വന്നാൽ ഇവിടെ വെർട്ടിക്കലുമായി, ഇവിടെ ഇതാണ് വെർട്ടിക്കലുമായി മൂന്നാമത്തെ ഫോഴ്സ് 2 പെർപെൻഡിക്കുലർ ഏതൊക്കെ? ഒന്ന് MA യും ഒന്ന് MA, മറ്റൊന്നതാ ഈ ഫോഴ്സ്. ഇത് അതേതാ നോക്കൂ, ആ ഡയറക്ഷനിൽ. അപ്പോൾ അവിടെ നമ്മൾക്ക് MG ഒന്ന് റിസോൾവ് ചെയ്യണം. അത് MG cos 30 ആണ്. ഈ ഡയറക്ഷനിലുള്ള വെയിറ്റ് MGയുടെ കോമ്പണന്റ് ഈ ആംഗിൾ 30 ആയതുകൊണ്ട് അഡ്ജസന്റ് കോമ്പണന്റ് MG cos 30. എങ്ങനെയായി കോമ്പണന്റ് കിട്ടുക? ഇതിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തിട്ട് ആ നീളം അളന്നാൽ മതി. MG cos 30. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ടാൻ തീറ്റ പ്ലസ് 30 ഈക്വൽ ടു ഏതാ ഫോഴ്സ്? ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ വെർട്ടിക്കൽ ഫോഴ്സ്.
ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതാ? MA. പോരാ, അവിടെയും തെറ്റും. ഈ mg ഇവിടെ ഒരു കോമ്പോണന്റ് ആണ് mg cos 30, അടുത്ത കോമ്പോണന്റ് mg sin 30 ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണത്. ഏതെങ്കിലും ഒരു വെക്ടറെ നിങ്ങൾ റിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ രണ്ട് കോമ്പോണൻസും റിസോൾവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പോണന്റ് റിസോൾവ് ചെയ്ത് എടുക്കുക, ആവശ്യം കഴിയുമ്പോൾ മറ്റേതിന്റെ കാര്യം മറന്നും പോകും. ഇപ്പൊ ചെയ്ത പോലെ mg cos 30 ഇതാണ് mg sin 30. അപ്പൊ tan തീറ്റ പ്ലസ് 30 ഈക്വൽ ടു MA പ്ലസ് mg sin 30 ഡിവൈഡഡ് ബൈ mg cos 30 എന്ന് എഴുതിയാൽ എളുപ്പം ചെയ്യാം. ദാറ്റ് ഈസ് tan തീറ്റ പ്ലസ് 30. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എം ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞോളൂ. എയുടെ വാല്യൂ 10 ആണ്. 10 പ്ലസ് ജി 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈൻ 30 1/2 ആണ്. ഡിവൈഡഡ് ബൈ ജി 10 കോസ് 30 √3/2 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ എത്ര വരിക? 10/2 5 15 ഡിവൈഡഡ് ബൈ 5√3. ദാറ്റ് ഈസ് 3/√3. ദാറ്റ് ഈസ് √3. സോ ടാനിന്റെ ഏത് ആംഗിൾ ആണ് √3 വരിക? 60 ഡിഗ്രി അല്ലേ? ടാൻ 60 അല്ലേ √3 വരിക? അതെ. അപ്പോൾ തീറ്റ പ്ലസ് 30 അല്ലേ 60. അപ്പോൾ തീറ്റ എത്രയായിരിക്കും? തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. തീറ്റ 30 ഡിഗ്രിയാണ്. അത്രയേ ഉള്ളൂ. പക്ഷെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളത് ഒന്നുകൂടി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ തറവാവും. ഈ മോഡലിൽ വേറെ ഒരു ചോദ്യം വന്നാൽ നിങ്ങളെല്ലാം ഭംഗിയായി പരീക്ഷയ്ക്ക് വേഗം ചെയ്ത് കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്. എ ബുള്ളറ്റ് ഓഫ് മാസ് 0.1 kilogram is fired on a wooden block to pierce through it, but it stops after moving a distance of 50 centimeter into it. If the velocity of bullet before hitting wood is 10 meter per second and it slows down uniform retardation, then magnitude of effective retarding force on the bullet is x Newton. Value of x is close to an integer. 2021 ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ന്യൂട്ടൺസ് ലോ. അപ്പോൾ 0.1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബുള്ളറ്റ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഒരു വുഡൻ ബ്ലോക്കിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയും അതിനുള്ളിലൂടെ പെനിട്രേറ്റ് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്ത് റിട്ടാർഡ് ചെയ്ത് 50 സെന്റിമീറ്റർ ദൂരത്തിൽ പിയേഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ആവുകയും ചെയ്യണം. അപ്പോൾ 50 സെന്റിമീറ്റർ ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്ക് വേണ്ടത് ആ റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്. ന്യൂട്ടൺസ് ലോ. F is equal to ma. F is equal to m into v square minus u square by 2a. പക്ഷേ ഇവിടെ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് അത് തിരിച്ചെഴുതാം. u square minus v square by 2a. പക്ഷെ v 0 ആണ്. ഫൈനലി കംസ് ടു റെസ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതി സ്റ്റാർട്ട് ചെയ്താൽ മതി. m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.1 u തന്നിട്ടുണ്ട് 10, പക്ഷെ 10 സ്ക്വയർ 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എത്രയാണ് റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല, സോറി, എ അല്ലാതെ എസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറിപ്പോയതാണ്. എസ്. ഒന്നുകൂടെ എഴുതാൻ ഞാൻ. എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ഓക്കെ, നമുക്ക് വേണ്ടത് എ ആണല്ലോ. എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s. ഇവിടെ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് നമ്മൾ എ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2s എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. എസ് 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ 1/2 മീറ്റർ ആണ്. അപ്പോൾ 0.1 ഇൻറ്റു 100 10 ന്യൂട്ടൺ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 10 ന്യൂട്ടൺ ആണ്. കറക്റ്റ് ആൻസർ 10 ന്യൂട്ടൺ. മനസ്സിലായല്ലോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ബുള്ളറ്റ് ഓഫ് മാസ് 4 ഗ്രാം മാസ് ഫയർഡ് ഫ്രം ഗൺ. ഗണ്ണിന്റെ മാസ് 4 കിലോ, ബുള്ളറ്റിന്റെ മാസ് 4 ഗ്രാം. ബുള്ളറ്റ് മൂവ്സ് വിത്ത് മസിൽ സ്പീഡ്. എന്താ ഈ മസിൽ സ്പീഡ്? ആ ബാരലിൽ നിന്ന് ബുള്ളറ്റ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വെലോസിറ്റിയാണ് മസിൽ സ്പീഡ്. ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദ ഗൺ ആൻഡ് വെലോസിറ്റി ഓഫ് റീകോയിൽ ഓഫ് ദി ഗൺ. ഇമ്പൾസ് മൊമെന്റം തിയറാണ് ഇവിടെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. Impulse imparted to the gun by the bullet is equal to change in momentum of the bullet. So impulse imparted to the gun. Impulse ഒരു തള്ളൽ. പെട്ടെന്ന് ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് തെറിച്ചു പോകുമ്പോൾ ആ ബുള്ളറ്റ് ഗണ്ണിനെ പിന്നോട്ടൊരു തള്ളുതൽ. അതാണ് ഇമ്പൾസ്. ആ ബുള്ളറ്റ് ഗണ്ണിന് കൊടുത്ത ഇമ്പൾസ് എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഓക്കെ, ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ മൊമെന്റവും
ഗണ്ണിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റവും സെയിം ആയിരിക്കും. അതിന് കാരണമുണ്ട്. കാരണം ഇത് രണ്ടും ആദ്യം റെസ്റ്റിലായിരുന്നു. മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. ഈ പ്രോസസ്സിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. ബുള്ളറ്റ് ഗണ്ണിലും ബുള്ളറ്റിലും എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഇന്റേണൽ ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം തൽക്കാലം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. റീകോയിൽ വെലോസിറ്റിയും കൂടെ കാണാനുണ്ട്. ഗണ്ണിന്റെ വെലോസിറ്റി നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കാം, അത്രേ ഉള്ളൂ. ബുള്ളറ്റിന്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ബുള്ളറ്റ് is equal to impulse equal to change in moment of bullet, final momentum, mass of the bullet into velocity of the bullet. Muscle velocity ആണ് velocity of bullet 50. Okay, so final momentum minus initial momentum 0 ആണല്ലോ. Initially bullet റെസ്റ്റിലായിരുന്നു. So change in moment of bullet is equal to impulse. അതാണ് impulse momentum theorem. Final momentum minus initial momentum. ബുള്ളറ്റിന്റെ final momentum ആണ് mass into velocity. Initial momentum 0 ആണ്. That is mass of bullet 4 gram അല്ലേ, 4 into 10 to the power minus 3, velocity 50 meter per second അല്ലേ, that is 50 into 4 200 into 10 to the power minus 3, so 0.2. A അല്ല B അല്ല. ഇനി C ആണോ D ആണോ ഏതാണ് നോക്കണം. അതിന് എന്തുകൂടി വേണം? റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. ഓക്കെ, ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ബുള്ളറ്റ്. Okay, change in momentum of bullet equal to change in momentum of gun. Okay, that is 200 into 10 to the power minus 3 equal to mass of gun into velocity of gun. So50 of gun is equal to 200 into 10 to the power minus 3 divided by mass of gun 4 kilo. That is 50 10 power minus 3. That is 0.05. So correct answer C, not D. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 11ാമത്, ബ്ലോക്ക് ഓഫ് √3 kilogram attached to a string whose other end is attached to the wall. Unknown force applied. Strings make 30 degree. The tension T is. ഇതും ടാൻജന്റിലോ ചെയ്തപ്പോൾ ഞാൻ വരച്ചിരുന്ന ഒരു രീതിയിൽ വേഗം ചെയ്യാം. ടാൻജന്റിലൂടെ പോലും ആവശ്യം ഇവിടെ ഉണ്ടാവില്ല, കാരണം നമുക്ക് ടെൻഷനെ ചോദിച്ചിട്ടുള്ളൂ. ടെൻഷന്റെ ഇങ്ങോട്ടുള്ള കോമ്പണന്റ് അടയാളപ്പെടുത്തുക. അത് T cos 30 ആയിരിക്കും. അതാണ് താഴേക്കുള്ള ഫോഴ്സ് അഥവാ ബ്ലോക്കിന്റെ വെയിറ്റ്. സോ T cos 30 ഈക്വൽ ടു mg √3 into G. G 10 ആണ്. So T is equal to √3 into 10 divided by cos 30 √3 by 2. √3 cancels, you get 20. So answer D. 2023 വെരി റീസെന്റ് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇനി അതിൽ ഫോഴ്സ് കണ്ടുപിടിക്കാം നമുക്ക് അല്ലേ. എന്താണ് ഫോഴ്സ്? T sin 30. T sin 30 ആണ് ഫോഴ്സ്. വേണമെങ്കിൽ അത് ചോദിച്ചാൽ ചെയ്യാം. T sin 30, ടിയുടെ വാല്യൂ 20 by 2, ദാറ്റ് ഈസ് 10. നോക്കൂ, അതും ഓപ്ഷനിലുണ്ട്. ഫോഴ്സിന്റെ വാല്യൂ ഓപ്ഷനിലുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 12. Block of mass 200 gram kept stationary on inclined plane by applying minimum horizontal force. F equal to √x Newton as shown in figure. Value x is. ഇവിടെ അതേപോലെ വെക്ടർ റെസൊല്യൂഷൻ കൺസെപ്റ്റ് വേണം. ഫ്രിക്ഷൻലെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്മൂത്ത് ആണ്. ഈ ഫോഴ്സ്, ഈ തന്നിരിക്കുന്ന ഫോഴ്സ്, അതിൻ്റെ ഒരു കോമ്പോണന്റ് ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടാവുമല്ലോ. ആ കോമ്പോണന്റ് ആണ് ഈ ബ്ലോക്കിന്റെ താഴേക്കുള്ള വെയിറ്റിന്റെ കോമ്പോണന്റിനെ ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ mg sin തീറ്റയാണ് താഴേക്ക് ആക്ട് ചെയ്യുക. ഈ ആംഗിൾ തീറ്റയാണ് 60. ഈ കോമ്പോണന്റ് ആയിരിക്കും എഫ് കോസ് തീറ്റ. എഫ് കോസ് തീറ്റ mg sin തീറ്റയോട് ഈക്വൽ ആണെങ്കിലാണ് ഈ ബ്ലോക്ക് അവിടെ സ്റ്റേഷനറി ആയിരിക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സുകൾ ഇല്ലാത്തതുകൊണ്ട്. mg sin തീറ്റ താഴേക്കും എഫ് കോസ് തീറ്റ മുകളിലേക്കും, അങ്ങനെ എഴുതിയാൽ മതി. ഇപ്പൊ mg sin തീറ്റ ഈക്വൽ ടു എഫ് കോസ് തീറ്റ. mg sin തീറ്റ ഈക്വൽസ് എഫ് കോസ് തീറ്റ എഴുതിയാൽ മതി. എം എത്രയാ പറയുന്നത്? 0.2 കിലോഗ്രാമിലേക്ക് മാറ്റണേ. 200 ഗ്രാം ആണ്, അത് 0.2 കിലോഗ്രാം ഇൻറ്റു ജിയുടെ വാല്യൂ 10 ആണ്. ഇർഫാൻ, ഹായ് ഇർഫാൻ, ജോയിനസ്. ഓക്കെ,
0.2 into 10 into sin 60 root 3 by 2 equal to f root x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫിന് റൂട്ട് എക്സ് എന്ന് എഴുതാം. cos 60 1 by 2. ഓക്കെ, ഇവിടെ തന്നെ നോക്കൂ, 0.2 into 10 2, ആ 2 ഈ 2 കട്ട് ചെയ്യാം അല്ലേ. ഇനി ഇതിനെ സ്ക്വയർ ചെയ്താൽ ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2ന്റെ സ്ക്വയർ 4 ആണ്. 4 into 3 12, so x is equal to 12. So correct answer is 12. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 13. എം മാസ് ഉള്ള ഒരു ബ്ലോക്ക് സ്ലൈഡ്സ് ഡൗൺ റഫ് ഇൻക്ലൈൻ പ്ലെയിൻ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. Angle made by the incline with horizontal is theta. Magnitude of the contact force will be. അപ്പോൾ ഒരു ഇൻക്ലൈൻ പ്ലെയിനിലൂടെ ഒരു ബ്ലോക്ക്, റഫ് ഇൻക്ലൈൻ പ്ലെയിനിലൂടെ ഒരു ബ്ലോക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴേക്ക് തെന്നി വന്നുകൊണ്ടിരിക്കുകയാണ്. A block comes sliding. ഇങ്ങനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാസ് എം ആണ്. അപ്പോൾ താഴേക്കുള്ള ഫോഴ്സ് നിങ്ങൾക്കറിയാം എം ജി സൈൻ തീറ്റ ആയിരിക്കും. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്, ആക്സലറേഷൻ ഇല്ല. അതുകൊണ്ട് മുകളിലേക്കുള്ള ഫോഴ്സ് ബാലൻസിങ് ആയിരിക്കണം. അത് മ്യൂ എം ജി കോസ് തീറ്റയാണ്. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, കൈനറ്റിക് ഫ്രിക്ഷൻ മ്യൂ ടൈംസ് നോർമൽ ഫോഴ്സ് ആണ്. നോർമൽ ഫോഴ്സ് എം ജി കോസ് തീറ്റയാണ്. അങ്ങനെ മ്യൂ എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയും ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. ഇനി ആംഗിൾ തീറ്റ, കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്? റിസൾട്ടന്റ് കോണ്ടാക്ട് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് എഫ് കെ സ്ക്വയർ ആയിരിക്കും ഈ സിറ്റുവേഷനിൽ. തെന്നി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ എഫ് കെ ആണ്. റൂട്ട് ഓഫ് എഫ് കെ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ആയിരിക്കും റിസൾട്ടന്റ് കോണ്ടാക്ട് ഫോഴ്സ്. That implies square root of n എന്താണ്? root of n square plus fk square. n is equal to mg cos theta. fk എന്താണ്? fk that is equal to mu mg cos theta, but that is equal to mg sin theta. So n is equal to mg cos theta. fk equal to mu mg cos theta, but that is equal to mg sin theta because there is no acceleration. ആക്സലറേഷൻ ഇല്ലാത്തത് കൊണ്ട് mu mg cos തീറ്റയും mg sin തീറ്റയും ഈക്വൽ ആണ്. അതുകൊണ്ട് fkക്ക് mg sin തീറ്റ എന്ന് എഴുതാം. mg യെ കോമൺ ആയി പുറമേക്ക് എടുത്താൽ റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ അത് mg സ്ക്വയർ ഒക്കെ പോയി mg ആവും. റൂട്ടിനകത്ത് cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ 1 ആണ്. സോ ആൻസർ വിൽ ബി mg. നല്ല ചോദ്യമാണ്, 2022 ചോദിച്ച ചോദ്യം കേട്ടോ, മെയിൻസിന്. ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ചോദ്യം. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 10 Newton നെസസറി ടു ജസ്റ്റ് ഹോൾഡ് എ ബ്ലോക്ക് സ്റ്റേഷനറി അഗെയിൻസ്റ്റ് സ്റ്റേഷനറി വോൾ. ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് 0.2, വെയിറ്റ് ഓഫ് ദി ബ്ലോക്ക്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെയിറ്റ്, വേറൊരു ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ്, അത് മുകളിലേക്കാണ്. 10 ന്യൂട്ടന് റിയാക്ഷൻ കിട്ടുന്നുണ്ട്. പ്രസ്സിംഗ് ഫോഴ്സ് ആണ് 10 ന്യൂട്ടൺ. ആ പ്രസ്സിംഗ് ഫോഴ്സ് പി ആണെങ്കിൽ പി ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ആ റിയാക്ഷൻ ആണ് എൻ. പി ഈക്വൽ ടു എൻ ആയിരിക്കും. താഴേക്കുള്ള ഫോഴ്സ് ആണ് എം ജി, മേലേക്കുള്ളതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കണം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണത്. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കണം. അപ്പോഴാണ് താഴത്തേക്ക് വീഴാതിരിക്കുക അല്ലേ. അപ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിന്റെ പരമാവധി വാല്യൂ ആണ് നമുക്ക് ഇവിടെ മെഷറബിൾ ആയിട്ടുള്ളൂ. അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതാണ് മ്യൂ ടൈംസ് നോർമൽ ഫോഴ്സ്. That is mg equal to mu times normal force, but normal force equal to pressing force. Mu is 0.2 and p is 10. 10 into 0.2, 2. So correct answer is 2. Integer ആണ്, answer 2 ആണ് correct answer. Okay, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ തന്നെ
നമുക്ക് ഈ ഫോർമുല ഒന്ന് എഴുതി നോക്കൂ. എം ജി ഈസ് ഈക്വൽ ടു മ്യൂ പി. സോ മ്യൂ ഈസ് ഈക്വൽ ടു എം ജി ബൈ പി. പി ഈസ് ഈക്വൽ ടു എം ജി ബൈ മ്യൂ. ഇതൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് ദ മിനിമം പ്രസ്സിംഗ് ഫോഴ്സ്? ഇത്ര മിനിമം പ്രസ്സിംഗ് ഫോഴ്സ് കൊടുത്താൽ അതിനെ തെന്നി വരാതെ ഹോൾഡ് ചെയ്യാം. എം ജി ബൈ മ്യൂ. മ്യൂ കുറവാണെങ്കിൽ കൂടുതൽ പ്രസ്സിംഗ് ഫോഴ്സ് വേണ്ടി വരും. മ്യൂ കൂടുതലാണെങ്കിൽ പ്രസ്സിംഗ് ഫോഴ്സ് കുറച്ച് മതിയാവും. ഫ്രിക്ഷൻലെസ് ആണ് ആ വോളെങ്കിൽ മ്യൂവിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ പ്രസ്സിംഗ് ഫോഴ്സ് ഇൻഫിനിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്കും നോർമലായി പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ചോദ്യം. എ ബ്ലോക്ക് ഈസ് മൂവിംഗ് ഓൺ ഇൻക്ലൈൻ പ്ലെയിൻ 45 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് മ്യൂ. Force required to just push it up the incline 3 times the force required to prevent it from sliding down. We define n is equal to 10 mu where n is. So first we have to find mu. Now let us generalize this case. ഇത് 3 times എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 4 times 5 times 2 times ഒക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് വർക്ക് ചെയ്യാം. ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ആദ്യം വരയ്ക്കാം. ആ ഇൻക്ലൈൻ പ്ലെയിനിന് മേലെ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് അവിടെ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് അത് താഴേക്ക് തെന്നി വരാനാണ് സാധ്യത. താഴേക്കുള്ള ഫോഴ്സാണ് എം ജി സൈൻ തീറ്റ. ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്കുണ്ട്. എം ജി സൈൻ തീറ്റയാണ് താഴേക്കുള്ളത്. മ്യൂ എം ജി കോസ് തീറ്റയാണ് മുകളിലേക്കുള്ളത്. ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ മുകളിലേക്ക്. അപ്പൊ ജസ്റ്റ് തെന്നാറായിട്ട് നിൽക്കണം. അപ്പോ ഇത് താഴേക്ക് ഇപ്പൊ എം ജി സൈൻ തീറ്റ വലുതാണ് എങ്കിൽ താഴേക്ക് തെന്നും. അപ്പൊ മുകളിലേക്കുള്ളത് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. തെന്നി താഴേക്ക് വരിക. തെന്നി താഴേക്ക് വരരുത് എങ്കിൽ മുകളിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം. ആ ഫോഴ്സ് മുകളിലേക്കാണ് കൊടുക്കേണ്ടത്. ആ ഫോഴ്സ് F1 ആണ് എന്ന് വിചാരിക്കുക. നോക്കൂ, ഫോഴ്സ് റിക്വയർഡ് ടു ജസ്റ്റ് പുഷ് ഇറ്റ് അപ്പ് ദി ഇൻക്ലൈൻ പ്ലെയിൻ ഈസ് 3 times the force required to prevent it from sliding down. ഇപ്പോ F1 prevents block from sliding down. F1 കൊടുത്തത് കൊണ്ട് ബ്ലോക്ക് താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതേ സിറ്റുവേഷനിൽ നോക്കൂ, ഈ ബ്ലോക്കിനെ എടുത്ത് നമ്മൾ അവിടെ കൊണ്ട് വെക്കുകയാണ്. ഈ ബ്ലോക്കിനെ ഇവിടെ വെക്കുന്നു. അതില് എം ജി സൈൻ തീറ്റയ്ക്ക് മാറ്റമൊന്നുമില്ല, താഴേക്ക് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. എഫ് മുകളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഫോഴ്സ് F2 ആണെങ്കിൽ അത് n ടൈംസ് F1 ആണ്. ഇവിടെ 3 times F1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് താഴേക്ക് തെന്നാതിരിക്കുന്നതിന് വേണ്ടി എത്ര ഫോഴ്സ് കൊടുക്കണമോ അതിന്റെ n ടൈംസ് ഫോഴ്സ് കൊടുക്കുമ്പോൾ മാത്രമേ ആ ബ്ലോക്കിനെ മുകളിലേക്ക് സ്ലൈഡ് ചെയ്യിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി അഡീഷണലായി താഴേക്ക് വരുന്നുണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പോൾ താഴേക്കാണ് ആക്ട് ചെയ്യുക. അതായത് മ്യൂ എം ജി കോസ് തീറ്റ അപ്പോൾ ആക്ട് ചെയ്യുക താഴേക്കാണ്. ഈ രണ്ട് സിറ്റുവേഷൻസ് കമ്പയർ ചെയ്താൽ മതി. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് തീറ്റ. അതിൽ ഒന്നാമത്തെ കേസ് നമുക്ക് ഇങ്ങനെ എഴുതാം. F1 is equal to mg sin theta minus mu mg cos theta. F2 equal to എന്തായിരിക്കും? F2 equal to mg sin theta plus mu mg cos theta. ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? F2 equal to NF1. That is mg sin theta plus mu mg cos theta equal to n times mg sin theta minus mu mg cos theta. ഞാൻ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് n മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എങ്ങനെയാണ് ഇതിനെ ക്ലബ് ചെയ്യുക? സൈൻ തീറ്റ ഉള്ളത് ഒരുമിച്ചാക്കുക. എം ജി എല്ലാ ടേംസിലും ഉണ്ടല്ലോ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. എല്ലാ ടേംസിലും എം ജി ക്യാൻസൽ ചെയ്തു. സൈൻ തീറ്റ ഉണ്ട്, അവിടെ n സൈൻ തീറ്റ ഉണ്ട് അല്ലേ? നമുക്ക് ഈ സൈൻ തീറ്റ അവിടെ കൊണ്ടുപോകാം. അപ്പോൾ n-1 സൈൻ തീറ്റ വന്നു. ഇവിടെയുള്ള മ്യൂ എൻ കോസ് തീറ്റ ലെഫ്റ്റിൽ വന്നാൽ ഇവിടെ മ്യൂ കോസ് തീറ്റയാണുള്ളത്. മ്യൂ കോസ് തീറ്റ കോമൺ ആയിട്ട് എടുക്കാം. മ്യൂ കോസ് തീറ്റ ഇൻറ്റു n+1 എന്ന് വരും അല്ലേ? അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ, ഇൻറ്റു tan theta into n-1 divided by
n plus 1 എന്ന് എഴുതാം. mu equal to sin theta by cos theta tan theta. Tan theta into n minus 1 by n plus 1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഇവിടെ 45 ആണ്. ഷോർട്ട് കട്ട് ആയിട്ട് ഇത് പഠിക്കാം. തീറ്റ 45 ആണ്. ടാൻ 45 n 3 ആണ്. 3 minus 1 by 3 plus 1. That is mu is equal to 3 minus 1 2, 3 plus 1 4. Mu is equal to 1 by 2. But n is equal to 10 mu. That implies 10 into 1 by 2. So integer ആണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആൻസർ 5. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ട് ആയിട്ട് പഠിക്കാം. mu equal to tan theta into n minus 1 divided by n plus 1. Mu equals tan theta into n minus 1 by n plus 1. അടുത്ത ക്വസ്റ്റ്യൻ. Inclined plane bent in such a way that vertical cross section is given by y equal to x square by 4. Y vertical and x horizontal. Upper surface of curved plane is rough with coefficient of friction 0.5. Maximum height in centimeter at which stationary block will not slip downward in centimeter. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ y equal to x square by 4 എന്ന ഒരു പാരബോളിക് ക്രോസ് സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിലൂടെ ഒരു ബ്ലോക്കിനെ മുകളിലേക്ക് സ്ലൈഡ് ചെയ്യുക. ഒരു അല്ലേ, ഒരു അപ്പർ സർഫസ് എന്താ എഴുതിയിരിക്കുന്ന, മാക്സിമം ഹൈറ്റ് സ്റ്റേഷനറി ബ്ലോക്ക് വിൽ നോട്ട് സ്ലിപ്പ് ഡൗൺവേർഡ്. അപ്പോൾ ഇതിനെ എവിടെ വെച്ചു? താഴേക്ക് തെന്നുന്നില്ല, അവിടെ വെച്ചു. കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക, തെന്നാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ വെച്ചപ്പോൾ ജസ്റ്റ് തെന്നുന്നില്ല, എന്നാൽ ഒരു ഇത്തിരി കൂടി കയറിയപ്പോൾ പിന്നെ തെന്നാൻ തുടങ്ങി. അതിന് ചരിവ് കൂടുക, സ്ലോപ്പ് കൂടിക്കൂടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഹൈറ്റ് കണ്ടുപിടിക്കുക? ഇതിൻ്റെ ഹൈറ്റ് ഇതാണ് ഒറിജിൻ 0 0 എങ്കിൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ്, വൈ കോർഡിനേറ്റ് വൈ. ആ റിലേഷനാണ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് തന്നിരിക്കുന്നത്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന കർവാണ് ഇത്. ഓക്കെ, ആ കർവിൽ എത്ര y ഹൈറ്റ് വരെ ഇതിന് തെന്നാതെ സ്റ്റേഷനറി ആയി നിൽക്കാൻ കഴിയും, അതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സ്ലോപ്പ് കാണും. കർവിൻ്റെ സ്ലോപ്പ്, ആ പോയിന്റിൽ കർവിൻ്റെ സ്ലോപ്പ് കാണും. dy by dx equal to 1 by 4 into 2x, that is equal to x by 2. Slope equals tan theta equals x by 2. Slope x by 2 ആണ്. tan theta equal to x by 2. ഇനിയാണ് അതിൽ ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്. ഇനി അല്ല, ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ഫിസിക്സിലെ കൺസെപ്റ്റ് എന്താണ്? ഈ കർവിൽ ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് തെന്നാതിരിക്കുന്നെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ അടയാളപ്പെടുത്തുക. ഒന്ന് എം ജി, മറ്റൊന്ന് നോർമൽ ഫോഴ്സ്. എം ജിയെ റിസോൾവ് ചെയ്യുക. എം ജി കോസ് തീറ്റ, ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ. ഇതാണ് എം ജി സൈൻ തീറ്റ. എം ജി സൈൻ തീറ്റ ലിമിറ്റിംഗ് ഫ്രിക്ഷനോട് ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത്. എം ജി കോസ് തീറ്റ നോർമൽ ഫോഴ്സ് ആണ്. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മ്യൂ ടൈംസ് നോർമൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ എം ജി സൈൻ തീറ്റ ഈക്വൽ ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മ്യൂ ടൈംസ് എൻ ആണ്. എൻ പക്ഷേ എം ജി കോസ് തീറ്റയാണ്. എന്ന് വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മതി കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും. അപ്പോൾ എം ക്യാൻസൽ ചെയ്യുക, യു വിൽ ഗെറ്റ് ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ. ജി ഓൾസോ ക്യാൻസൽ. ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ. അപ്പോൾ ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് മ്യൂ ആണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് എക്സ് ബൈ 2 ഈക്വൽ ടു മ്യൂ 1 by 2. So x is equal to 1. X is equal to 1. X 1 meter ആണ്. SI ലാണ് 1 meter. അപ്പോൾ y എത്രയാണ്? y equal to x square by 4. That is 1 square by 4. That is 0.25 meter. That is 25 centimeter. അപ്പോൾ ആൻസർ 25 centimeter ആണ്. 25 centimeter ഉയരം വരെ അതിന് പോകാം, തെന്നി വീഴാതെ. ഇപ്പം ഈ 25 സെന്റിമീറ്ററിനേക്കാൾ പൊക്കത്തിൽ വെച്ചാൽ അത് തന്നെ തെന്നി ഊർന്ന് താഴേക്ക് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17 0.5 കിലോഗ്രാം മാസ് ഉണ്ട്. ഈ വെലോസിറ്റി 3x² + 4 m/s ആണ്. നെറ്റ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡ്യൂറിംഗ് ഡിസ്പ്ലേസ്മെന്റ് x = 0 to x = 2 meter. ഇവിടെ വർക്ക് എനർജി തിയറമാണ് വർക്ക് ആവുക. വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അപ്ലൈ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ വർക്ക് ഡൺ ഫോർമുല ഇന്റഗ്രൽ FdX ചെയ്യാം. വർക്ക് ഡൺ ഇന്റഗ്രൽ FdX വർക്കിന്റെ ഫോർമുല.
വർക്ക് ഇൻറ്റഗ്രൽ എഫ് ഡി എക്സ്. ഓക്കെ, അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു കെ ഫൈനൽ മൈനസ് കെ ഇനീഷ്യൽ ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഫൈനൽ സ്ക്വയർ മൈനസ് വി ഇനീഷ്യൽ സ്ക്വയർ. ഹാഫ് ഇൻറ്റു എം 0.5 ഹാഫ് കിലോ ഇൻറ്റു വി ഫൈനൽ സ്ക്വയർ. എന്താണ് വി ഫൈനൽ? വി അറ്റ് 2 meter. 3 into 2 square plus 4. That is 3 into 4, 12. 12 plus 4, 16. 3, 4, 12, 16. V at 0. X 0, you get 4. So half M. V final square. 16 square minus. That is answer. You will get 256 minus 16. 40/4 6 60 ജൂളാണ് കറക്റ്റ് ആൻസർ. ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോഴ്സ് -xi plus yj. വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഇൻ മൂവിംഗ് പാർട്ടിക്കിൾ ഫ്രം പോയിന്റ് 1,0 to b 0,1 along the line segment. All quantities are in SI. 2020 mains question. Formula for work done integral f dx ആണ്. Integral f dx. So work is equal to direct form question ആണ്. Integral f dx. First part. അടുത്തത് f dy. അപ്പോൾ -x² ആണ്. ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. -x²/2 അല്ലേ? അതിന്റെ ലിമിറ്റോ എക്സ് ലിമിറ്റ് ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് ആദ്യം 1 പിന്നെ 0 1 to 0 a to b ആണ്. ഫ്രം എ ടു ബി. അപ്പോൾ a1 1 to 0 1 to 0 പ്ലസ് അടുത്ത വർക്ക് ഓൾജിബ്രായിക് സം ആണ്, ആഡ് ചെയ്യണം. അവിടെയും ഇന്റഗ്രൽ എഫ് ഡി വൈ. അപ്പോൾ y²/2 അത് എവിടെ മുതൽ എവിടെ വരെ? എ ടു ബി 0 to 1. അതാണെങ്കിൽ 0 to 1. സോ ഇവിടെ അപ്പർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് 1. അപ്പോൾ 0 പോയി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1/2 പ്ലസ് 1/2 വരും. മൈനസ് ഓഫ് മൈനസ് ബിക്കം പ്ലസ്. അപ്പർ ലിമിറ്റ് 0 ആണ്, അത് പോയല്ലോ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഓൾറെഡി മൈനസ് ഉണ്ട്, ലോവർ ലിമിറ്റിനകത്ത് ഒരു മൈനസ് ഉണ്ടല്ലോ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അങ്ങനെ മൈനസ് ഓഫ് മൈനസ് ബിക്കം പ്ലസ് പ്ലസ്. ഇവിടെ അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0. ലോവർ ലിമിറ്റ് ക്യാൻസൽ ആയി, വേണ്ട. അപ്പർ ലിമിറ്റ് 1 ആയതുകൊണ്ട് 1/2. ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/2 1. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. യൂണിഫോം കേബിൾ മാസ് m length L placed on horizontal surface such that 1/nth part is hanging below the edge of the surface. If they to lift the hanging part of the cable up to the surface, work done should be. ഒരു ടേബിളിന് മേലെ ഒരു ചെയിൻ ഹാങ്ങിങ് ആണ്. അതിൻ്റെ ഒരു പാർട്ട് ടേബിളിന് മേലെയും അടുത്ത പാർട്ട് ടേബിളിന് താഴേക്കുമാണ്. ടോട്ടൽ മാസ് m ആണ്, ടോട്ടൽ ലെങ്ത് L ആണ്. ഓക്കെ, അപ്പോൾ 1/nth പാർട്ട് ഹാങ്ങിങ് ആണ്. അപ്പോൾ ഈ ഒരു പാർട്ടിന്റെ നീളമാണ് L/N. ഈ ഹാങ്ങിങ് പാർട്ടിനെ കൂടി ടേബിളിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. ഹാങ്ങിങ് പാർട്ടിനെ കൂടി ടേബിളിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ലിഫ്റ്റിങ്ങിന് ശേഷം ഇതെങ്ങനെ ഇരിക്കും? ലിഫ്റ്റിങ്ങിന് ശേഷം ഈ കംപ്ലീറ്റ് കോയിലുകളും ടേബിളിന് മുകളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് 0 ലൈൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആയി ചൂസ് ചെയ്യാം. ഇത് 0 ലൈൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ ലൈനിൽ പൊട്ടൻഷ്യൽ എനർജി 0, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി 0. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. ആക്സലറേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ലിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കൈനറ്റിക് എനർജി മാറുന്നില്ല. അപ്പോൾ വർക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. W ഈക്വൽ ടു ΔU, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ന്യൂമറിക്കലി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി തന്നെ ആയിരിക്കും, കാരണം ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണല്ലോ.
സോ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ? mgh ആണ്. ഹാങ്ങിങ് പാർട്ടിന്റെ മാത്രം പൊട്ടൻഷ്യൽ എനർജി മതി. ടേബിളിന് മേലെ ഉള്ളതിന് എക്സ്ട്രാ വർക്ക് ആവശ്യമില്ല, ഫ്രിക്ഷൻലെസ് ആയതുകൊണ്ട്. ഈ ഹാങ്ങിങ് പാർട്ടിന്റെ മാത്രം പൊട്ടൻഷ്യൽ എനർജി മതി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഹാങ്ങിങ് പാർട്ട് ദാറ്റ്സ് ഈക്വൽ ടു mgh. എം എന്ന് പറയുന്നത് ഹാങ്ങിങ് മാസിന്റെ മാസാണ്. ഹാങ്ങിങ് മാസ് m/n ആണ്. ടോട്ടൽ മാസ് m ആണ്. അതിൽ 1/n മാത്രമാണ് ഹാങ്ങിങ്, m/n ഇൻറ്റു ജി ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ലെങ്ത് ഓഫ് ഹാങ്ങിങ് പാർട്ട്. പക്ഷേ ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് ആണ്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് മാസുകൾ വരുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് മാസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എടുക്കണം. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് റഫറൻസ് ലൈനിൽ നിന്നുള്ള നീളമാണ് വേണ്ടത്. ആ നീളം ആണ് എച്ച്. ആ നീളമാണ് എച്ച്. അതാണ് L/n പകുതി, L/2n. അപ്പോൾ ഇവിടെ എച്ച് എന്ന് പറയുന്നത് L/2n ആണ്. അങ്ങനെ mgl ഡിവൈഡഡ് ബൈ 2n² ആയിരിക്കും കറക്റ്റ് ആൻസർ. mgl/2n². ഏതാ ഓപ്ഷൻ? ബോക്സ്. mgl/2n². ഇത് 1/3 ഹാങ്ങിങ് ആണെങ്കിൽ നിങ്ങൾക്ക് n-ന് 3 കൊടുക്കാം. അപ്പോൾ 3² 9 ആവും, mgl/18. 1/4 ഹാങ്ങിങ് ആണെങ്കിൽ n-ന് 4 എന്ന് കൊടുക്കാം. 4² 16, 16 × 2 32, mgl/32. വെരി ഗുഡ്. ഒരാള് കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട്. ആളുടെ പേര് അറിയില്ല, നിക് നെയിമാണ് കാണുന്നുള്ളൂ. പേരെന്ന് പറഞ്ഞാൽ സൗകര്യമായി വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിക് നെയിം വിളിക്കാൻ തോന്നുന്നില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, കഴിയുമെങ്കിൽ പേര് പറയുക കേട്ടോ. നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. mgl/2n² ആൾ പറഞ്ഞു. ആൾക്കത് അറിയാം. ആൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ കുറച്ചുകൂടി അറിയുന്ന ആളുകളോട് വരികയാണെങ്കിൽ ക്ലാസ് കുറച്ചുകൂടി നിങ്ങൾക്ക് നന്നാവുകയും ചെയ്യും. മറ്റു കുട്ടികൾക്കാണെങ്കിലും ഉപകാരപ്രദമാവും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ചോദ്യം. പൊട്ടൻഷ്യൽ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ഈസ് ഗിവൺ. u ഈക്വൽസ് a/r⁻10 മൈനസ് b/r⁵. r ഇന്റർഅറ്റോമിക് ഡിസ്റ്റൻസ്. a and b are positive constants. Then equilibrium distance between the two atoms will be. പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ഫോഴ്സുകളെയാണ് കൺസർവേറ്റീവ് ഫോഴ്സുകൾ എന്ന് വിളിക്കുക. കൺസർവേറ്റീവ് ഫോഴ്സിനെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറയും -du/dr. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നമുക്കറിയാം ആ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ റിസൾട്ടന്റ് വാല്യൂ 0 ആയിരിക്കും. നെറ്റ് കൺസർവേറ്റീവ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ F 0 ആണ്. ഫോർ ഇക്വിലിബ്രിയം F is equal to 0. That is du/dr is equal to 0. For which we first find du/dr. So what is du/dr? You already തന്നിട്ടുണ്ട്. What is d/dr of a/r⁻10? a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവിടെ എഴുതി. ആ 1/r⁻10 അതിന് r⁻−10 എന്ന് എഴുതാം അല്ലേ? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ nx⁻n−1. അപ്പൊ എങ്ങനെ എഴുതണം? -10 ഡിവൈഡഡ് ബൈ r⁻11 എഴുതണം അല്ലേ? nx⁻n−1 ഫോർമാറ്റ് ആണ് കേട്ടോ. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കൂ, അപ്പൊ പറയാം. മൈനസ് ബി എവിടെ എഴുതുക? ഇവിടെ എങ്ങനെ ചെയ്യുമ്പോൾ ഒരു മൈനസും കൂടി വരും. r⁻−5 ആണ്. -5 r⁻−6 ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പൊ ഡിവൈഡഡ് ബൈ r⁻6. ദാറ്റ് ഈസ് 10a/r⁻11 ഈക്വൽസ് b/r⁻6 അല്ലേ? സോറി, 5 ഉണ്ട് കേട്ടോ, വിട്ടുപോയി. 5 വേണം. ഇതൊരു 5 ഉണ്ടല്ലോ. 5 ഇവിടെ 10 എഴുതിയതുപോലെ ആ പവർ 5 അവിടെ എഴുതാനുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് 5. അപ്പൊ എത്ര കിട്ടുക? 2a ഡിവൈഡഡ് ബൈ r⁻5 is equal to b. That is r⁻5 is equal to 2a/b. That is r is equal to 2a/b all raised to 1/5. So correct answer is 2a/b all raised to 1/5. Option C is the correct answer. 2a/b all raised to 1/5. Option C ആണ് correct കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ചോദ്യമാണ്. Block of mass m lying on a smooth horizontal surface attached to a spring of negligible mass. Spring constant K, other end of the spring is fixed. Block is initially at rest and is at rest in its equilibrium position. If the block is
pulled with a constant force, maximum speed of the block is. നിങ്ങൾക്കറിയാം അതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്, അൺസ്ട്രെച്ചഡ് ആണ്, സ്പ്രിങ് അൺസ്ട്രെച്ചഡ് ആണ്. ഇപ്പം നിങ്ങൾ അതുപോലെ കോൺസ്റ്റന്റ് ഫോഴ്സാണ് വലിക്കുന്നത്, ഒരേ ഫോഴ്സ് കൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഫോഴ്സ് ഒരു നിശ്ചിത ഫോഴ്സ് കൊണ്ട് വലിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്പ്രിങ് ഫോഴ്സ്, റീസ്റ്റോറിങ് ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. കെ കോൺസ്റ്റന്റ് ആണ്, കെ എക്സ് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. കാരണം വലിക്കും തോറും എക്സ് കൂടും. എക്സ് കൂടുമ്പോൾ സ്പ്രിങ് ഫോഴ്സ് കൂടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അപ്ലൈഡ് ഫോഴ്സും സ്പ്രിങ് ഫോഴ്സും തമ്മിലുള്ള റിസൾട്ടന്റ് കുറയും. അങ്ങനെ കുറഞ്ഞ് അപ്ലൈഡ് ഫോഴ്സും സ്പ്രിങ് ഫോഴ്സും ഈക്വൽ ആവുന്നത് വരെ മാത്രമേ ഒരാൾക്ക് ആ ഫോഴ്സ് കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് വീണ്ടും റെസ്റ്റിലാവും. ഈ പ്രോസസ്സിനുള്ളിൽ ഏറ്റവും വേഗത വന്നിട്ടുള്ളത് എവിടെയായിരിക്കും? തുടക്കത്തിൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സമയത്ത്, ഫോഴ്സ് കൊടുത്ത സമയത്ത് ഏറ്റവും വേഗത വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇക്വിലിബ്രിയത്തിലെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എനർജി കൺസർവേഷൻ. ഇവിടെ എക്സ് ദൂരമാണ് ഇത് ഡിസ്പ്ലേസ് ചെയ്തത് എന്ന് വിചാരിക്കുക. എക്സ് ദൂരം ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ആ എഫ് ഫോഴ്സ് ചെയ്ത വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്ക് ചെയ്തിട്ടുണ്ട്, എഫ് ഇൻറ്റു എക്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് നെഗറ്റീവാണ്, മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയറാണ്, അല്ലെങ്കിൽ മൈനസ് എഫ് സ്ക്വയർ ബൈ 2k. മൈനസ് ഈ ഹാഫ് കെ എക്സ് സ്ക്വയറിന്റെ തന്നെ വേറൊരു വകഭേദമാണല്ലോ എഫ് സ്ക്വയർ ബൈ 2k. അറിയില്ലേ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് ഹാഫ് കെ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സിന് എഫ് ബൈ കെ എന്ന് എഴുതാം. അപ്പോൾ എഫ് സ്ക്വയർ ബൈ 2k. ഇനി വേറൊന്നും കൂടി ഉണ്ട്, ഹാഫ് എഫ് എക്സ്. ഇത് മൂന്നും പൊട്ടൻഷ്യലിന്റെ ഫോർമുലകളാണ്. പലർക്കും ആദ്യത്തത് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഫോഴ്സിന്റെ വർക്ക് പോസിറ്റീവ് വർക്ക്, സ്പ്രിങ്ങിന്റെ നെഗറ്റീവ് വർക്ക്, ഇതാണ് ആ സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിയായി മാറുക. മനസ്സിലാവുന്നുണ്ടോ? ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. സോ വർക്ക് ഡൺ, നെറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഉണ്ടായത് ഈ റിസൾട്ടന്റ് വർക്കാണ്, നെറ്റ് വർക്ക്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? സോൾവ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല അല്ല. വി കണ്ടുപിടിക്കണം. അതിൽ എഫ് എമ്മും കെയും വേണം, എഫും എമ്മും കെയും വേണം, വി. പക്ഷെ എക്സ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഹൂക്സ് ലോ, എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ്, എക്സ് ഇസ് ഈക്വൽ ടു എഫ് ബൈ കെ. എക്സിന് എഫ് ബൈ കെ എഴുതിയാൽ എഫ് സ്ക്വയർ ബൈ കെ മൈനസ് എഫ് സ്ക്വയർ ബൈ 2k ഈക്വൽ ടു 1/2 mv സ്ക്വയർ. ഇവിടെ കോഎഫിഷ്യൻസ് സെയിം ആണ്. സബ്ട്രാക്ട് ചെയ്താൽ എഫ് സ്ക്വയർ ബൈ 2k കിട്ടും. അത് 1/2 mv സ്ക്വയർ ആണ്. 2 ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് v ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എഫ് സ്ക്വയർ ബൈ എം കെ. എഫിനെ റൂട്ടിന് വെളിയിലെടുത്താൽ എഫ് ബൈ റൂട്ട് എം കെ. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ചോയ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22. Ball of mass 100 gram dropped from 10 centimeter height on a platform top of a vertical spring. ഫിഗർ എന്നൊക്കെ പറഞ്ഞു, ഫിഗർ ആവശ്യമൊന്നുമില്ല. ബോൾ സ്റ്റേസ് ഓൺ ദി പ്ലാറ്റ്ഫോം ആൻഡ് പ്ലാറ്റ്ഫോം ഈസ് ഡിപ്രസ്ഡ് ബൈ h/2, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ്. ഞാൻ വരച്ചു തരാം ഫിഗർ. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ ഒരു ബോൾ ഉണ്ട്. ആ പ്ലാറ്റ്ഫോമുമായി ഒരു സ്പ്രിങ്ങിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇഷ്ടം പോലെ മെയിൻ പരീക്ഷകളിൽ, മെയിൻസിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഈ ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ്. ഈ സാധനം വന്നിട്ട് ഇതുമാതിരി ഇടിക്കുമ്പോൾ ഇത് കംപ്രസ്ഡ് ആവും. കംപ്രസ്ഡ് ആയി മാക്സിമം കംപ്രഷനിൽ ഇപ്പം നിൽക്കുന്ന ചിത്രമാണ് അടുത്തത് നമുക്ക് വരയ്ക്കേണ്ടത്. സ്പ്രിങ്ങിനുണ്ടായ കംപ്രഷൻ h/2 ആണ്. സ്പ്രിങ് കംപ്രസ്ഡ് ബൈ h/2. ആ h ആണ് 10 സെന്റിമീറ്റർ. h/2 എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ. 10 ഇത് 5. അപ്പൊ ഈ രണ്ട് പോയിന്റ് റെഫറൻസുകൾ എടുക്കുക, ഇതും എടുക്കുക. ഇത് സീറോ ലൈൻ ആക്കുക, സീറോ ലൈൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ലോസ്റ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഗെയിൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ്. ലോസ്റ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി mg into h plus h/2, 3h/2, mg into 3h/2 equal to half into k into x square. ആ x h/2 ആണ്, അതിന്റെ ഹോൾ സ്ക്വയർ എഴുതാം. ദാറ്റ് ഈസ് 3/2 into m 0.1 g10 h 0.1
10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിന് 0.1 വേണം അല്ലേ. 3/2 mgh ഈക്വൽ ടു 1/2 ഇൻറ്റു കെ ഇൻറ്റു h/2 അല്ലെങ്കിൽ h²/4 അല്ലേ വേണ്ടേ. h² എത്രയാണ്? h² 100 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ 4 h²/4. ഇതിൽ കെ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 2 കട്ടായി പോയി. ഈ 10ഉം 0.1 കൂടെ പോയി. പിന്നെയും 0.1 ബാക്കിയാ അല്ലേ. 4 ഇൻറ്റു 3 12 ആണ് ഇവിടെ. 12 ഇൻറ്റു 0.1. ഇനി കെ വേണം. 100 ഇൻറ്റു 10⁻⁻4 ആണ്. അപ്പോൾ എത്ര കിട്ടുക? 10⁻⁻2. ദാറ്റ് ഇംപ്ലൈസ് 1.2 ഇൻറ്റു 100. ദാറ്റ് ഈസ് 120. So spring constant is 120. K is equal to 120 Newton per meter. Spring constant 120 Newton per meter ആണ്. മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കൂ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 23rd one. Pendulum of length 2m consists of wooden bob of mass 50 gram, bullet 75 gram, fired towards the stationary bob with speed v. Bullet emerges out of the bob with speed v/3. Bob just completes a vertical circle. അപ്പോൾ ബുള്ളറ്റും ഒരു ബോബും വേണം. ഓക്കെ, ബോബ് സസ്പെൻഡഡ് അല്ലേ, പെൻഡുലമാണ്. ഓക്കെ, ഇതാണ്, അതിലേക്കാണ് നമ്മുടെ ബുള്ളറ്റ് വരുന്നത്. ബുള്ളറ്റിന്റെ മാസ് 75 gram ആണ്. 75 gram. ബോബിന്റെ മാസ് 50 ഗ്രാമേ ഉള്ളൂ. ലെങ്ത് 2 മീറ്റർ. ഇത് വെർട്ടിക്കൽ സർക്കിൾ എക്സിക്യൂട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം, വെർട്ടിക്കൽ സർക്കിൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ബോട്ടം മോസ്റ്റ് പൊസിഷനിലുള്ള ആ ഒബ്ജക്റ്റിന്റെ മിനിമം വേഗത √5gr ആയിരിക്കണം. √5g ടൈംസ് റേഡിയസ്. ഇവിടെ റേഡിയസ് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ആണ്. √5gr ആയിരിക്കണം. ഓക്കെ, അതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഈ ബുള്ളറ്റ് എമർജ് ചെയ്യുന്ന സ്പീഡ്, ഇതാണ് ബിഫോർ. എമർജ് ചെയ്യുന്നത് ബുള്ളറ്റ് v/3 സ്പീഡിലാണ്. ബോബ് ജസ്റ്റ് കംപ്ലീറ്റ്സ് വെർട്ടിക്കൽ സർക്കിൾ. അപ്പൊ ഇവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ഈ കൊളീഷനിൽ ഇതൊരു ഇനിലാസ്റ്റിക് കൊളീഷനാണ്. ഈ പ്രോസസ്സിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്. എല്ലാ കൊളീഷനുകളിലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. മൊമെന്റം കൺസർവേഷൻ എങ്ങനെ എഴുതുക? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് മൊമെന്റം കൺസേർവ്ഡ്. ഇനീഷ്യൽ ടോട്ടൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ. ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ്, momentum of bullet mass into velocity of bullet v plus momentum of the bob 0 റെസ്റ്റിലായിരുന്നു ഈക്വൽ ടു momentum of bullet after 75 മാസ് മാറിയിട്ടില്ല, അതിന്റെ സ്പീഡ് v/3 ആയിട്ടുണ്ട്, പ്ലസ് മൊമെന്റം. ഇനി മറ്റതിന് മൊമെന്റം കിട്ടി, രണ്ടാമത്തിന് മൊമെന്റം ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ മാസ് 50 ആണ്. പക്ഷെ അതിന്റെ വെലോസിറ്റി എത്രയാ അറിയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് വെർട്ടിക്കൽ സർക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ സർക്കിൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്താ? √5gr ആണ്. r എന്ന് പറയുന്നത് അതിന്റെ ലെങ്താ. ദാറ്റ് ഈസ് 75. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ സോൾവ് ചെയ്യാം. ഇവിടെ v ഉണ്ട്, ഇവിടെ v/3 ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് എടുത്താൽ 1 - 1/3 വരും. ദാറ്റ് ഈസ് 2/3. ദാറ്റ് ഈസ് 2/3v ഇൻറ്റു 75 ഈക്വൽസ് 50 ഇൻറ്റു √5 ഇൻറ്റു g 10 ആണ്. L 2 ആണ്. ഇതിപ്പോൾ എത്ര കിട്ടുക? 100. അപ്പോൾ അത് 10 വരും. 500 ആണ് വരിക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോ 25 × 50 50v. അപ്പോൾ v ഈസ് ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ 50. ദാറ്റ് ഈസ് 10 meter per second. സോ കറക്റ്റ് ആൻസർ ഈസ് 10 meter per second. ഇൻഡിജർ ടൈപ്പ് ആണ്. 10 meter per second. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24. A small block slides down top of a hemisphere, radius 3 meter,
height at which block will lose contact with the surface of the sphere. എത്ര ഹൈറ്റിലാണ് കോണ്ടാക്ട് ലൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാം. അസ്യൂം ദർ ഈസ് നോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബ്ലോക്ക് ആൻഡ് ഹെമിസ്ഫിയർ. അപ്പോൾ ആദ്യം തന്നെ ഈ ചിത്രം നോക്കൂ. ചിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. ചിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാം. അപ്പം അതൊന്ന് ഇവിടെ തന്നെ വരയ്ക്കാം അല്ലേ? ഇതിൽ തന്നെ വരച്ചാൽ പോരെ? ഇവിടെ ബ്ലോക്ക് എത്തി, അല്ലെങ്കിൽ വേണ്ട, വേറെ ഒന്ന് വരയ്ക്കാം, വലുതായിട്ട് വരയ്ക്കാം. ഹെമിസ്ഫിയർ, അതിൻ്റെ ബേസ് ഒരു വെർട്ടിക്കൽ വരയ്ക്കുക. ഇവിടെയാണ് ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ആ ബ്ലോക്ക് സ്ലൈഡ് ചെയ്ത് ഏതാണ്ട് അവിടെ എത്തുമ്പോഴാണ് കോണ്ടാക്ട് ലീവ് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്തെ ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഇവിടെ ഒരു നോർമൽ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വെയിറ്റ് ബ്ലോക്കിന്റെ കുത്തനെ താഴേക്കാണ്. അതിന്റെ റെക്ടാങ്കുലർ കോമ്പോണന്റ് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. കേർവ്ഡ് പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോർമൽ ഫോഴ്സ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. 6 ഇതിന്റെ റേഡിയസ് കേട്ടോ. അപ്പോൾ ഇത് mg. ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ആംഗിൾ തീറ്റ. അപ്പോൾ ഇത് mg cos തീറ്റ. അപ്പോൾ കോണ്ടാക്ട് ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ n0. കോണ്ടാക്ട് ലീവ്സ് മീൻസ് നോർമൽ കോണ്ടാക്ട് ഫോഴ്സ് ഇല്ല, കോണ്ടാക്ട് ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്തെഴുതാം? mg cos തീറ്റ ഈക്വൽ ടു mv²/r എന്ന് എഴുതാം. ഇതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. ഫോഴ്സ് ആണ് ഫോഴ്സ് മെത്തേഡ്. ആ ബ്ലോക്ക് കോണ്ടാക്ട് ലീവ് ചെയ്യുന്ന സമയത്തെ ഫോഴ്സുകൾ അടയാളപ്പെടുത്തി അതിൽ കോണ്ടാക്ട് ഫോഴ്സ് n 0 ആണെന്ന് എഴുതാണ്. ഇനി ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും അതിന് കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്യാൻ കാരണം അതിന് പൊട്ടൻഷ്യൽ എനർജി നഷ്ടപ്പെടുന്നതാണ്. എത്ര പൊട്ടൻഷ്യൽ എനർജി നഷ്ടപ്പെട്ടു എന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് വേണ്ടത് ഹൈറ്റ് അറ്റ് വിച്ച്. ആ ഹൈറ്റ് h അടിയിൽ നിന്നുള്ള ഹൈറ്റ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഹൈറ്റിലാണ് കോണ്ടാക്ട് നഷ്ടപ്പെടുന്നത്, h കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള ഹൈറ്റ് എത്രയായിരിക്കും? അത് r - h ആണ്, ടോട്ടൽ റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ബ്ലോക്ക് r - h ദൂരം സഞ്ചരിച്ച് താഴെ എത്തുകയാണ്. മേലെ നിന്ന് ബ്ലോക്ക് താഴെ എത്തുമ്പോൾ അതിന് എത്ര കൈനറ്റിക് എനർജി ആണ് ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞത്? ലോസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഗെയിൻഡ് കൈനറ്റിക് എനർജിയാണ് കേട്ടോ. ലോസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഗെയിൻഡ് കൈനറ്റിക് എനർജി. എത്രയാണ് ലോസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി? mg(r - h). mg(r - h) ആണ് ലോസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ½ mv². ഓക്കെ, അപ്പോൾ ഇതിൽ m ക്യാൻസൽ ചെയ്യാം. നമുക്കിങ്ങനെ എഴുതാം, v² ഈക്വൽ ടു 2g ഇൻറ്റു r - h. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. mg ഇൻറ്റു കോസ് തീറ്റ. ഈ ട്രയാങ്കിളിൽ കോസ് തീറ്റ എന്താണ്? ട്രയാങ്കിളിൽ കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസെന്റ് ബൈ ഹൈപ്പട്ടന്യൂസ്. അഡ്ജസെന്റ് h ആണ്, ഹൈപ്പട്ടന്യൂസ് r ആണ്. അപ്പോൾ h/r, mg ഇൻറ്റു അഡ്ജസെന്റ് h ഹൈപ്പട്ടന്യൂസ് r. ഓക്കെ, mg h/r ഈക്വൽ ടു m/r ഇൻറ്റു v². v² എന്താണ്? 2g ഇൻറ്റു r - h. 2g ഇൻറ്റു r - h. ഇവിടെ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? രണ്ട് ഭാഗത്തുനിന്ന് m ക്യാൻസൽ ചെയ്യാം, g ക്യാൻസൽ ചെയ്യാം, ഒരു r ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് h is equal to 2 into r minus h. h is equal to 2 into r minus h. അല്ലേ? ദാറ്റ് ഈസ് h is equal to 2r minus 2h. അല്ലേ? h is equal to 2r minus 2h. That is 3h is equal to 2r. h plus 2h. 3h is equal to 2r. So h is equal to 2/3r. അപ്പോൾ h 2/3r എന്ന് കിട്ടി. അപ്പോൾ ഈ r - h എത്രയായിരിക്കും? അത് r/3 ആയിരിക്കും. ഇവിടെ r is equal to 3 ആണ്. അപ്പോൾ h is equal to 2/3 into 3. That is equal to 2. So correct answer is 2. Correct answer 2 ആണ്. കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. ട്രൈ ടു ബൈ ഹെഡ്.
ഒരു ഹെമിസ്ഫെറിക്കൽ ബൗളിൻ്റെ ടോപ്പിൽ നിന്നും ഒരു ബ്ലോക്ക് ഫ്രിക്ഷൻ ഇല്ലാതെ തെന്നി താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സ്പീഡ് കൂടി 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 കൈനറ്റിക് എനർജി കൂടി 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 ആ ബ്ലോക്കിൽ നിന്നുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടത്തക്ക തരത്തിൽ ഉള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഗെയിൻ ചെയ്യുകയും കോണ്ടാക്ട് നഷ്ടപ്പെടുകയും ചെയ്യും. ആ കോണ്ടാക്ട് നഷ്ടപ്പെടുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന്, ഫ്ലാറ്റ് ബേസിൽ നിന്ന് അത് 2/3 r ഉയരത്തിലായിരിക്കും, ടോപ്പിൽ നിന്ന് r/3 താഴെ ആയിരിക്കും. ഓക്കെ, കോണ്ടാക്ട് ലീവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ടോപ്പിൽ നിന്നുള്ള ഡെപ്ത് r/3, ഫ്ലാറ്റ് ബേസിൽ നിന്നുള്ള ഹൈറ്റ് 2r/3. മനസ്സിലായല്ലോ? കാണാതെ പഠിച്ചു, പരീക്ഷയ്ക്ക് വരും. അടുത്ത ക്വസ്റ്റ്യൻ 25. ഓട്ടോമൊബൈൽ മാസ് m accelerates starting from origin initially at rest while engine supplies a constant power. Position is given by as a function of time. Position x as a function of time t if power is a constant. Power delivered by the engine is a constant. ഇത് ധാരാളം കണ്ടിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ, പവർ കോൺസ്റ്റന്റ് പ്രോബ്ലം. ഉദാഹരണത്തിന് NCERT ചാപ്റ്റർ വർക്ക് പവർ എനർജിയുടെ ബാക്ക് സൈഡിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സിംഗിൾ ഓപ്ഷൻ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിനെ പറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഡെലിവറിങ് കോൺസ്റ്റന്റ് പവർ പ്രൊപ്പോർഷണൽ ടു t⁻³ എന്നാണ് അതിന്റെ ആൻസർ. എക്സ് പ്രൊപ്പോർഷണൽ ടു t⁻³. അങ്ങനെ നോക്കുമ്പോൾ തന്നെ t⁻²/3 വരുന്ന ഓരോ ഓപ്ഷൻ സി ഉണ്ട്, അതിനെ ഒഴിവാക്കാം. A, B, D ഇതിലേതോ ഒന്നാണ് ആൻസർ. എന്തായാലും നമുക്കത് ചെയ്തു നോക്കാം എങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇതിൽ പവറിന്റെ ഫോർമുല ആദ്യം എഴുതാം. മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഫോഴ്സ്, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ. ഇതിനെ പലതരത്തിൽ നമുക്ക് മാറ്റി എഴുതാം. അതിലൊരു തരത്തിൽ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. m ഇൻറ്റു വി ഇൻറ്റു dv/dt എന്ന് എഴുതുന്നു. ഈ വേരിയബിൾസിനെ ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കൂ. വി ഡി വി ഈക്വൽ ടു p/m dt, ശരിയല്ലേ? വി ഡി വി ഈക്വൽ ടു p/m dt എന്ന് എഴുതും. ഇപ്പോൾ ഇത് ഇന്റഗ്രബിൾ ആണ്, രണ്ട് ഭാഗത്തും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ വി ഡി വി v²/2 p/m t. ദാറ്റ് ഈസ് v ഈക്വൽ ടു √2p/m into t. വെലോസിറ്റി കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് വെലോസിറ്റി അല്ല, വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് ചോദിച്ചാൽ ഇതാ കണ്ടോ, അവിടെ വേറെ ആൻസർ വന്നു. v പ്രൊപ്പോർഷണൽ √t ബിക്കോസ് പവർ കോൺസ്റ്റന്റ്, മാസ് കോൺസ്റ്റന്റ്. v പ്രൊപ്പോർഷണൽ √t അതൊക്കെ എഴുതി വെക്കണം. v പ്രൊപ്പോർഷണൽ t⁻²1/2 ഇഫ് പവർ ഈസ് എ കോൺസ്റ്റന്റ്. പവർ കോൺസ്റ്റന്റ് പ്രോബ്ലം ആണ് കേട്ടോ. പവർ കോൺസ്റ്റന്റ്, വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു √t. വെലോസിറ്റി കിട്ടി. ഇനി അതിൽ നിന്ന് പൊസിഷൻ എത്തണമെങ്കിൽ v യെ നിങ്ങൾ dx/dt എന്ന് എഴുതുക. dx/dt that is √2p/m into t. That is variable separation. √2p/m into t dt. ഇന്റഗ്രബിൾ ആണ്, ഇന്റഗ്രേറ്റ് ചെയ്യുക. x is equal to √2p/m അവിടെ നിൽക്കട്ടെ. ഇന്റഗ്രൽ √t dt. How much? t⁻²1/2 plus 1/2 t⁻³ divided by 3/2. That is x is equal to 2/3 times √2p/m into t⁻³ എന്നിട്ടൊന്നും അങ്ങ് മുട്ടുന്നില്ല അല്ലേ? അപ്പൊ ഈ 2/3 ഉള്ളിലേക്ക് എടുക്കുക. 2² 4, 4 into 2 8, 8/3 ഉള്ളിൽ വന്നു 9, m p t⁻³ ഔട്ട്സൈഡ്. ഇപ്പൊ ശരിയായിട്ടുണ്ടല്ലോ. √8/9 p t⁻³. ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്ന് ചെയ്ത് പഠിക്കുക. എക്സ് പ്രൊപ്പോർഷണൽ t⁻², എക്സ് പ്രൊപ്പോർഷണൽ t⁻³/2. നിങ്ങൾക്ക് ആക്സലറേഷൻ ട്രൈ നോക്കാം. v/t അല്ലേ? അപ്പൊ ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ടു t⁻1/2 മൈനസ് t ആണ്. ദാറ്റ് ഈസ് t⁻−1/2 കേട്ടോ. 3 റിസൾട്ട് ഒന്ന് കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. ഡയറക്റ്റ് ആൻസർ ചെയ്യുക. അപ്പൊ കീമിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ബാഗ് ഓഫ് സാൻഡ് ഓഫ് മാസ് 9.8 kilogram suspended by a rope. Bullet of 200 gram traveling with speed 10 meter per second gets embedded in it. Loss of kinetic energy is. The bullet gets embedded means it's a perfectly inelastic collision. Perfectly inelastic collision. Lost energy നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. Lost energy equal to half m1 m2 by m1 plus m2 into u1 minus u2 whole square. That is half m1 9.8 into m2 0.2 കിലോഗ്രാമിലേക്ക് മാറ്റി. 200 ഗ്രാമിനെ കിലോയിലേക്ക് മാറ്റിയിട്ടുണ്ട്.
divided by m1 plus m2, 9.8 plus 0.2, 9.8 plus 0.2 into u1 minus u2 whole square. u2 second body sandbag റെസ്റ്റിലാണ്, അപ്പോൾ വെലോസിറ്റി ഇല്ല. u1 ഉണ്ട്, u1 10 ആണ്, 10 square, that is 1/2 into 9.8 into 0.2 divided by ഇതെത്ര വരെ 9.8 plus 0.2 10 ആണ്. ഇവിടെ ഒരു 10 സ്ക്വയർ ഉണ്ട് അല്ലേ, 100 ഉണ്ട്. അപ്പോൾ ഈ 10 ഒരെണ്ണം ഇവിടെ പോയി, ഈ 10ഉം 0.2ഉം കൂടി 2 ആയിട്ടുണ്ട്. ആ 2ഉം അടിയിലത്തെ 2ഉം കൂടി വെട്ടിപ്പോയി, ബാക്കി ഒരു 9.8 ബാക്കിയുള്ളൂ. സോ 9.8 ജൂൾ, റൈറ്റ് ഓപ്ഷൻ ബോക്സ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. സോ 26 ആൻസർ ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ 27. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി u I cap കൊളൈഡ്സ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കലി. ഒരെണ്ണം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് വെച്ചു, രണ്ടാമത്തത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. with a mass 3m at rest. It moves with velocity v j cap after collision, where v is given by particle of mass m with initial velocity u I cap collides perfectly elastically with a particle 3m at rest. എല്ലാ തരത്തിലുള്ള കൊളീഷൻസും, അത് ഇലാസ്റ്റിക് ആയാലും ഇൻഇലാസ്റ്റിക് ആയാലും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയാലും എല്ലാം മൊമെന്റം കൺസേർവ്ഡ് ആണ്. ഇവിടെ നമുക്ക് അങ്ങനെ തുടങ്ങാം, ഒക്കെ മൊമെന്റം കൺസർവേഷൻ അങ്ങനെ തുടങ്ങാം. അപ്പോൾ വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെന്റം? ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മാസ് m, അതിന്റെ വെലോസിറ്റി u I cap ആണ്. സോ ഫ്രം മൊമെന്റം കൺസർവേഷൻ m u I cap പ്ലസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കലി അറ്റ് റെസ്റ്റ് 0 ഈക്വൽ ടു ഇറ്റ് മൂവ്സ്. എന്താണ് ഇറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്, ഈ പ്രയോഗം ഇമ്പോർട്ടൻ്റ് ആണ്. എ പാർട്ടിക്കിളാണ് തുടങ്ങിയത്, അപ്പോൾ അതാണ് സബ്ജക്ട്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളാണ്. ഇറ്റ് മൂവ്സ് വിത്ത് വി, അതിന്റെ മാസ് m ആണല്ലോ, എം വി ജെ ക്യാപ്പ് ആണ്. എം വി ജെ ക്യാപ്പ് ആണ് കേട്ടോ, ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. m ആണ് അതിന്റെ മാസ്, ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് m എന്നാണ്. എം വി ജെ ക്യാപ്പ് കഴിഞ്ഞിട്ടില്ല. പ്ലസ് ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതിന്റെ മാസാണ് 3m അല്ലെ. ആദ്യത്തെ ബോഡിയാണ് m മാസ്, രണ്ടാമത്തെ ബോഡിയുടെ ആണ് 3m. അതിനെന്താ പറ്റുക? അതിന്റെ വെലോസിറ്റി എങ്ങോട്ടാണ് നമുക്ക് അറിയില്ല, അത് വി ഡാഷ് ആണ്, 3m വി ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതാണ് എം യു ഐ ക്യാപ്പ് ഈക്വൽ ടു അല്ലേ. ഇനി നമുക്ക് വേണ്ടത് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് യു. അപ്പോൾ വി ഡാഷിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ വി ഡാഷ് എത്രയാണെന്ന് എഴുതാം. വി ഡാഷ് ഈക്വൽ ടു എം ഒക്കെ ത്രൂ ഔട്ട് കട്ട് ചെയ്ത് കളയും. വി ഡാഷ് ഈക്വൽ ടു u/3 I ക്യാപ്പ് മൈനസ് v/3 ജെ ക്യാപ്പ് എന്ന് എഴുതാം. ഈ തരത്തിൽ വി ഡാഷിനെ ശല്യം ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എന്ത്? വി കണ്ടുപിടിക്കാം. പക്ഷേ മൊമെന്റം കൺസർവേഷൻ കൊണ്ട് മാത്രമായില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മൊമെന്റം കൺസർവേഷൻ മാത്രം മതിയായിരുന്നു, അത്രേ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇനി എന്ത് ചെയ്യാം? കൊളീഷൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കൽ ആയതുകൊണ്ട് കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ദാറ്റ് ആഫ്റ്റർ കൊളീഷൻ. കൈനറ്റിക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ കൈനറ്റിക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്തോളൂ. എങ്ങനെ? കൈനറ്റിക് എനർജി ബിഫോർ ഹാഫ് എം യു സ്ക്വയർ പ്ലസ് 0. കൈനറ്റിക് എനർജി സ്കേലാർ ആണ്, അപ്പോൾ അതിന് യു ക്യാപ്പ് ഒന്നും വേണ്ടല്ലോ. ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു 3m ഇൻറ്റു വി ഡാഷ് സ്ക്വയർ അല്ലേ. അപ്പോൾ അതിൽ നിന്നും എം ഒക്കെ കൂടി വെട്ടിക്കളയാം. അപ്പോൾ യു സ്ക്വയർ ബൈ 2 ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 പ്ലസ് 3/2 ഇൻറ്റു വി ഡാഷ് സ്ക്വയർ. ഇതാണ് വി ഡാഷ്. ആ വി ഡാഷിന്റെ വെക്ടർ ഇക്വേഷനാണ്. അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുക. മോഡുലസ് ആണ്, ഇതിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. മോഡുലസ് ഓഫ് വി ഡാഷ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് മോഡുലസ് എന്താ? ax സ്ക്വയർ പ്ലസ് ay സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് യു സ്ക്വയർ ബൈ 9 പ്ലസ് വി സ്ക്വയർ ബൈ ഓക്കെ ഇൻറ്റു 3/2 ഇൻറ്റു വി ഡാഷിന്റെ സ്ക്വയർ. വി ഡാഷിന്റെ സ്ക്വയർ എത്രയാ വരിക? യു സ്ക്വയർ ബൈ 9 പ്ലസ് വി സ്ക്വയർ ബൈ 9. ആ റൂട്ട് വേണ്ട. ഓക്കെ, ഇപ്പൊ നമ്മൾ യുയിലും വിയിലും മാത്രമല്ലേ ഉള്ളൂ. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം. യു സ്ക്വയർ ബൈ 2 ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 3ഉം 9ഉം കൂടി പോയി, അപ്പോൾ യു സ്ക്വയർ ബൈ 6 വന്നു പ്ലസ് ഇവിടെയും 3ഉം
9 കൂടി പോയി. എത്രയാ? വി സ്ക്വയർ ബൈ 6. നമുക്ക് വേണ്ടത് വി ആണ് ഇൻ ടേംസ് ഓഫ് യു. അപ്പോൾ എങ്ങനെ എഴുതാം നോക്കൂ. ഞാൻ അടുത്ത സ്പേസ് യൂട്ടിലൈസ് ചെയ്യാണ്. യു സ്ക്വയർ ബൈ 2, യു സ്ക്വയർ ബൈ 6 ക്ലബ് ചെയ്യുക. യു സ്ക്വയർ ബൈ 2 മൈനസ് യു സ്ക്വയർ ബൈ 6 ഈക്വൽ ടു വി സ്ക്വയർ ബൈ 6 പ്ലസ് വി സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഇവിടെ എത്ര വരെ? ഇവിടെ 6 കോമൺ ആയിട്ട് എടുത്താൽ 3 മൈനസ് 1 2, 2 ബൈ 6 1 ബൈ 3, യു സ്ക്വയർ ബൈ 3 ഈക്വൽസ് ഇവിടെ 6 എടുത്തു, 3 3 പ്ലസ് 1 4, 4 ബൈ 6 2 ബൈ 3, 2 ബൈ 3 വി സ്ക്വയർ. അപ്പോൾ 3 ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് വി ഈക്വൽ ടു യു ബൈ റൂട്ട് 2. വി ഈക്വൽസ് യു ബൈ റൂട്ട് 2. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇത്തിരി ലെങ്തി ആണെങ്കിലും നല്ല ചോദ്യമാണ്. നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ബോർഡിൽ ഇങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ സമയം എടുക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ പകുതി സമയം പോലും എടുക്കില്ല വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കോൺഫിഡൻസോട് കൂടി വീണ്ടും വീണ്ടും ഇത് എഴുതി ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ 28. A proton of mass m collides elastically with a particle of unknown mass at rest. After collision, proton and the unknown particle are seen to be at right angles with each other. Mass of the unknown particle is same as that of proton. It should be a proton. So answer is m. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലായി? ദിസ് ഈസ് എ സോൾവ്ഡ് എക്സാമ്പിൾ ഇൻ NCERT. അതുകൊണ്ടാണ് എനിക്കത് കാണാതെ അറിയുന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? If two identical masses undergo elastic oblique collision. If two identical masses undergo elastic oblique collision, after collision, these two bodies will move at right angles. Okay, the divergence angle of the two will be 90. അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ഒബ്ലിക് ആണെങ്കിൽ, ഒബ്ലിക് 2 ഡയമെൻഷണൽ ആണെങ്കിൽ, മാസുകൾ ഐഡന്റിക്കൽ ആണെങ്കിൽ, കൊളീഷന് ശേഷം ഈ രണ്ട് മാസുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സഞ്ചരിക്കുക. അത് ഞാനൊന്ന് വേണമെങ്കിൽ വേഗം പ്രൂവ് ചെയ്ത് തരാം. നമുക്കൊരു 10-15 മിനിറ്റ് സമയമുണ്ട്. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. ശ്രദ്ധിക്കുക, എങ്ങനെ പഠിക്കാം. മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. ഐഡന്റിക്കൽ മാസസ് ആണ്. m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m. ഇലാസ്റ്റിക് ഒബ്ലിക് m. Second body rest, first body velocity u1. After collision, both the bodies will move at right angles. m. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, മൊമെന്റം കൺസർവേഷൻ. m u1 ഈക്വൽസ് m v1 പ്ലസ് m v2. m ക്യാൻസൽ ചെയ്തോളൂ. u1 ഈക്വൽ ടു v1 പ്ലസ് v2 എന്ന് കിട്ടി. ഓക്കെ, കൈനറ്റിക് എനർജി കൺസർവേഷൻ. ഹാഫ് ഒക്കെ ക്യാൻസൽ ആയി. u1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m, v1 സ്ക്വയർ പ്ലസ് ഹാഫ് m, v2 സ്ക്വയർ. ആ എമ്മും കൂടി ക്യാൻസൽ ചെയ്യാം. മാസുകൾ ഐഡന്റിക്കൽ ആണ് അല്ലേ? ഈ ഫസ്റ്റ് ഇക്വേഷനെ ഒന്ന് സ്ക്വയർ ചെയ്യും. u1 സ്ക്വയർ ഈക്വൽ ടു v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് 2v1 ഡോട്ട് v2 എന്നാണ് കിട്ടുക. ഫസ്റ്റ് ഇക്വേഷനെ സ്ക്വയർ ചെയ്യുക. അതിൽ v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ u1 സ്ക്വയർ ആയതുകൊണ്ട് ഇത് രണ്ടും ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് 2v1 ഡോട്ട് v2 ഈക്വൽ ടു 0. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ v1 ആൻഡ് v2 ആർ പെർപെൻഡിക്കുലർ. ദാറ്റ് ഈസ് this velocity v1, this velocity v2, they are at right angles, their dot product is 0. For oblique elastic collision between two identical masses, after collision both the bodies will be moving at right angles, defining a 90-degree angle between the velocities of their own. അതാണ് 28 കേട്ടോ. അതുകൊണ്ടാണ് അത് മാസ് ഐഡന്റിക്കൽ ആണ് എന്ന് ഞാൻ പറഞ്ഞത്. അടുത്തത് 29. A man of 60 kilogram is running on the road and suddenly jumps into stationary trolley car of mass 120 kilogram. Then trolley car starts moving with velocity 2 meter per second. Velocity of the running man was in meter per second when he jumps into the car. ഒരു ട്രോളി കാർ ഉണ്ട്. അതിലേക്കൊരു ആള് ഓടി വന്ന് ചാടുന്നു. അയാളുടെ മാസ് 60 കിലോ ആണ്.
അയാൾ ഓടുന്ന വെലോസിറ്റി v ആണ്, അറിയില്ല. ഈ ട്രോളിയുടെ മാസ് 120 കിലോ ആണ്. ഓക്കെ, ചാടിയതിന് ശേഷം എന്താണ് സംഭവിക്കുക നോക്കൂ. ഈ ട്രോളി കാറും അയാളും കൂടി പോവാണ്, ഒരുമിച്ച് പോവുക. ആ ടോട്ടൽ മാസ് എത്രയാണ്? 120 + 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 കിലോഗ്രാം ആണ്. ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സുകളിലും മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ? ഫൈനൽ മൊമെന്റം, ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം 180 ഇൻറ്റു വെലോസിറ്റി. ഇതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, രണ്ടാൾക്കും ഒരു കോമൺ വെലോസിറ്റിയാണ് 2 മീറ്റർ പെർ സെക്കൻഡ്. 180 ഇൻറ്റു 2 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റിയിലെ പോവാ. ഓക്കെ, ഇനി ഇനീഷ്യൽ മൊമെന്റ് എന്താണ്? ഇത് റെസ്റ്റിലാണ്, ട്രോളി കാർ റെസ്റ്റിലാണ്, ആ ആള് മാത്രമാണ് ഓടുന്നുള്ളൂ. അയാളുടെ മാസ് 60 ആണ്, അയാളുടെ വെലോസിറ്റി v ആണ്. സോ v ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ്. സോ കറക്റ്റ് ആൻസർ ഈസ് 6. ഇവിടെ ഉപയോഗിച്ച പ്രിൻസിപ്പിളും എന്ത് തന്നെയാണ്? മൊമെന്റം കൺസർവേഷൻ. സോ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് മൊമെന്റം കൺസർവേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Possibly, most probably last. A body of mass 2 kg makes an elastic collision with a second body at rest and continues to move in the original direction but with 1/4 of the original speed. What is the mass of the second body? ഇത് ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഓക്കെ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മൊമെന്റം കൺസേർവ്ഡ് ആണ്. അപ്പോൾ m1u1 സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, m1v1 പ്ലസ് m2v2. ഓക്കെ, ദാറ്റ് ഈസ് m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് m1u1 സ്ക്വയർ ഈക്വൽ ടു m1v1 സ്ക്വയർ പ്ലസ് m2v2 സ്ക്വയർ. ശ്രദ്ധിക്കുക, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. m1 into u1 square minus v1 square equal to m2 into v2 square. Equation number 2. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യൂ. ഓക്കെ, ഇത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതിനെ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതിയാൽ ആ എ മൈനസ് ബി പാർട്ട് ക്യാൻസൽ ആവും. ഡിവൈഡ് ചെയ്യുമ്പോൾ m1 ഉം m2 ഉം രണ്ട് ഭാഗത്തു നിന്ന് പോകും. ഇവിടുന്ന് ഒരു v2 ഉം ക്യാൻസൽ ആവും. ഇവിടെ വരിക v2 മാത്രമാണ്. ഇവിടെ വരുന്ന ഏതാ? u1 മൈനസ് v1 ക്യാൻസൽ ആവും, u1 പ്ലസ് v1. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട്. ഇത് നമ്മൾ ആറ്റിക്കുറുക്കി എടുക്കുക എന്നൊക്കെ പറയില്ല പഴയ ആളുകൾ എന്ന് പറഞ്ഞ പോലെയാണ്. കൺസർവേഷൻ ഓഫ് മൊമെന്റവും കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജിയും കൂടി ആറ്റിക്കുറുക്കി എടുത്ത റിസൾട്ട് ആയതുകൊണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാണാതെ പഠിക്കണേ. സോ v2 മൈനസ് v1 ഇസ് ഈക്വൽ ടു u1 എന്നാണ് ഇതിൽ നിന്ന് കിട്ടുക. v2 മൈനസ് v1 ഈക്വൽ ടു u1 എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ബോഡി ബിഫോർ കൊളീഷൻ. വേണമെങ്കിൽ സെക്കൻഡ് ബോഡി റെസ്റ്റിൽ അല്ലായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്കത് ഇങ്ങനെ കിട്ടുമായിരുന്നേനെ. പക്ഷേ NCERT സെക്കൻഡ് ബോഡി റെസ്റ്റ് ഉള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എന്നാലും v2 മൈനസ് v1 ഈക്വൽ ടു u1 മൈനസ് u2. ഓക്കെ, ഇത് സോൾവ് ചെയ്യാൻ ഇത് എൻ്റെ കംപ്ലീറ്റ് തിയറി ആവശ്യമില്ല, ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാനതൊന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. അപ്പോൾ v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ u1 മൈനസ് u2 ഈക്വൽ ടു 1 ആണ്. അതൊരു കോയഫിഷ്യൻ്റ് ആണ്. എൻ്റെ പേര് ഓർമ്മയുണ്ടോ? അതാണ് കോയഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, കോയഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. കോയഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോയഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ v2 മൈനസ് v1 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ആണ്. u1 മൈനസ് u2 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ്. That can be, this definition can be used for both one-dimensional and oblique collisions. അപ്പോൾ ഇതാണ് റെസ്റ്റിറ്റ്യൂഷൻ കോയഫിഷ്യൻ്റ് അഥവാ കോയഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഇലാസ്റ്റിക് ആണെങ്കിൽ അത് 1 ആണ്, പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് ആണെങ്കിൽ 0. ഇനി ഇനിലാസ്റ്റിക് ആണെങ്കിൽ അത് 0യ്ക്കും 1നും ഇടയിലായിരിക്കും. ഈ ഒന്നിനേക്കാൾ വലിയ കൊളീഷൻസിനെയാണ് പൊതുവെ സൂപ്പർ ഇലാസ്റ്റിക് കൊളീഷൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കൊളീഷൻ കോയഫിഷ്യൻ്റ് ഇയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കൊളീഷൻ ഇൻഡെക്സ് ആണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൊളീഷനുകളെ പഠിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് നോക്കൂ, v2 v1 റിലേഷൻ ഉണ്ടല്ലോ. ഓക്കെ, അതിൽ
ഫസ്റ്റ് ഇക്വേഷനിൽ V2വിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ V2വിനെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് V1. അത് ചെയ്ത് നോക്കൂ. ആ റിസൾട്ട് ഞാൻ എഴുതാം. V1 is equal to M1 minus M2 divided by M1 plus M2 into U1. ഇനി ആ V1നെ ഈ ലാസ്റ്റ് ഇക്വേഷനിൽ എഴുതിയാൽ നിങ്ങൾക്ക് V2 ഇങ്ങനെ കിട്ടും. 2M1 by M1 plus M2 into U1. ഇതും തീർച്ചയായും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഒറ്റ ഫോർമുല മതിയായിരുന്നു ഇത് സോൾവ് ചെയ്യാൻ. ഞാൻ സമയമുള്ളത് കൊണ്ട് മാത്രം എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ വർക്കാവുക നോക്കൂ. ആൻഡ് കണ്ടിന്യൂസ് ടു മൂവ് ഇൻ ഒറിജിനൽ ഡയറക്ഷൻ ബട്ട് വിത്ത് 1/4 ഓഫ് ഒറിജിനൽ സ്പീഡ്. കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റിയാണ് V1. അത് കൊളീഷന് മുൻപുള്ള ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റിയാണ് U1. അതിൻ്റെ 1/4 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ V1 ഈക്വൽ ടു U1/4. മനസ്സിലായോ? കൊളീഷന് മുൻപ് ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി U1 ആയിരുന്നു. കൊളീഷന് ശേഷം അത് 1/4 ആയി. V1 ഈക്വൽ ടു U1/4. M1 മൈനസ് M2. ഈ M1 തന്നിട്ടുണ്ടല്ലോ, M1 2 കിലോ മൈനസ് M2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് M2 ആണ് ഇൻറ്റു U1. U1 ക്യാൻസൽ ആയി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 8 മൈനസ് 4M2 ഈക്വൽ ടു 2 പ്ലസ് M2. That implies 5M2 equal to 6. So M2 equals 1.2. 6 by 5. 6 by 5 is 1.2. ഓക്കെ, ഒരു 5 മിനിറ്റോടെ സമയമുണ്ട്. അപ്പോൾ ഞാനതൊന്ന് റിവൈസ് ചെയ്യാം, വേഗം റിവൈസ് ചെയ്യാം. എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം മുതലുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സമയമില്ല. ഒന്ന് ഓടിച്ച് നോക്കി പോവാം. ആദ്യം മുതലുള്ള ക്വസ്റ്റ്യൻസ് ചെറിയൊരു റിവിഷൻ പോലെ. 500 gram moves x-axis, velocity 10 root x, force is equal to ma, acceleration a is equal to v dv by dx. So force is equal to mv dv by dx യൂസ് ചെയ്ത ഒരു നല്ല ചോദ്യമാണത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ആദ്യം നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് 4 കിലോഗ്രാമിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ടെൻഷൻ്റെ ഫോർമുല എഴുതി. ടെൻഷൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? mg sin 60 മൈനസ് ma. അങ്ങനെ ടെൻഷൻ കണ്ടുപിടിച്ചു. അത് കൺഫ്യൂസിങ് ഓപ്ഷൻസ് ആയിരുന്നു, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. 20 സെക്കൻഡ് നേരം 20 കിലോ മാസുള്ള ഒരു ബോഡിയിൽ ഫോഴ്സ് എക്സർട്ട് ചെയ്തു. അതിലും 2 ആസ്പെക്ട്സ് ഉണ്ട്. 2 ആൻസറുകൾ അതിൽ പോസിബിൾ ആണ്. ഒന്ന് ഫ്രിക്ഷൻ ഇല്ലെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടെങ്കിലും. ഫ്രിക്ഷൻ ഇല്ല എന്നുള്ളതാണ് NTIയുടെ കീ. അതാണ് ആൻസർ ഡി. അതും പറഞ്ഞിട്ടുണ്ട്, മറ്റേ കീ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു റോളർ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിലേക്ക് 200 ന്യൂട്ടൺ ചെരിഞ്ഞു കൊടുക്കുക. ഇതിൽ പഠിച്ച പ്രധാനമായിട്ടുള്ള കാര്യം പുള്ളിങ് ഈസ് ഈസിയർ ദാൻ പുഷിങ് എന്നുള്ളതാണ്. ഇവിടെ പുള്ളിങ് അല്ല. പുഷിങ് ആകുമ്പോൾ നോർമൽ ഫോഴ്സ് കൂടുതലായിരിക്കും. ഇവിടെ എത്ര കൂടി? F sin 30 കൂടി, F sin θ കൂടിയിട്ടുണ്ട്. ആ തീറ്റയാണ് ആംഗിൾ ഓഫ് പുള്ളിങ്. ആ തീറ്റ ആംഗിൾ ഓഫ് ഫ്രിക്ഷനോട് ഈക്വൽ ആവുകയും ആ പുഷിങ് മാറ്റി പുള്ളിങ് ആക്കുകയും ചെയ്താൽ വളരെ ചുരുങ്ങിയ ഫോഴ്സ് കൊണ്ട് ഇതിനെ വലിച്ചു കൊണ്ടുപോകാൻ കഴിയും, എത്ര ഹെവി ആണെങ്കിലും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു റോപ്പിൽ ഒരു മങ്കി 50 കിലോ ഉള്ള ഒരു മങ്കി വെറുതെ തൂങ്ങിക്കിടന്നാൽ പോലും അത് പൊട്ടിപ്പോകും. കാരണം അതിന് പരമാവധി 350 ന്യൂട്ടനെ പറ്റും. അതിൽ 50 കിലോ തൂങ്ങിക്കിടന്നാൽ 500 ന്യൂട്ടൺ വരും, പൊട്ടിപ്പോകും. പക്ഷെ മങ്കിക്ക് താഴേക്ക് ആക്സലറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഇതിന് കണ്ടുപിടിച്ചു. എത്ര മിനിമം ആക്സലറേഷൻ എങ്കിലും പോകണം? 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നിങ്ങൾ നോക്കിയാൽ മതി, വീഡിയോ പിന്നെ കാണുക. 3 കൂടിയാൽ കുഴപ്പമില്ല, പൊട്ടില്ല. പക്ഷെ 3 കുറഞ്ഞ ഏത് ആക്സലറേഷനിൽ മങ്കി സ്ലൈഡ് ഡൗൺ ചെയ്താലും റോപ്പ് പൊട്ടും. അതിൽ കറക്റ്റ് ആൻസർ മുകളിലേക്ക് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും പൊട്ടും എന്നുള്ളതാണ്. അതാണ് കൂടുതൽ കറക്റ്റ്, സി. അടുത്ത ക്വസ്റ്റ്യൻ. 0.15 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോള് ഒരു വോളിൽ പോയി ഇടിക്കുകയാണ്. അത് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നു. ഫോഴ്സ് 100 ന്യൂട്ടനാണ്. എത്രയാണ് കൊളീഷൻ ടൈം? ബോളും തമ്മിൽ കോണ്ടാക്റ്റിലിരിക്കുന്ന വളരെ ചെറിയ ടൈം ഇൻ്റർവൽ ന്യൂട്ടൺ സെക്കൻഡിലുമാണ്. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ് ആവറേജ് ഫോഴ്സിൻ്റെ ഫോർമുല. 2mv/t ആണ് ഫോഴ്സ്, 2mv/f ആണ് ടൈം. ടൈം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം ആയിരുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, 10 ബോളുകളുണ്ട്, അതിൽ 6 കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്, ബാക്കി 4 ടേബിളിന് മേലെ. 6ാമത്തെ ബോൾ ലീവ് ചെയ്യുന്ന സമയത്ത് 7ാമത്തെ 8ാമത്തെയും ബോളുകൾക്കിടയിലുള്ള ടെൻഷൻ എത്രയാണ്, ആക്സലറേഷൻ എത്രയാണ്? ഇതൊക്കെ നമ്മൾ ചെയ്തു. നെറ്റ് ഫോഴ്സ് ബൈ മാസ് ആണ് ആക്സലറേഷൻ. പിന്നെ ടെൻഷൻ മാസ് ബിഹൈൻഡ് ഇൻറ്റു ആക്സലറേഷൻ യൂസ് ചെയ്ത് ടെൻഷനും കണ്ടുപിടിച്ചു. അടുത്തത് ടാൻജന്റ് ലോയുടെ വളരെ സൂപ്പറായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്ന ചോദ്യമായിരുന്നു. അത് നിങ്ങൾ നന്നായിട്ട് ഒന്നുകൂടി വീഡിയോ കണ്ടു നോക്കുക. അതിലെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും പറയാൻ തുടങ്ങിയാൽ ഒരുപാട് സമയം വേണ്ടി വരും, നമ്മുടെ ഈ സമയത്തിൽ തീരില്ല. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ന്യൂട്ടൺ സെക്കൻഡ് ലോ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൽ ഇമ്പൾസ് മൊമെൻറ്റം തിയറം, ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഞാനിങ്ങനെ ഓരോ പേജ് ബൈ പേജ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു റിവിഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ വെറുതെ വെക്ടർ റെസൊല്യൂഷനാണ്. ടെൻഷനെ റിസോൾവ് ചെയ്താൽ അത് വെയിറ്റുമായി ഇക്വേറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യനിൽ നല്ല ക്വസ്റ്റ്യനാണ്, റെസൊല്യൂഷൻ തന്നെയാണ്. ഫോഴ്സിൻ്റെ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ മുകളിലേക്കുള്ള കോമ്പണൻ്റ് ആണ് താഴേക്കുള്ള വെയിറ്റിൻ്റെ കോമ്പണൻറ്റ്. അടുത്തത് റിസൾട്ടൻ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ √(n² + F(k²) ആണ്. ഫ്രിക്ഷൻ്റെയും നോർമൽ കോണ്ടാക്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും റിസൾട്ടൻ കോണ്ടാക്ട് ഫോഴ്സ്. അടുത്തത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് P, 10 ന്യൂട്ടൺ. അതെങ്ങനെയാണ് ഒരു വെർട്ടിക്കൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുക ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എന്നാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നല്ല ചോദ്യമാണ്, ഒന്നുകൂടി നോക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഷോർട്ട് കട്ട് ഉണ്ട്. μ = tan θ × n-1/n+1 ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന ചോദ്യമാണ്. ഈ ഷോർട്ട് കട്ട് പഠിച്ചു വെക്കുക, മുഴുവൻ സ്റ്റെപ്പ് ചെയ്യാനൊന്നും പരീക്ഷയ്ക്ക് സമയം കിട്ടില്ല. അടുത്തത് ഒരു പാരബോളിക് പാത്താണ്. അതിലൊരു ബ്ലോക്കിനെ എത്ര ഉയരത്തിൽ വരെ പരമാവധി വെക്കാം, ആ പാരബോളയുടെ ആ പോയിന്റിലെ സ്ലോപ്പ് എടുക്കുക. ആ സ്ലോപ്പ് ആയിരിക്കും tan θ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ എക്സ് വാല്യൂ കിട്ടി, എക്സ് കോർഡിനേറ്റ് കിട്ടി, വൈ കിട്ടാൻ വേണ്ടി ഇക്വേഷനിൽ x²/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വളരെ എളുപ്പമാണ്. അടുത്തത് വർക്ക് എനർജി തിയറമാണ്. വർക്ക് ഡൺ ബൈ നെറ്റ് ഫോഴ്സ് അപ്പിയേഴ്സ് ആസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ വീണ്ടും ഇന്റഗ്രൽ എഫ് ഡി എക്സ്, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. എക്സും വൈയും വേരിയബിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടേബിളിന്റെ ഒരറ്റത്ത് ഒരു ചെയിനിന്റെ കുറച്ച് ഭാഗം ഹാങ്ങിങ് ആണ്, സം പാർട്ട്. ആ ഹാങ്ങിങ് പാർട്ടിനെ കൂടി ടേബിളിന് മുകളിലേക്ക് കയറ്റാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? mgl/2n². അതൊരു ഷോർട്ട് കട്ടായിട്ട് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. അടുത്തത് കൺസർവേറ്റീവ് ഫോഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഇക്വിലിബ്രിയം. അടുത്തത് ആ മാസിനെ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് കൊണ്ട് വലിക്കുമ്പോൾ മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക ഇക്വിലിബ്രിയത്തിലായിരിക്കും. എനർജി കൺസർവേഷൻ ആണ് അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ ചെയ്തത്. അടുത്തതും കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവിടെ മൊമെന്റം കൺസർവേഷനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആൻസർ നമുക്ക് കിട്ടിയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ മൊമെന്റം കൺസർവേഷൻ അല്ല, അത് എനർജി കൺസർവേഷനാണ് അടുത്തത് അല്ലേ. ആ റിസൾട്ട് കാണാതെ പഠിക്കുക. r/3 ഡെപ്തിൽ താഴെ 2r/3 ബേസിൽ നിന്ന് ആണ് ആ ബ്ലോക്ക് ഹെമിസ്ഫെറിക്കൽ ഫ്രിക്ഷൻലെസ് ബൗളിന് കോണ്ടാക്ട് നഷ്ടപ്പെടുക താഴേക്ക് തെന്നുമ്പോൾ. അടുത്തത് പവർ കോൺസ്റ്റന്റ് പ്രോബ്ലം ആണ്. x പ്രൊപ്പോർഷണൽ t⁻², v പ്രൊപ്പോർഷണൽ t⁻², a പ്രൊപ്പോർഷണൽ t⁻−1/2. ആ റിസൾട്ട് എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക പഠിക്കുക. ലോസ്റ്റ് എനർജി ഇൻ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മൊമെന്റം കൺസർവേഷനും കൈനറ്റിക് എനർജി കൺസർവേഷനും ചേർന്നിട്ടാണ് ഈ കൊളീഷൻ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്ലിക് ഇലാസ്റ്റിക് കൊളീഷൻ, ഐഡന്റിക്കൽ മാസസ് ആഫ്റ്റർ കൊളീഷൻ ഡൈവർജൻസ് ആംഗിൾ ഈസ് 90°. എന്നെ പ്രൂഫ് ചെയ്ത് തന്നുണ്ട്. അടുത്തത് മൊമെന്റം കൺസർവേഷൻ മാത്രമായിരുന്നു. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൊമെന്റം കൺസർവേഷനിൽ നിന്നാണ്. എന്നാലും ആ ഷോർട്ട് കട്ട് ഫോർമുല പറഞ്ഞു തന്ന ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് തന്നെ ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫിസിക്സ് ഡിസ്കഷൻ കഴിയുകയാണ്. ഇനി മാത്തമാറ്റിക്സ് ആയിരിക്കും. താങ്ക് യു.
Then the first question. Start again. Hello children. And we will discuss limits, continuity, differentiability. Okay. Limits, continuity, differentiability. This is ഓരോ കൺസെപ്റ്റ്സും ഈ കൺസെപ്റ്റ്സിലെ questions-ഉം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഈ കൺസെപ്റ്റ്സ് റിപ്പീറ്റ് ചെയ്യും കേട്ടോ മക്കളെ. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. 56ാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 e raised to. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് what is the value of limit x tends to 0 ax square plus bx plus c divided by x is equal to 5 ആണെങ്കിൽ what is the value of a, b and c? What is the answer? What is the value of a? What is the value of b? What is the value of c? Concept എന്താണ്? ഇവിടെ നോക്കൂ, a x square plus bx plus c by c. ഇത് 5 ആണ് ആൻസർ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, a x square by x that is ax plus bx by x that is b plus c by x അല്ലേ? ലിമിറ്റ് x tends to 0. ഇതാണ് 5. റൈറ്റ്. അപ്പോൾ ഇവിടെ x 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇത് എന്തായാലും 0ലേക്ക് ടെൻഡ് ചെയ്യും. എ എന്തായാലും, എക്ക് എന്ത് വാല്യൂ ആയാലും പ്രശ്നമല്ല. അപ്പോൾ ഇതെന്തായാലും 0. അപ്പോൾ എ ക്യാൻ ബി എനി റിയൽ നമ്പർ. ഈ എ പറയുന്നത് ഏത് റിയൽ നമ്പർ ആണെങ്കിലും വർക്ക് ചെയ്യും. എ ക്യാൻ ബി എനി റിയൽ നമ്പർ. റൈറ്റ്. ഇനി ഈ ബിയുടെ വാല്യൂ ആയിരിക്കും 5. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 5. ബിയുടെ വാല്യൂ 5 ആയിരിക്കും അല്ലേ? ഈ ബിയുടെ വാല്യൂ 5 ആയിരിക്കും. ഈ സി ബൈ എക്സിൻ്റെ പ്രത്യേകത എന്താ? ഈ ലിമിറ്റ് x 0 സി ബൈ എക്സിൻ്റെ വാല്യൂ എന്താ മക്കളെ? x 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പം താഴെ 0 ആവും. അപ്പോൾ സി ബൈ 0, എ നമ്പർ ബൈ 0 എന്താ? താഴെ 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പം ദാറ്റ് വിൽ ഗോ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഇൻഫിനിറ്റിലേക്ക് ടെൻഡ് ചെയ്യും. ഇൻഫിനിറ്റി പ്ലസ് എ ഫൈനൈറ്റ് വാല്യൂ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ 5 ആയതുകൊണ്ട് ഇത് എന്താവണം? ഇത് ലിമിറ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പേ അത് 0 ആവണം അല്ലേ? അതായത് സി ബൈ എക്സ് ഷുഡ് വാനിഷ് ബിഫോർ ലിമിറ്റ് ഗെറ്റ് അറ്റാച്ച്ഡ് വിത്ത് സി ബൈ എക്സ്. ഈ ലിമിറ്റ് സി ബൈ എക്സ് ആയിട്ട് അറ്റാച്ച്ഡ് ആവുന്നതിൻ്റെ മുമ്പേ സി 0 ആവണം. എന്ന് വെച്ചാൽ സി 0 ആവണം. സി 0 ആയിട്ടില്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റി ആവും, ഇത് 5 ആവില്ല. ഇസ് ദാറ്റ് ക്ലിയർ? അതായത് ഇതിൻ്റെ വാല്യൂ എക്സ്, ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ എക്സിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ആൻസർ. അപ്പോൾ ബിയുടെ വാല്യൂ 5 ആയിരിക്കും. ഈ എക്സിൻ്റെ വലിയ പവേഴ്സ് എന്തായാലും വിരോധമില്ല. കണ്ടോ, എക്സിൻ്റെ വലിയ പവേഴ്സ് എന്തായാലും വിരോധമില്ല. എ എന്തായാലും കുഴപ്പമില്ല, കാരണം എ ഇസ് അതൊക്കെ വാനിഷ് ചെയ്യാനുള്ളതാണ്. ഈ എക്സിൻ്റെ താഴെയുള്ള പവറാണ് സി. കണ്ടോ, സിയുടെ പവർ സി ബൈ എക്സ്. ഈ സി ഉണ്ടല്ലോ, അതാ ഈ സി 0 ആവണം. അതായത് എന്താണോ എക്സിൻ്റെ പവർ, ആ പവറിൻ്റെ ന്യൂമറേറ്ററിലുള്ള കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഉത്തരം. എക്സിൻ്റെ താഴെയുള്ള പവേഴ്സ് വാനിഷ് ചെയ്യണം. എക്സിൻ്റെ മേലെയുള്ള പവേഴ്സ് എന്തായാലും വിരോധമില്ല. ഇതാണ് കൺസെപ്റ്റ്. ഞാൻ ഇതേ ചോദ്യം വേറൊരു രീതിയിലും കൂടി ഇന്റർപ്രറ്റ് ചെയ്യാം. സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 ax cube plus bx square plus cx plus d divided by x square is equal to 5 അല്ലെങ്കിൽ is equal to 4. What is the value of a, b, c and d? ഒന്ന് നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. വാട്ട് ക്യാൻ ബി ദ വാല്യൂസ് ഓഫ് എ, ബി, സി ആൻഡ് ഡി? ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് റെസ്പോണ്ട് ടു ദിസ്. എ എക്സ് ക്യൂ പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി ബൈ എക്സ് സ്ക്വയർ. അപ്പം ഇവിടെ ഐഡിയ എന്താ? ഈ എക്സ് ഡിനോമിനേറ്ററിൻ്റെ എക്സിൻ്റെ പവർ സ്ക്വയർ ആണ്. ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഉത്തരം. അപ്പം ബിയുടെ വാല്യൂ 4 ആയിരിക്കും. റൈറ്റ്. ഈ എക്സ് സ്ക്വയറിൻ്റെ താഴെയുള്ള പവേഴ്സ്, എക്സ് സ്ക്വയറിൻ്റെ താഴെയുള്ള എക്സിൻ്റെ പവർ ഏതാ? എക്സിൻ്റെ പവർ കോൺസ്റ്റന്റ് അല്ലേ? അപ്പം എക്സിൻ്റെ പവർ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും 0 ആയിരിക്കും, കോൺസ്റ്റന്റും 0 ആയിരിക്കും. അതായത് എന്താണോ ഡിനോമിനേറ്ററിലെ എക്സിൻ്റെ പവർ,
അതിൻ്റെ മുകളിലുള്ള എക്സിൻ്റെ പവറിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും ഉത്തരം. ഈ എക്സിൻ്റെ പവറിൻ്റെ താഴെയുള്ള കോയിഫിഷ്യൻസ് 0 ആയിരിക്കും. മേലെയുള്ള കോയിഫിഷ്യൻസ് എ എന്തായാലും വിരോധമില്ല. എ ക്യാൻ ബി എനി റിയൽ നമ്പർ. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മക്കളെ? ഇസ് ദാറ്റ് ഓക്കെ? അപ്പോൾ ഈ പ്രോബ്ലം ഇതിൻ്റെ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇതിന് മുമ്പേ ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ, ലിമിറ്റിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് 2-3 കാര്യങ്ങളോട് പറയാം. സം സ്പെഷ്യൽ സീരീസ് ഉണ്ട്. ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ, ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷൻ, സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ, കോസ് എക്സിൻ്റെ എക്സ്പാൻഷൻ, ലോഗ് 1 പ്ലസ് എക്സിൻ്റെ എക്സ്പാൻഷൻ, ലോഗ് 1 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷൻ. ഇത്രയും എക്സ്പാൻഷൻസ് നിങ്ങളൊന്ന് പഠിച്ചാൽ നല്ലതാണ്. എന്താ ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ? ഇറ്റ് ഈസ് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടർ പ്ലസ് എക്സെട്ര. ഇതാണ് ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്താ? എക്സിന് പകരം മൈനസ് എക്സ് വെച്ചാൽ മതി, കുഴപ്പമില്ല. സൈൻ എക്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടർ പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടർ. It will go on like that. Cos x 1 minus x square by 2 factorial plus x raised to 4 by 4 factorial അങ്ങനെ പോകും, minus etc. It will go on like that. Log 1 plus x in the expansion, x minus x square by 2 plus x cube by 3 minus etc. It will go on like that. ബാക്കി ഈ രണ്ടെണ്ണം ഞാൻ എഴുതാത്തതിൻ്റെ കാരണം ഇ റേസ് ടു മൈനസ് എക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സിന് പകരം മൈനസ് എക്സ് വെച്ചാൽ മതി. അപ്പോൾ വാട്ട് വിൽ ബി ദ എക്സ്പാൻഷൻ ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ്? ഇറ്റ് വിൽ ബി 1. എക്സിന് പകരം മൈനസ് എക്സ് വയ്ക്കാം, മൈനസ് എക്സ് ബൈ 1 ഫാക്ടർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടർ അങ്ങനെ പോകും, മൈനസ് എക്സെട്ര. അതുപോലെ ലോഗ് 1 മൈനസ് എക്സ് എന്തായിരിക്കും? എക്സിന് പകരം മൈനസ്, എല്ലാം മൈനസ് ആവും. ഇറ്റ് ഈസ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സെട്ര. അപ്പോൾ ഈ ഞാൻ മഞ്ഞയിൽ എഴുതിയത് പഠിക്കണം എന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി. അപ്പോൾ തൽക്കാലം ഈ 4 റിസൾട്ട്സ് കാണാതെ പഠിക്കുക. 1 2 3 4 റിസൾട്ട്സ് കാണാതെ പഠിക്കുക. ഇസ് ദാറ്റ് ക്ലിയർ മക്കളെ? ഈ 4 റിസൾട്ട് വൃത്തിയിൽ പഠിക്കുക. നൗ അപ്ലൈ ദിസ് റിസൾട്ട് ഹിയർ. എങ്ങനെ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം നോക്കാം. ഇ പവർ എ എക്സ് നോക്കൂ, ഇവിടെ സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0. ഡിനോമിനേറ്റർ എന്തായിരിക്കും വരിക? വാട്ട്സ് ദ ഡിനോമിനേറ്റർ? ഇറ്റ് ഇസ് 1 മൈനസ് നോക്കൂ, ഇവിടെ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 0/0 ആണ്. 0/0 ഈ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആകുമ്പോഴാണ് എലോപ്പറ്റിൽ ലിമിറ്റ് ഉപയോഗിക്കേണ്ടത് അല്ലേ? 0/0 ഫോം ആണ്, കണ്ടോ? എക്സ് 0 ആകുമ്പോൾ ഇവിടെ 0 ആണ്, മുകളിലും 0 ആണ്. അപ്പോൾ 1 മൈനസ് കോസ് 2x എന്താ മക്കളെ? 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. 2 സൈൻ സ്ക്വയർ എക്സ്, റൈറ്റ്? ന്യൂമറേറ്റർ എന്താ വരിക? ഇ റേസ് ടു എ എക്സ്. ഇ റേസ് ടു എ എക്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എന്താ കിട്ടുക? 1 പ്ലസ് എ എക്സ് ബൈ 1 ഫാക്ടർ പ്ലസ് ax സ്ക്വയർ ബൈ 2 ഫാക്ടർ ഇങ്ങനെ പോകും, മൈനസ് എക്സെട്ര. ഇറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് ദാറ്റ്. ഇനി കോസ് ബി എക്സ്. അപ്പോൾ ഇവിടെ നോക്കൂ, താഴെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ താഴെ സൈൻ സ്ക്വയർ എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ ഇത് 1 ആവും. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു എക്സ് സ്ക്വയർ എഴുതിക്കൂടെ നമുക്ക്? ഇതിൻ്റെ താഴെ ഒരു എക്സ് സ്ക്വയർ. യു ആർ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കൂ, മുകളിൽ എക്സ് സ്ക്വയർ ടേം വരെ എഴുതിയാൽ മതി, റൈറ്റ്? അപ്പോൾ കോസ് ബി എക്സ് എന്തായിരിക്കും? 1 മൈനസ്, ഇവിടെ മൈനസ് ആണ്, മൈനസ് കോസ് ബി എക്സ് എന്താ? 1 മൈനസ് ബി എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടർ. അവിടെ വരെ മതി, സ്ക്വയർ വരെ മതി, പ്ലസ് എക്സെട്ര. പിന്നെ മൈനസ് സി എക്സ് ബൈ 2 ഇൻറ്റു എന്താണ്? ഇ പവർ മൈനസ് സി എക്സ്. ഇ പവർ മൈനസ് സി എക്സ് എന്താ? 1 മൈനസ് സി എക്സ് ബൈ 1 ഫാക്ടർ. ഇത് മതി, കാരണം എന്താ? സി എക്സും ഈ സി എക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ സി എക്സ് സ്ക്വയർ വരും. എക്സ് സ്ക്വയർ ടേം വരെ എഴുതിയാൽ മതി. ഇനി ഇങ്ങനെ പോവും, അത് എഴുതണ്ട. ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 17 വാല്യൂ 70. നൗ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ? 2 ആണ്. സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്, 2 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആകുമ്പം എന്താ വരിക? 2 വരും, താഴെ 2 വരും. അപ്പം ആക്ച്വലി ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് വാല്യൂ ഓഫ് ദിസ് ലിമിറ്റ് വിൽ ബി എന്താവും?
ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കും ഉത്തരം അല്ലേ? ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യൻ എന്താ? ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കും ഉത്തരം. എക്സ് സ്ക്വയറിന്റെ താഴെയുള്ള പവേഴ്സ് ഒക്കെ വാനിഷ് ചെയ്യണം. എക്സ് സ്ക്വയറിന്റെ ബിഗർ പവേഴ്സ് എന്തായാലും വിരോധമല്ല, റൈറ്റ്? അപ്പൊ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യൻ എന്താ? ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യൻ എന്താ? എ സ്ക്വയർ ബൈ 2 അല്ലേ? എ സ്ക്വയർ ബൈ 2. പിന്നെന്തുണ്ട്? എ സ്ക്വയർ ബൈ 2 ഉണ്ട്. ഇവിടെ കണ്ടോ? ബി എക്സ് സ്ക്വയർ അപ്പൊ അവിടെ മൈനസ് ഉണ്ട്, പ്ലസ് വരും. പ്ലസ് ബി സ്ക്വയർ ബൈ 2, റൈറ്റ്? പിന്നെ കണ്ടോ ഇവിടെ സി എക്സ് ബൈ 2 അപ്പൊ പ്ലസ് സി സ്ക്വയർ ബൈ 2 ഷുഡ് ബി വാട്ട്? 17. ഇതൊരു റിലേഷൻ അല്ലേ മക്കളെ? ദിസ് ഇസ് വൺ റിലേഷൻ. എ സ്ക്വയർ ബൈ 2, ദിസ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കും ഉത്തരം. എക്സ് സ്ക്വയറിന്റെ ഹയർ പവേഴ്സ് നോക്കണ്ട, എക്സ് സ്ക്വയറിന്റെ താഴെയുള്ള പവേഴ്സ് വാനിഷ് ചെയ്യണം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ താഴെയുള്ള പവേഴ്സ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ടേം. നോക്കൂ, ഈ 1ഉം -1 കൂടി പോയാൽ വെട്ടിപ്പോവും, കോൺസ്റ്റന്റ് ടേം ഉണ്ടാവില്ല. എക്സ് ടേം എന്തായിരിക്കും? ഇവിടെ എ എക്സ് ഉണ്ടാവും. ദിസ് ഇസ് എ, എക്സ് ടേം ആണ് എടുക്കണം. ഇത് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എടുക്കുന്നത്. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ്, യു ആർ ടേക്കിംഗ് ദ കോയിഫിഷ്യന്റ് ഓഫ് എക്സ്. എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കും എ എക്സ് ബൈ എക്സ് ആകുമ്പോൾ എ വരും. പിന്നെ ഇവിടെ എക്സിൽ ടേം ഇല്ല, ഇവിടെ എക്സ് ടേം ഉണ്ട് കേട്ടോ, മൈനസ് സി ബൈ 2. ഇത് 0ആണ്. അപ്പൊ ഈ രണ്ട് റിലേഷൻസ് കിട്ടി, കഴിഞ്ഞു പണി. അപ്പൊ വാട്ട്സ് ദി ആൻസർ? ഇതെന്ത് കിട്ടും? ഇറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ 4 രണ്ടാവും, ഇവിടെ 4 വരും. 17 × 4 എത്രയാ? 34, 68. തന്നിട്ടുണ്ട്. സിയുടെ വാല്യൂ എന്താ? സി ഇസ് ഈക്വൽ ടു 2a. അപ്പൊ സിയുടെ വാല്യൂ 2a. ആൻസർ എയിലും ബിയിലും ആണ്. അപ്പൊ സിക്ക് പകരം 2a കൊടുക്കാം. ഇറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സിക്ക് പകരം 2a കൊടുത്താൽ 4a സ്ക്വയർ ഈക്വൽ 68. അപ്പം 4a സ്ക്വയറും a സ്ക്വയർ കൂടി കൂട്ടിയാൽ 5a സ്ക്വയർ വരും. അപ്പോൾ ആൻസർ വിൽ ബി 5a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ 68. ആൻസർ ഇസ് 68. ഇതൊരു നല്ല ചോദ്യമാണ്. അതുകൊണ്ട് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കാം കേട്ടോ. ഈ സീരീസും കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്. അതേപോലത്തെ ഒരു ചോദ്യമാണ് ഇത്. നോക്കൂ, ലിമിറ്റ് ബീറ്റ ലെറ്റ് ലിമിറ്റ് ബീറ്റ ഇസ് ഈക്വൽ ടു x tends to 0 a alpha x minus e power 3x minus 1 by alpha x e raised to 3x minus 1. നോക്കൂ, x 0 ടെൻഡ് ചെയ്യുമ്പോൾ ഇത് 0 ആണ്, താഴെ 0 ആണ്. ഇത് 0/0 ഫോം. അപ്പം സീരീസ് ആക്കി എങ്ങനെ ഉണ്ടാവും? ബീറ്റ ഇസ് ഈക്വൽ ടു, ഒന്ന് സീരീസ് ആക്കൂ, ലിമിറ്റ് ഓഫ് x tends to 0 മുകളിൽ ആൽഫ എക്സ് ഉണ്ടാവും മൈനസ് ഇ പവർ 3x. നോക്കൂ, ഇ പവർ 3x എന്തായിരിക്കും? ഇ പവർ എക്സ് അറിയാം, 1 + x/1 ഫാക്ടറൽ എക്സെട്ര. ഇവിടെ എക്സിന് പകരം 3x. അപ്പം 1 + 3x + x ആകുമ്പോൾ 1 ക്യാൻസൽ ആവും. ഇറ്റ് വിൽ ബി 3x/1 ഫാക്ടറൽ പ്ലസ് 3x the whole square by 2 ഫാക്ടറൽ അല്ലേ? അങ്ങനെ പോകും. പ്ലസ് എക്സെട്ര, ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. ഡിവൈഡഡ് ബൈ ആൽഫ എക്സ്. ഇവിടെ ആൽഫ എക്സ് എന്ന് വെച്ചോളൂ. ഇനി ഇ പവർ 3x - 1 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 3x/1 ഫാക്ടറൽ പ്ലസ് 3x whole square by 2 ഫാക്ടറൽ പ്ലസ് എക്സെട്ര. നോക്കൂ, ഇത് നോക്കൂ, എക്സ് 0/0 ഫോം തന്നെയാണ്. അപ്പൊ ഇതില് ഈ 0/0 ഫോം മാറണമെങ്കിൽ ഇതിൽ എക്സ് പുറത്തേക്ക് എടുക്കണം. അപ്പൊ നോക്കൂ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ മാക്സിമം എത്ര എക്സ് എടുക്കാം? ഒരു എക്സ് എടുക്കാം. അപ്പൊ ഇത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു എക്സും ഈ എക്സും കൂടി പുറത്തെടുത്താൽ മൊത്തം എത്ര എക്സ് വരും? എക്സ് സ്ക്വയർ വരും അല്ലേ? യു ക്യാൻ ടേക്ക് എക്സ് സ്ക്വയർ ഔട്ട് സൈഡ്. അപ്പൊ എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ എന്താ വരിക? ബീറ്റ ഇസ് ഈക്വൽ ടു വാട്ട് യു ഗെറ്റ്? ബീറ്റ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0. യു ആർ ടേക്കിംഗ് എക്സ് സ്ക്വയർ ഔട്ട് സൈഡ്. അപ്പൊ ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ എന്താ കിട്ടാം മക്കളെ? ആൽഫ ഇൻറ്റു എക്സ് സ്ക്വയർ പുറത്തെടുക്കുകയാണെങ്കിൽ ഈ എക്സ് സ്ക്വയർ പുറത്തെടുത്തു, അല്ല ഈ എക്സും ഈ എക്സും. അപ്പൊ എക്സ് സ്ക്വയർ പുറത്തെടുത്തു. അപ്പൊ ആൽഫ ഇൻറ്റു എന്താ വരും? യു ആർ ടേക്കിംഗ് എക്സ് ഔട്ട് സൈഡ് ഫ്രം 3. അപ്പൊ 3 വരും പ്ലസ് ഇത് 9x സ്ക്വയർ ആണ്. യു ടേക്ക് എക്സ് ഔട്ട് സൈഡ്. അപ്പൊ ഇറ്റ് ഇസ് 9x/2 ഫാക്ടറൽ പ്ലസ് എക്സെട്ര. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും എക്സ് 0 ഇടുമ്പോൾ ഇതൊക്കെ വാനിഷ് ചെയ്യാൻ ഉള്ളതാണ്. ഇവിടെ എക്സ് സ്ക്വയർ വരും. ഈ എക്സ് സ്ക്വയർ മുകളിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഇറ്റ് ഇസ് ആൽഫ എക്സ്
minus 3x plus 3x whole square by 2 factor. ഞാൻ സ്റ്റെപ്പ് കൂടുതൽ എഴുതാണ്, ഇത്രയും സ്റ്റെപ്പൊന്നും നിങ്ങൾ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ബൈ എക്സ് സ്ക്വയർ ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ എക്സ് സ്ക്വയറിന് എടുത്തിട്ട് ഞാൻ ഇവിടെ ഇടുകയാണ്. യു ആർ ടേക്കിംഗ് ദിസ് എക്സ് സ്ക്വയർ ആൻഡ് പുട്ടിങ് ഹിയർ. ഇവിടെ ഇട്ട് എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം എന്താ വരിക, താഴെ എന്താ വരിക നോക്കൂ, ഇതൊക്കെ പോവും. ഇത് മൊത്തം സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 3 ആൽഫ വരും. 3 ആൽഫ വരും. ഇവിടെ നോക്കൂ, ഇവിടെ കണ്ടോ താഴെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, ബീറ്റയുടെ വാല്യൂ ന്യൂമറേറ്ററിലുള്ള എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. നോക്കൂ, ഇവിടുത്തെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം ഇത് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെയല്ലേ കിട്ടുക, ആൽഫ മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് 9/2 എക്സ് സ്ക്വയർ മൈനസ് എക്സെട്ര divided by x square divided by alpha into 3 plus 9x by 2 factorial plus etc. ഇങ്ങനെ പോവാം. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ ആണ് 3 ആൽഫ ഞാൻ എഴുതിയത്. ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ നോക്കൂ, ഇവിടെ ആൽഫ മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ ആണ്. ഈ എക്സ് വെട്ടിപ്പോയാൽ താഴെ എക്സ് വരും. താഴെ എക്സ് വരാൻ പാടില്ല, കാരണം ഇതിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആണ്. ബീറ്റ പറയുന്നത് ഫൈനൈറ്റ് നമ്പറാണ്. ബീറ്റ ഇസ് എ നമ്പർ, ബീറ്റ ഫൈനൈറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് ഈ ഇവിടെ എക്സ് ഇവിടെ എക്സ് സ്ക്വയർ വിടുമ്പോൾ താഴെ എക്സ് വരും. അപ്പം എക്സ് സ്ക്വയറിൻ്റെ ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും ഉത്തരം. ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിൻ്റെ താഴെയുള്ള പവേഴ്സ് ഒക്കെ വാനിഷ് ചെയ്യണം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിൻ്റെ താഴെയുള്ള പവർ എത്ര, ആൽഫ മൈനസ് 3 ആണ്. അപ്പോൾ ആൽഫ മൈനസ് 3 0 ആവണം. അപ്പോൾ ഇത് പോയി. അപ്പോൾ ആൽഫ മൈനസ് 3 0 ആയാൽ വാട്ട് ഇസ് ദ വാല്യൂ, ഈ എക്സ് സ്ക്വയർ വെട്ടിപ്പോയതിൻ്റെ വാല്യൂ തേക്കും മൈനസ് 9/2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മൈനസ് 9/2 ആയിരിക്കും ബീറ്റ. ആൽഫയുടെ വാല്യൂ എന്താ, 3 ആണ്. ആൽഫയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ യു ഗെറ്റ് വാല്യൂ ഓഫ് ആൽഫ ഈസ് 3. അപ്പോൾ ആൽഫ 3 ആണെങ്കിൽ വാട്ട് ഇസ് ബീറ്റ, ബീറ്റ ഈസ് 9 മൈനസ് 9/3 ഇൻറ്റു 3/2 ബേസിക്കലി മൈനസ് 1/2. ബീറ്റയുടെ വാല്യൂ മൈനസ് 1/2 ആണ്. അപ്പോൾ ആൽഫ ഈക്വൽസ് 3, ബീറ്റ ഈക്വൽസ് മൈനസ് 1/2. വാട്ട് ഇസ് ആൽഫ പ്ലസ് ബീറ്റ, കൂട്ടുമ്പോൾ എന്താ കിട്ടുക, 3ഉം മൈനസ് 1/2 കൂടി കൂട്ടുക 5/2. 5/2 ഇസ് ആൻസർ. ഓക്കെ, അത് ഇതേ കൺസെപ്റ്റാണ്. കാരണം എക്സ് സ്ക്വയറിൻ്റെ താഴെയുള്ള പവർ വാനിഷ് ചെയ്യണം. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഉത്തരം. കാരണം ബാക്കിയുള്ള പവേഴ്സ് ഒക്കെ ഈ എക്സ് സ്ക്വയർ വെട്ടുമ്പോൾ മുകളിലാണ് എക്സ് വരിക, അത് വാനിഷ് ചെയ്യാനുള്ളതാണ്. അതേപോലത്തെ ഒരു ചോദ്യമാണിത്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എപ്പോഴും ലിമിറ്റിൽ കാണാറുള്ളത് ഈ ജാതി ചോദ്യമാണ്. അതുകൊണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു പോയാൽ ചിലപ്പം അത് കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇറ്റ് ഇസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 ആൽഫ ഇ പവർ എക്സ് പ്ലസ് ബീറ്റ ഇ പവർ മൈനസ് എക്സ് പ്ലസ് ഗാമ സൈൻ എക്സ് ബൈ എക്സ് സൈൻ സ്ക്വയർ. സോ ഇവിടെ എക്സ് സൈൻ സ്ക്വയർ എക്സ് ആണ്. നിങ്ങൾക്കറിയാം എക്സ് സൈൻ സ്ക്വയർ എക്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, ട്രിഗണോമെട്രിക് ലിമിറ്റ് എന്താ, സൈൻ എക്സ് ബൈ എക്സ് ആണ്. അപ്പോൾ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ടെങ്കിൽ ഈ സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ വരണ്ടേ. അപ്പം എക്സ് സൈൻ സ്ക്വയർ എക്സ് താഴെ എന്ത് ചെയ്താൽ മതി, എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എക്സ് സ്ക്വയർ വരില്ലേ, സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ ആവില്ലേ. ഇവിടെ ലിമിറ്റ് കൊടുത്താൽ വാട്ട് ഇസ് ദ വാല്യൂ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്താ 1 അല്ലേ. അപ്പോൾ അതാണ് ആ ചോദ്യത്തിലെ പിടുത്തം. അപ്പോൾ വാട്ട് വി ഡു ഹിയർ ഇസ് ദിസ്, എന്താ ചെയ്യാം, എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ല എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മുകളിലും താഴെയും എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുക, ദിസ് ഇസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് ടു 0, ഇറ്റ് ഇസ് ആൽഫ ഇൻറ്റു ഇ പവർ എക്സ്. ഇ പവർ എക്സ് എക്സ്പാൻഡ് ചെയ്തോളൂ, 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടറിയൽ പ്ലസ് എക്സെട്ര. അപ്പം ഇവിടെ താഴെ എക്സ് ക്യൂബാണ് ഡിവൈഡ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ എക്സ് ക്യൂബോട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലും എക്സ് ക്യൂബോട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ യു ഹാവ് ടു റൈറ്റ് അപ് ടു എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് വരെ എഴുതണം. പിന്നെയോ പ്ലസ് ബീറ്റ ഇൻറ്റു, ഇവിടെ പ്ലസ് എക്സെട്ര ഉണ്ട്, അത് എഴുതണ്ട. ബീറ്റ ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് എന്തായിരിക്കും, 1 മൈനസ് എക്സ് ബൈ 1 ഫാക്ടറിയൽ മൈനസ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടറിയൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടറിയൽ അങ്ങനെ പോവും, പ്ലസ് എക്സെട്ര ഇങ്ങനെ പോവും. പ്ലസ് ഗാമ ഇൻറ്റു സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ. വാട്ട് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് സൈൻ എക്സ്, 1 അല്ല എക്സ്
മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടർ അവിടെ വെച്ച് നിർത്താം. ഡിവൈഡഡ് ബൈ ഇങ്ങനെയാണ്, ഡിവൈഡഡ് ബൈ എക്സ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പം നമ്മളിവിടെ അഡ്ജസ്റ്റ്മെന്റ് എന്താ വെച്ചാൽ സൈൻ സ്ക്വയർ എക്സിന്റെ താഴെ ഒരു എക്സ് ക്യൂബ് എഴുതാം, ഇവിടെ ഒരു എക്സ് ക്യൂബ് എഴുതാം. അപ്പൊ ഈ എക്സ് ഇവിടെ എക്സ് സ്ക്വയർ ആവുമ്പം സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ വിൽ ഗോ ടു 1. അപ്പൊ അത് തീരുമാനമായി അല്ലേ? അപ്പൊ അതൊരു പ്രശ്നമല്ല. ഇതിന്റെ വാല്യൂ എന്താ തന്നില്ല? ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2/3 ആണ്. അപ്പൊ ദിസ് ഇസ് ഗോയിങ് ടു 1. അപ്പൊ പ്രശ്നമില്ല. അപ്പൊ ഇവിടെ എക്സ് ക്യൂബ് ആയതുകൊണ്ട് ഈ എക്സ് ക്യൂബ് ന്യൂമറേറ്ററിലെ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും 2/3. മനസ്സിലായോ? ന്യൂമറേറ്ററിലുള്ള എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും 2/3. എക്സ് ക്യൂബിനേക്കാൾ വലിയ പവറിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ എന്തും ആവാം. എക്സ് ക്യൂബിനേക്കാൾ താഴെയുള്ള കോഎഫിഷ്യൻസ്, അപ്പൊ എക്സ് ക്യൂബിനേക്കാൾ താഴെയുള്ള കോഎഫിഷ്യൻസ് എന്തായിരിക്കും? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ കോഎഫിഷ്യന്റ്, കോൺസ്റ്റന്റ്, അതൊക്കെ എന്താവണം? വാനിഷ് ചെയ്യണം. ഓക്കെ, അപ്പൊ വാട്ട് ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ്? അപ്പൊ എക്സ് ക്യൂബ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് ഇൻ ദ ന്യൂമറേറ്റർ ആണ് എന്ത്? 2/3. അപ്പൊ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് നോക്കാം, ആൽഫ ഇൻറ്റു 1/3 ഫാക്ടർ. അപ്പൊ ആൽഫ ബൈ 3 ഫാക്ടർ നോക്കൂ, ആൽഫ ഇൻറ്റു 1/3 ഫാക്ടർ. പിന്നെ പ്ലസ് ബീറ്റേനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആണ്, മൈനസ് ബീറ്റ ബൈ 3 ഫാക്ടർ അല്ലേ? പിന്നെയോ മൈനസ് ഗാമ ബൈ 3 ഫാക്ടർ, റൈറ്റ്? മൈനസ് ഗാമ ബൈ 3 ഫാക്ടർ. ഇതിന്റെ വാല്യൂ ആണ് 2/3. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ദിസ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ കാരണം എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും ഉത്തരം. ഇനി എക്സ് ക്യൂബിനേക്കാൾ താഴെയുള്ള പവേഴ്സിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ വാനിഷ് ചെയ്യണം, റൈറ്റ്? അപ്പൊ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്താ? എക്സ് ക്യൂബിന്റെ താഴെയുള്ള കോഎഫിഷ്യന്റ് എന്താ? എക്സ് സ്ക്വയർ, എക്സ് കോൺസ്റ്റന്റ് അല്ലെ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ മക്കളെ? എക്സ് സ്ക്വയർ എന്താ വരിക? ആൽഫ ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 2 തന്നെയാണ്. പിന്നെയോ എക്സ് സ്ക്വയർ ആകുമ്പോൾ പ്ലസ് ബീറ്റ ബൈ 2 ഫാക്ടോറിയൽ. പിന്നെയോ അവിടെ ഇല്ല, ഇത് 0 ആണ്, വാനിഷ് ചെയ്യണം. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആൽഫ ഇൻറ്റു ദാറ്റ്, ഇറ്റ് ഈസ് ആൽഫ ബൈ 1 പ്ലസ് മൈനസ് ബീറ്റ പ്ലസ് ഗാമ, ഇതും 0 ആണ്. കോൺസ്റ്റന്റ് ടേമും 0 ആണ്. വാട്ട് ഇസ് കോൺസ്റ്റന്റ് ടേം? ആൽഫ പ്ലസ് ബീറ്റ, അതും 0 ആണ്. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് ആൽഫ പ്ലസ് ബീറ്റ 0 ആണ്, ആൽഫ പ്ലസ് ബീറ്റ 0. അപ്പൊ എല്ലാം കിട്ടി. അപ്പൊ ദാറ്റ്സ് ഓൾ. അപ്പൊ ഇതിൽ എന്ത് കിട്ടും? അപ്പൊ ഈ 3 ഇക്വേഷൻസ് ആൽഫയും ബീറ്റയും ഗാമയും കാണും. ദാറ്റ്സ് ഓൾ. അപ്പൊ വാട്ട് യു ഗെറ്റ്? നോക്കാം, ആൽഫ മൈനസ് ബീറ്റ മൈനസ് ഗാമയുടെ വാല്യൂ ഈ 3 ഫാക്ടർ 6 ആണ്. 2/3 ഇൻറ്റു 6 എന്താ? 2/3 ഇൻറ്റു 6 4 ആവും. ഒരു ഇക്വേഷൻ ആയി. പിന്നെ ആൽഫ മൈനസ് ബീറ്റ പ്ലസ് ഗാമ, ആൽഫ മൈനസ് ബീറ്റ പ്ലസ് ഗാമയുടെ വാല്യൂ 0 ആണ്. അപ്പം ഇത് സബ്ട്രാക്ട് ചെയ്താൽ -2 ഗാമ ഇസിക്കൽ ടു 4 വരും. അപ്പോൾ ഗാമയുടെ വാല്യൂ എന്താ? ഗാമയുടെ വാല്യൂ -2 എന്ന് കിട്ടും. ദിസ് ഇസ് 1 റിസൾട്ട്. അപ്പോൾ ഗാമയുടെ വാല്യൂ -2 എന്ന് കിട്ടിയാൽ ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ 2 ആണ്. ആൽഫ പ്ലസ് ബീറ്റ 0 ആണ്. അപ്പോൾ ഉടനെ കിട്ടിയില്ലേ? അപ്പോൾ 2 ആൽഫ ഈക്വൽസ് 2, ആൽഫ ഈക്വൽസ് 1. അപ്പോൾ ആൽഫ ഈക്വൽസ് 1 കിട്ടി അല്ലേ? ആൽഫ 1 ആയാൽ ബീറ്റ എന്താവണം? -1 ആവണം. ബീറ്റ ഈക്വൽസ് -1. ഇതൊക്കെയാണ് 3 റിസൾട്ട്സ്. ആൽഫ ഈക്വൽസ് 1, ബീറ്റ ഈക്വൽസ് -1, ഗാമ ഈക്വൽസ് -2. അതിൽ ഫിറ്റ് ചെയ്ത അപ്പം ആൽഫ 1 അല്ലേ? ശരിയല്ലേ? ആൽഫ 1 അതെ ശരിയാണ്. ആൽഫ 1 ബീറ്റ -1 ഗാമ -2. 1 + 1 + 4 6. ഇത് ശരിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് ആണ്. അപ്പോൾ എ അല്ല ആൻസർ. എ കറക്റ്റ് ആണ്. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ. ആൽഫ ബീറ്റ ഇസ് -1, ബീറ്റ ഗാമ ഇസ് -2. ആൽഫ ഗാമ ഇസ് -2. അപ്പോൾ 2 - 2 വെട്ടിപ്പോയി, +1. അത് ശരിയാണ്. ബി ശരിയാണ്. ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ. ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഇസ് 0 പ്ലസ് ഗാമ സ്ക്വയർ 4. ഇത് ശരിയാണ്. ഡിയും ശരിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് തെറ്റ്. അപ്പോൾ ദിസ് ഇസ് അവർ ആൻസർ. ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ദാറ്റ്സ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ലിമിറ്റ്. എന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ 59. വെരി ഗുഡ്. നല്ല ക്വസ്റ്റ്യൻ ആണത്. 59.
ഇനി നമുക്ക് 60 നോക്കാം. The integer n for which limit x tends 0 cos x minus 1 into cos x minus e power x by x raised to n is a finite non-zero number is. ഇതൊരു സീരീസ് ആക്കിയാൽ മതി. This is limit of x tends 0 cos x minus 1. നമ്മളിപ്പോൾ പഠിച്ചു cos x ന്റെ സീരീസ്. എന്താ cos x ന്റെ സീരീസ്? 1 minus x square by 2 factorial etc. അപ്പോൾ 1 ഉള്ളതുകൊണ്ട് 1 ക്യാൻസൽ ആവും. മൈനസ് x square by 2 factorial ഒരു ടേം കൂടി എഴുതാം അല്ലേ, പ്ലസ് എക്സ് റേസ് ടു 4 by 4 factorial. It will go on like that. into അതേപോലെ cos x minus e power x. cos x ന്റെ എക്സ്പാൻഷൻ മുഴുവൻ എഴുതിക്കോളൂ. 1 plus x by അല്ല 1 minus x square by 2 factorial plus x raised to 4 by 4 factorial etc. It goes on like that. പിന്നെ minus e power x. e power x expansion എന്താ? 1 plus x by 1 factorial plus x square by 2 factorial plus etc. അല്ലേ? by x raised to the power by x to the power n. അല്ലേ? അതിലുണ്ടാവാം. റൈറ്റ്. അപ്പോൾ ഈ 1ഉം ഈ -1ഉം വെട്ടിപ്പോകും. ആ 1ഉം -1ഉം വെട്ടിക്കോളും. ഈ 1ഉം -1ഉം വെട്ടിപ്പോയി. ഈ 1ഉം -1ഉം വെട്ടിപ്പോയി. ഇത് നോക്കൂ, ഇതിന്ന് മാക്സിമം എത്ര എക്സ് പുറത്തേക്ക് എടുക്കാൻ പറ്റും? എക്സ് സ്ക്വയർ ക്യാൻ ബി ടേക്കൻ ഔട്ട് സൈഡ്. ഈ ബ്രാക്കറ്റിൽ നിന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കാം അല്ലേ? ഈ ബ്രാക്കറ്റിൽ നിന്ന് എത്ര എക്സ് പുറത്തെടുക്കാൻ പറ്റും? ഇവിടെ എക്സ് ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെയൊക്കെ ഹയർ പവേഴ്സ് ഓഫ് എക്സ് ആണ്. ഇവിടെ കേട്ടോ എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4. അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിൽ നിന്ന് ഇത് ഒറ്റ ബ്രാക്കറ്റാണ് കേട്ടോ, ഒറ്റ ബ്രാക്കറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പുറത്തെടുക്കാൻ പറ്റും? എക്സ് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന്ന് എക്സ് എടുത്തു, ഇതിന്ന് എക്സ് സ്ക്വയർ എടുത്തു. അപ്പോൾ മൊത്തം എത്ര എടുത്തു? എക്സ് ക്യൂബ് എടുത്തു. യു ഹാവ് ടേക്കൺ എക്സ് ക്യൂബ്. അപ്പോൾ ടേക്ക് എക്സ് ക്യൂബ് ഔട്ട് സൈഡ്. അപ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0 യു ആർ ടേക്കിംഗ് എക്സ് ക്യൂബ് ഔട്ട് സൈഡ്. എക്സ് ക്യൂബ് പുറത്തെടുത്ത് എന്താ കിട്ടുക? -1/2 പ്ലസ് ഇതിന്ന് എക്സ് സ്ക്വയർ എടുക്കുന്നത്. അപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 factorial മൈനസ് എക്സെട്ര ഇൻടു യു ആർ ടേക്കിംഗ് എക്സ് ഔട്ട് സൈഡ്. എക്സ് ഔട്ട് സൈഡ് ആകുമ്പോൾ ഇവിടെ 1 വരും. ഇറ്റ് ഇസ് -1 പ്ലസ് ടേംസ് കണ്ടെയ്നിങ് ഹയർ പവേഴ്സ് ഓഫ് എക്സ് അല്ലേ? എക്സും എക്സിൻ്റെ എക്സ് സ്ക്വയറും എക്സ് ക്യൂബും ഒക്കെ ഉണ്ടാവും. അത് സിംപ്ലിഫൈ ചെയ്യണ്ട, കാരണം എക്സ് ടേം ബാക്കി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആസ് എക്സ് ടെൻസ് 0 ഇറ്റ് വിൽ അത് വാനിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് നോക്കണ്ട. ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ n. അപ്പോൾ ഞാൻ ഈ എക്സ് ക്യൂബ് ഇങ്ങനെ വെട്ടിയാൽ ഇവിടെ എക്സ് റേസ് ടു n-3 ആവില്ലേ? n-3 ആവും. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ വാല്യൂ ഈസ് എ ഫൈനൈറ്റ് നോൺ സീറോ നമ്പർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ്. ഫൈനൈറ്റ് നോൺ സീറോ. ഈ രണ്ട് വേർഡ് ശ്രദ്ധിക്കണം. ഫൈനൈറ്റ് നോൺ സീറോ. നോക്കൂ, ഈ എക്സ് റേസ് ടു n-1 ചോദ്യം ഇത് ഫൈനൈറ്റ് നോൺ സീറോ ആവണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്താവണമെന്ന ചോദ്യം. ശ്രദ്ധിക്കണേ നന്നായിട്ട്. ഇനി ഈ n-3യുടെ വാല്യൂ ഇപ്പം മഴ പെയ്യാതിരിക്കാം. n-3യുടെ വാല്യൂ ഒന്നുകിൽ n3 ആവാം അല്ലെങ്കിൽ 3 ആവാതിരിക്കാം അല്ലേ? n3 ആവാം അല്ലെങ്കിൽ 3 ആവാതിരിക്കാം. n3 ആവാതിരുന്നാൽ എന്താ സംഭവിക്കുക? n ഒന്നുകിൽ 3നേക്കാൾ വലുതായിരിക്കും അല്ലെങ്കിൽ n3നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ n3നേക്കാൾ വലുതാണെങ്കിൽ ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ n3നേക്കാൾ വലുതാണെങ്കിൽ 4 ആച്ചോളൂ. അപ്പോൾ 4 - 3 താഴെ എക്സ് ഉണ്ടാവും. അപ്പോൾ n3നേക്കാൾ വലുതാണെങ്കിൽ ഡിനോമിനേറ്റർ വിൽ കണ്ടെയ്ൻ എക്സ്. ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എക്സ് 0ലേക്ക് പോകുമ്പോൾ താഴെ 0ലേക്ക് പോകും. ദ ഹോൾ തിങ് വിൽ ഗോ ടു ഇൻഫിനിറ്റി. ഇറ്റ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ഫൈനൈറ്റ്. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും എന്താവാൻ പാടില്ല. ഇത് ഫൈനൈറ്റ് ആയതുകൊണ്ട് എക്സ് n എന്താവാൻ പാടില്ല? n 3നേക്കാൾ വലുതാവാൻ പാടില്ല. n 3നേക്കാൾ വലുതായ താഴെ എക്സ് വരും. ദാറ്റ് വിൽ ഗോ ടു ഇൻഫിനിറ്റി. താഴെ 0 ആകുമ്പോൾ ഹോൾ തിങ് വിൽ ഗോ ടു ഇൻഫിനിറ്റി. ഇറ്റ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഇനിയോ, അപ്പോൾ n 3നേക്കാൾ കൂടാൻ പാടില്ല. n 3നേക്കാൾ കുറവായാലോ? സപ്പോസ് n is 2 ആയ എന്ത് സംഭവിക്കുക? എക്സ് റേസ് ടു -1 വരും. മുകളിൽ എക്സ് വരും. മുകളിൽ എക്സ് വന്നാൽ ലിമിറ്റ് എക്സ് 0യിലിട്ട് ഇനിയും എന്താവും? 0 ആയിപ്പോൾ. ഇവിടെ തന്നിട്ട് നോൺ സീറോ ആണ്. അപ്പോൾ എക്സ് 3നേക്കാൾ ചെറുതാവണം. അപ്പോൾ എക്സ് 3നേക്കാൾ വലുതാവാനും പറ്റില്ല, 3നേക്കാൾ ചെറുതാവാനും പറ്റില്ല. അപ്പോൾ ഒറ്റ വഴിയല്ലോ എന്താവണം? n 3 ആവും. അപ്പോൾ ഫൈനൈറ്റ് നോൺ സീറോ ഇതിൻ്റെ വാല്യൂ
ഫൈനൈറ്റ് നോൺ സീറോ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്താവണം? n ഷുഡ് ബി 3. മനസ്സിലായോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. n ഷുഡ് ബി 3. അപ്പൊ n 3 ആണെങ്കിൽ എന്താവും? x റേസ് 0 ഇത് പോവും. ഇത് പോവുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇത് പോവും. ബാക്കിയില്ല, ഈ ടേംസ് എല്ലാം വാനിഷ് ചെയ്യും. ഈ ടേംസ് എല്ലാം വാനിഷ് ചെയ്യും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ്? -1/2 into 1/2 is equal to 1/2, റൈറ്റ്? അപ്പം ഇതിന്റെ വാല്യൂ ബീറ്റ ആണെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് ഈക്വൽ ടു ബീറ്റ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബീറ്റ ചോദിച്ചാൽ വാട്ട് ഇസ് ദ ആൻസർ? ബീറ്റ ഇസ് ഈക്വൽ ടു 1/2. അപ്പൊ അതും ചോദിക്കാം. cos x minus 1 into cos x minus e power x by x raised to n equal to beta. What is the value of n? What is the value of beta? ചോദിക്കാം. n-ന്റെ വാല്യൂ 3 ആവണം, ബീറ്റയുടെ വാല്യൂ, ബീറ്റ ഇസ് എ നോൺ സീറോ ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ ബീറ്റയുടെ വാല്യൂ 1/2 ആവണം. അല്ല ക്വസ്റ്റ്യൻ അല്ലേ ഇത്? വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 2 ബീറ്റ പ്ലസ് n? അല്ലേ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 2 ബീറ്റ പ്ലസ് n? എന്താ 2 ബീറ്റയുടെ വാല്യൂ? 2 ബീറ്റ പ്ലസ് ന്റെ വാല്യൂ എന്താ? 3 + 1 4, റൈറ്റ്? ഇത് ആൻസർ ആണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് മിക്കവാറും ചോദിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യാം. ഇത് എന്താ പറയാ, എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിച്ച് ചെയ്യാണ്. വാട്ട് ഈസ് എൽ ഹോപ്പിറ്റൽ റൂൾ? എപ്പോഴാണ് നിങ്ങൾ എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കേണ്ടത്? എൽ ഹോപ്പിറ്റൽ റൂൾ, എൽ ഹോപ്പിറ്റൽ റൂൾ പറയുന്നത് എപ്പോഴെങ്കിലും ലിമിറ്റ് 0/0 ഫോം ആവാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം ആവാം. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടിൽ യു ഗെറ്റ് എ ഡിഫൈൻഡ് ഫോം. ഇതാണ് എൽ ഹോപ്പിറ്റൽ പറയുന്നത്. 0/0 ഫോം ആവണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം ആവണം. എന്നാൽ മാത്രമേ എൽ ഹോപ്പിറ്റൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇൻഡിറ്റർമിനേറ്റ് ഫോം ഇത് മാത്രമല്ല. ഇൻഡിറ്റർമിനേറ്റ് ഫോം ഏതൊക്കെയുണ്ട്? ദർ ആർ 7 ഇൻഡിറ്റർമിനേറ്റ് ഫോംസ്. 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. 0 into ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. 0 raised to 0 ആണ്. ഇൻഫിനിറ്റി raised to 0 ആണ്. 1 raised to ഇൻഫിനിറ്റി ആണ്. അങ്ങനെ 7 ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ് ഉള്ളത്. അപ്പൊ അതിൽ 0/0 ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആകുമ്പോൾ മാത്രമേ നമുക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താ എൽ ഹോപ്പിറ്റൽ റൂൾ പറയുന്നത്? മുകളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ടിൽ യു ഗെറ്റ് എ ഡിഫൈൻഡ് ഫോം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, എക്സ് π/4 ടെൻഡ് ചെയ്യുമ്പോൾ ഇതുണ്ടോ? ഇവിടെ π/4 ഇത് √2 ആയി. √2 raised to 7 എന്ന് പറഞ്ഞാൽ 8√2 ആണ്. അപ്പം മുകളിൽ 0 ആയി, താഴെയും 0 ആണ്. കാരണം sin π/4 ആകുമ്പോൾ ഇവിടെ 1/2 വരും. √2 - √2 0 വരും. അപ്പോൾ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 0/0. ഇറ്റ് ഈസ് എ റൈറ്റ് കണ്ടീഷൻ ടു യൂസ് എൽ ഹോപ്പിറ്റൽ റൂൾ. അപ്പം 0/0 ഫോം വരിക, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരിക, അതാണ് എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കാനുള്ള നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ 0/0 ഫോം ആവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെപ്പറേറ്റ്ലി. അപ്പോൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യൂ. ലിമിറ്റ് ഓഫ് x tends to π/4. x tends to π/4. ലിമിറ്റ് x tends to π/4. ഡിഫറൻഷിയേറ്റ് ചെയ്യണേ. 8√2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് 7 ഇൻറ്റു ചെയിൻ റൂളാണ്, cos x പ്ലസ് sin x റേസ് ടു 6 ഇൻറ്റു cos x പ്ലസ് sin x-ന്റെ ഡെറിവേറ്റീവ്. എന്താ cos x പ്ലസ് sin x ഡെറിവേറ്റീവ്? അല്ലേ, f of g of x. ഡെറിവേറ്റീവ് എന്താ? f' g of x ഇൻറ്റു g'(x). ഇൻറ്റു മൈനസ് sin x പ്ലസ് cos x into minus sin x plus cos x divided by, differentiate ചെയ്യുമ്പോൾ minus √2 into sin 2x derivative 2 cos 2x. 2 cos 2x. x π/4 ടെൻഡ് ചെയ്യാം. നോക്കൂ, ഇതിൽ 0/0 ഫോം ആവുന്ന ആൾക്കാർ ആരൊക്കെയാ? കണ്ടോ, ഇതല്ലേ ആൾക്കാർ? ഈ ആൾക്കാരെയല്ലേ ശ്രദ്ധിക്കേണ്ടത്? നോക്കൂ, ഈ ആൾക്കാരെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഇത് 0/0 ഫോം ആവില്ല. അപ്പൊ ഇതാണ് മാറ്റേണ്ടത്. അപ്പൊ അതിനെ നമുക്ക് മാറ്റാൻ പോകണം. വി ആർ ഗോയിങ് ടു ചേഞ്ച് ദാറ്റ്. അപ്പൊ എങ്ങനെ ചേഞ്ച് ചെയ്യാം? മൈനസ് sin x ബൈ cos 2x. അപ്പൊ ഞാൻ ഈ cos 2x മാറ്റാണ്. ഈ cos 2x മാറ്റാം. cos 2x നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? cos square x minus sin square x ആണ് cos 2x. cos square x minus sin x is a square minus b square is a plus b into a minus b. അപ്പൊ cos x minus sin x into cos x plus sin x. അത്രയേ ഉള്ളൂ, കഴിഞ്ഞില്ലേ? അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോവും. ഇത് ഇവിടെ 5 times വെട്ടിപ്പോവും. ദാറ്റ്സ് ഓൾ. അപ്പൊ ലിമിറ്റ് കൊടുത്താൽ എന്താ കിട്ടാം? ഇറ്റ് ഇസ് -7 by -2√2 into ഇവിടെ cos π/4 is 1/√2 plus 1/√2 is √2 raised to 5. ഇതാണ് ഉത്തരം. It is -7 by 2√2 into √2
raised to 5. The root 2 raised to 5, 2 to വെട്ടിപ്പോവും. Answer will be 14, I think. A is answer. അത് നിങ്ങൾ ചെയ്ത് നോക്കണം, ട്രൈ. ഇനി ലിമിറ്റ്സ് യൂസിങ് ബൈനോമിയൽ തിയറം. ഈ ബൈനോമിയൽ തിയറം വെച്ചിട്ട് എങ്ങനെയാണ് ലിമിറ്റ് കാണുക? ഐഡിയ എന്താ വെച്ചാൽ ബൈനോമിയൽ തിയറം നിങ്ങൾ പഠിച്ചിട്ട് 1 plus x whole to the power n. ഇതിന്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് 1 plus nc1x plus nc2x square plus പഠിച്ചിട്ടുണ്ട്. nc1ന്റെ വാല്യൂ എന്താ മക്കളെ? n ആണ്. ഇനി എക്സ് വളരെ ചെറുതാണെങ്കിൽ, വളരെ ചെറുതാവണം കേട്ടോ. എക്സ് ഇസ് വെരി സ്മോൾ ആണെങ്കിൽ എക്സ് സ്ക്വയറും എക്സ് ക്യൂബും ഒക്കെ വീണ്ടും ചെറുതായിരിക്കും. നെഗ്ലിജിബിളി സ്മോൾ ആണ്. സോ ദാറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പം 1 plus x whole raised to n നമുക്ക് 1 plus nx, അടുത്ത ടേം nc2x square ആണ്. അപ്പം അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാം. സോ ദാറ്റ് ദിസ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു 1 plus nx. പക്ഷേ എക്സ് വെരി സ്മോൾ ആവണം. അതേപോലെ 1 minus x whole raised to n can be approximated to 1 minus nx. അപ്പം ലിമിറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്താൽ മതി. എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യാം. അപ്പം എക്സ് ചെറുതാണെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കിയും കുറേ സാധനങ്ങൾ ചെറുതാവുന്ന സന്ദർഭമുണ്ട്. എക്സ് ചെറുതാണെങ്കിൽ സൈൻ എക്സും ചെറുതാവും. എക്സ് ചെറുതാണെങ്കിൽ കോസ് എക്സ് ചെറുതാവില്ല, കാരണം കോസ് 0 is 1. അപ്പോൾ എക്സ് ചെറുതാണെങ്കിൽ സൈൻ എക്സും എക്സ് ടെൻസ് 0, സൈൻ എക്സ് ഓൾസോ ടെൻസ് 0. ഇഫ് എക്സ് is small, സൈൻ എക്സ് is also very small. Tan x is also very small. നിങ്ങൾ പഠിച്ചില്ലേ? If x is very small, sin x and x can be made equal. Tan x and x can be made equal. But x is very small, you can also associate that with 2. Sin x is very small. Also, it can be associated with tan x is small, not cos x. Okay. Now, x is very small. 1 plus x raised to n can be approximated to 1 plus n. 1 minus x whole raised to n can be approximated to 1 minus n. അപ്പോൾ ഇതെന്താ പറയുക? നോക്കൂ, ജസ്റ്റ് അപ്ലൈ ചെയ്യാം ഈ സാധനം. ഒന്ന് അപ്ലൈ ചെയ്യും. ഇറ്റ് ഇസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ ഇത് 1 മൈനസ് സൈൻ എക്സ് ഹോൾ റേസ് ടു 1/8 ആണ്. 8th റൂട്ട് ഓഫ് ആണ്. അതായത് ഇത് 1 മൈനസ് സൈൻ എക്സ് ഹോൾ റേസ് ടു 1/8 ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ എന്താ പറയുക? ദിസ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു 1 minus 1/8 sin x. But this can be written as 1 minus 1/8 sin x minus this is 1 plus 1/8 sin x. അത് സിംപ്ലിഫൈ ചെയ്താൽ കേട്ടോ, ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0, ഈ 1ഉം 1ഉം ക്യാൻസൽ ആവും. minus 1/8 minus 1/8 is minus 1/4. This is x by minus 1/4 into sin x. ഈ എക്സ് വേണമെങ്കിൽ ഇവിടെ താഴേക്ക് വെക്കാം. sin x by x limit x is 0 1 ആണ്. ആൻസർ വിൽ ബി 1 by minus 1/4 is equal to -4. -4 is answer. ഓക്കെ. അപ്പോൾ കണ്ടോ എത്ര വേഗം കഴിഞ്ഞു? യൂസിങ് ബൈനോമിയൽ തിയറം. യു ആർ യൂസിങ് ബൈനോമിയൽ തിയറം. അപ്പോൾ ബൈനോമിയൽ തിയറം വെച്ചിട്ട് ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, എക്സ് ഇസ് വെരി സ്മോൾ. അപ്പോൾ എപ്പോഴും എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. ലിമിറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ we can assume that x is very small. And also if x is very small, sin x can be made very small, tan x can be made very small. Okay. ഈ ക്വസ്റ്റ്യൻ tan x ൽ ചെയ്യാം. 1 minus tan x ആണെങ്കിൽ ഇത് പരിപാടി പറ്റും. പക്ഷേ 1 minus cos x ന്റെ പരിപാടി പറ്റില്ല. ഓക്കെ. ഇതും അതെ ബൈനോമിയൽ തിയറത്തിൽ നല്ലൊരു ചോദ്യമാണ്. ലിമിറ്റ് y ടെൻസ് 0 റൂട്ട് ഓഫ് 1 പ്ലസ്, ഇതാണ് ചോദ്യം. റൂട്ട് ഓഫ് ലിമിറ്റ് ഓഫ് y ടെൻസ് 0 root of 1 plus root of 1 plus 1. Look, root of 1 plus y raised to 4. Root of 1 plus y raised to 4 is 1 plus y raised to 4 raised to half. 1 plus y raised to 4 raised to half. What is 1 plus y raised to 4 raised to half? It is 1 plus 1/2 into y raised to 4 minus root 2 divided by y raised to 4. നോക്കൂ, ഇത് മാത്രം ഞാൻ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്തു. 1 plus y raised to 4 whole raised to half. It is 1 plus 1/2 into y raised to 4. അല്ലേ? അപ്പോൾ ഈ 1 plus 1 2 ആണ്. അപ്പോൾ 2 plus y raised to 4 by 2 raised to half.
minus root 2 divided by y raised to 4. അല്ലേ? Limit y tends to 0. ഇത് ഞാൻ വീണ്ടും ഇവിടെ 1 ആവണം നിർബന്ധം. അപ്പോൾ 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ this can be equated to 2 പുറത്തെടുത്താൽ എന്താ വരും? root 2 into 1 plus, you are taking 2 outside, root 2 into 1 plus 1 by 2, ഇവിടെ already ഒരു 2 ഉണ്ട്, into y raised to 4 whole raised to 1 by 2 minus root 2 divided by y raised to 4. This is limit y tends to 0. Right? ഈ 2 ഇവിടെ വരികയാണ്, ഈ 2 ഇവിടെ വരികയാണ്. ഇനി ഇത് നമുക്ക് വീണ്ടും ബൈനോമിയൽ, കാരണം y is tending to 0. Again ബൈനോമിയൽ തിയറി ഉപയോഗിക്കാം. എന്താണ്? It is limit of y tends to 0 root 2 into, ഇവിടെ ബൈനോമിയൽ തിയറി ഉപയോഗിച്ചാൽ എന്താ കിട്ടുക മക്കളെ? 1 പ്ലസ്, തുടക്കം 1 ആവണം നിർബന്ധം കേട്ടോ. ഈ കേസിൽ 1 പ്ലസ് nx ആണ് അല്ലേ? 1 പ്ലസ് x whole raised to n can be approximated to 1 plus nx. But this is 1 plus 1 by 4 into ഈ 1 by 2 ഇറക്കിയിടുക into 1 by 2 into y raised to 4 minus root 2 divided by y raised to 4. അപ്പോൾ ഈ root 2 വെട്ടിപ്പോവും. ഇവിടെ 1 by 8 ഉണ്ടാവും, y raised to 4 വെട്ടിപ്പോവും. ഇവിടെ root 2 ഉണ്ടാവും. ആൻസർ വിൽ ബി root 2 into 1 by 4 to 8. That's answer. അല്ലേ? ഈ റൂട്ടും ഈ റൂട്ടും വെട്ടിപ്പോവും. റൂട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ y raised to 4 വെട്ടിപ്പോവും. അപ്പോൾ root 2 into 1 by 8. root 2 into 1 by 8 is answer. 1 by 8 is 2 into 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 root 2. ആൻസർ ഇസ് D is answer. ബൈനോമിയൽ തിയറം വെച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇത് സിമ്പിൾ ആവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ലെങ്തി ആവും. അതുകൊണ്ടാണ് ഞാൻ ബൈനോമിയൽ തിയറം വെച്ച് ചെയ്യണം. ഓക്കെ, ഇനി ലിമിറ്റ്സ് യൂസിങ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, സാൻഡ്വിച്ച് തിയറം. എന്താണ് സാൻഡ്വിച്ച് തിയറം? സാൻഡ്വിച്ച് തിയറം പറയുന്നത്, ഇഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇടയിലാണ് വെച്ചോ, ജി ഓഫ് എക്സിൻ്റെയും എച്ച് ഓഫ് എക്സിൻ്റെയും ഇടയിലാണ് വെച്ചോ. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സിൻ്റെയും എച്ച് ഓഫ് എക്സിൻ്റെ ഇടയിലാണ്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ടു ഫംഗ്ഷൻസ്. ഇനി എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ജി ഓഫ് എക്സ് ഒരു പ്രത്യേക നമ്പറിലേക്ക് ടെൻഡ് ചെയ്യും, എച്ച് ഓഫ് എക്സും അതേ പ്രത്യേക നമ്പറിലേക്ക് ടെൻഡ് ചെയ്യുമെങ്കിൽ, ഇത് എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ജി ഓഫ് എക്സ് ടെൻസ് ടു എൽ, എച്ച് ഓഫ് എക്സ് ഓൾസോ ടെൻസ് ടു സെയിം എൽ, ദെൻ എഫ് ഓഫ് എക്സ് ഓൾസോ ടെൻസ് ടു എൽ. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു അനലോജി എന്താ വെച്ചാൽ, ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു വെച്ചോളൂ, ഒരു ഡ്രൈവറും ഗാർഡും ഒരു പ്രത്യേക സ്റ്റേഷനിലെത്തിയാൽ തീർച്ചയായിട്ടും പാസഞ്ചേഴ്സ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇതാണ് ഡ്രൈവർ, ഇതാണ് ഗാർഡ്. എപ്പോഴും ഗാർഡ് എപ്പോഴും ഏറ്റവും പിന്നിലുണ്ടാവുക, ഡ്രൈവർ എപ്പോഴും മുന്നിലുണ്ടാവുക വെച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവറും ഗാർഡും ഒരു സ്റ്റേഷനിലെത്തിയാൽ തീർച്ചയായിട്ടും പാസഞ്ചേഴ്സ് എത്തിയിട്ടുണ്ടാവും. അപ്പം എച്ച് ഓഫ് എക്സും എത്തുന്ന സ്ഥലം ജി ഓഫ് എക്സ്, കാരണം പാസഞ്ചേഴ്സ് ആർ ബീങ് സാൻഡ്വിച്ച് ബിറ്റ്വീൻ ദ ട്രെയിൻ ഡ്രൈവർ ആൻഡ് ഗാർഡ്. അപ്പോൾ എച്ച് ഓഫ് എക്സ് എത്തുന്ന സ്ഥലം ജി ഓഫ് എക്സ് എത്തുന്ന സ്ഥലം സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ കിടക്കുന്ന എഫ് ഓഫ് എക്സ് എത്തുന്ന സ്ഥലം സെയിം ആയിരിക്കും. വി കോൾ ദിസ് എ സാൻഡ്വിച്ച് പ്രോപ്പർട്ടി. എഫ് ഓഫ് എക്സിന് സാൻഡ്വിച്ച് ഇരിക്കുകയാണ്, ആരൊക്കെയായിട്ട്? ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും ആയിട്ട് സാൻഡ്വിച്ച് ഇരിക്കുകയാണ്. വി കോൾ ദിസ് എ സാൻഡ്വിച്ച് പ്രോപ്പർട്ടി. ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചോദ്യമുണ്ട്, ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 എക്സ് സൈൻ എക്സ് 1/x. ഈ ലിമിറ്റ് ഓഫ് എക്സ് 0 എക്സ് സൈൻ 1/x ഒരു വഴി ട്രിഗണോമെട്രിക് ലിമിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റ് ഓഫ് എക്സ് 0 എക്സ് സൈൻ 1/x ട്രിഗണോമെട്രിക് ലിമിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിൽ എലോപ്പറ്റിക് അല്ല, എന്താ പറയുക, സാൻഡ്വിച്ച് തിയറം ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാം? സൈൻ 1/x എപ്പോഴും -1ൻ്റെയും 1ൻ്റെ ഇടയിലാണ്. അപ്പോൾ എക്സ് സൈൻ 1/x എവിടെയായിരിക്കും? എക്സ് സൈൻ 1/x എക്സിൻ്റെയും -xൻ്റെയും ഇടയിലാണ്. അപ്പോൾ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യും, ഇതുപോലെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. കണ്ടോ? ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും ഒരേ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇതും അതെ അതിലേക്ക് തന്നെ പോകും. അപ്പം വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ് ഓൾസോ വിൽ ഗോ ടു 0. ദ വാല്യൂ ഓഫ് ദിസ് ഇസ് 0. ദിസ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ടു ഇലസ്ട്രേറ്റ് സാൻഡ്വിച്ച് പ്രോപ്പർട്ടി. ക്ലിയർ? സാൻഡ്വിച്ച് പ്രോപ്പർട്ടി മനസ്സിലാവുണ്ടല്ലോ. ഈ സാൻഡ്വിച്ച് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. നോക്കാം, ആ സാൻഡ്വിച്ച് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ട്രൈ ചെയ്യാം. We'll discuss sandwich property. Sandwich property വെച്ച് ഡിസ്കസ് ചെയ്യാം.
നോക്കൂ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ? വി കോൾ ഇറ്റ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. വാട്ട് ഇസ് ബ്രാക്കറ്റ് ഓഫ് ബോക്സ് ഓഫ് 2.5? എന്താ? ഇറ്റ് ഇസ് 2. What is box of minus 2.5? It is minus 3. It is the greatest integer less than or equal to that number. What is box of 2? 2 n. അപ്പം മനസ്സിലാകേണ്ടത് ബോക്സ് ഓഫ് എക്സ് എപ്പോഴും എക്സിനേക്കാൾ താഴെയായിരിക്കും. ഇത് ഈക്വൽ ആവാം. ഇപ്പോഴേ ഈക്വൽ ആവുക എക്സ് ഇൻഡിജർ ആവാം. ആൻഡ് ബി ബിഗർ ദാൻ എക്സ് മൈനസ് 1. അപ്പോൾ ഇത് എപ്പോഴും വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. Box x, greatest integer function x, will be always less than or equal to x and is strictly bigger than x minus 1. Right? Strictly bigger than x minus 1. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. What is bracket r? Bracket r will be less than or equal to r and will be strictly bigger than r minus 1. അല്ലേ? What is bracket 2r? Bracket 2r is less than or equal to 2r and be strictly bigger than 2r minus 1, etc. What is bracket nr? Box nr. Box nr is less than or equal to nr and be strictly bigger than nr minus 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് ആഡ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് r പ്ലസ് ബ്രാക്കറ്റ് 2r plus etc. plus bracket nr is always less than or equal to, ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? r, 2r, 3r, etc. nr. r പുറത്തെടുത്താൽ 1 plus 2 plus 3 plus etc. plus n അല്ലേ? What is 1 plus 2 plus 3 plus etc. plus n? It is n into n plus 1 by 2. But this is r into n plus 1 by 2. Less than. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടാം മക്കളെ? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 1 1 1 1 n ടൈംസ്. ഇവിടെ r, 2r, 3r, etc. അതേപോലെ തന്നെ. അപ്പോൾ r ഇൻറ്റു n മൈനസ് 1 n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 അല്ലേ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ n സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടെ n സ്ക്വയർ എഴുതും. ഇവിടെ n സ്ക്വയർ എഴുതും. ഡിവൈഡ് ബൈ n സ്ക്വയർ. ഇവിടെ അത് n സ്ക്വയർ എഴുതും. ഇവിടെ അത് n സ്ക്വയർ എഴുതും. Now put the limit. അവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കാം. ഇവിടെ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ അത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ അത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ ഞാനൊരു പുതിയ കൺസെപ്റ്റ് പറയാം. അതായത് വാട്ട് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി? 3n സ്ക്വയർ പ്ലസ് n ബൈ 4n സ്ക്വയർ. n infinity at n ആണ്. 3n square by n by 4n square. I am saying that the value is 3 by 4. 3 by 4. കാരണം ഇവിടെ പോളിനോമിയലാണ് ഓഫ് ഡിഗ്രി 2. താഴെയും പോളിനോമിയലാണ് ഡിഗ്രി 2. ഇത് ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് നിങ്ങൾ ശരിക്കും മുകളിലും താഴെ n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 പ്ലസ് 1 ബൈ n ഡിവൈഡഡ് ബൈ 4. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് വാനിഷ് ചെയ്യും. ആൻസർ വിൽ ബി 3 by 4. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയണം. ഇതിൻ്റെ ദിസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. ദിസ് ഇസ് ഓൾസോ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. അപ്പം ന്യൂമറേറ്റർ പോളിനോമിയലാണ്, താഴെ പോളിനോമിയലാണ്. ഒരേ ഡിഗ്രി ആണെങ്കിൽ ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവും. ആ ഫൈനൈറ്റ് വാല്യൂ എന്തായിരിക്കും? മുകളിലുള്ള പോളിനോമിയലിൻ്റെ ഏറ്റവും വലിയ പവറിൻ്റെ കോഎഫിഷ്യന്റ്. വി കോൾ ഇറ്റ് ലീഡിങ് കോഎഫിഷ്യന്റ്. അപ്പോൾ ലീഡിങ് കോഎഫിഷ്യന്റ് ഓഫ് ദ ന്യൂമറേറ്റർ ബൈ ലീഡിങ് കോഎഫിഷ്യന്റ് ഡിനോമിനേറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യം ഇപ്പം ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ 4n സ്ക്വയറിന് പകരം 5n സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? 5n സ്ക്വയർ ആണ്. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 3 by 5 അല്ലേ? ഇതിപ്പം ഇവിടെ 10n സ്ക്വയർ ആണെങ്കിൽ 3 by 10 ആയിരിക്കും. ഇവിടെ an സ്ക്വയർ പ്ലസ് bn സ്ക്വയർ, ഇവിടെ bn സ്ക്വയർ, ഇവിടെ an സ്ക്വയർ ആണെങ്കിൽ a by b ആയിരിക്കും. ന്യൂമറേറ്ററിലെ ഏറ്റവും വലിയ പവറിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ഏറ്റവും വലിയ പവറിന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ താഴെ n ക്യൂബ് ആണ് വിചാരിക്കുക. ഇതിന്റെ താഴെ n ക്യൂബ് ആണ് വിചാരിക്കുക. ഇവിടെ n സ്ക്വയറിന് പകരം n ക്യൂബ് ആണ് വിചാരിക്കുക. അപ്പം ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി കൂടുതലാണ്. ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി കൂടുതലാണെങ്കിൽ ശ്രദ്ധിക്കണം, n ടെൻസ് ഇൻഫിനിറ്റിയിലേക്ക് വർക്കിലൂട്ടാം. ഡിനോമിനേറ്റർ ഡിഗ്രി കൂടുതലാണെങ്കിൽ ഡിനോമിനേറ്ററാണ് ഡോമിനൻസ്. അപ്പോൾ ഇറ്റ് വിൽ ഗോ ടു 0. ദ വാല്യൂ ഇസ് 0. ഓക്കെ,
ന്യൂമറേറ്ററിനാണ് ഡിഗ്രി കൂടുതലെങ്കിലോ ലിമിറ്റ് ഓഫ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4n² പ്ലസ് n ഡിവൈഡഡ് ബൈ n. മുകളിലാണ് ഡിഗ്രി വെച്ചോളൂ കൂടുതൽ. കണ്ടോ ഇവിടെ n² അവിടെ n 1 ഉള്ളൂ. അപ്പോൾ മുകളിലാണ് ഡിഗ്രി കൂടുതലെങ്കിൽ ആൻസർ വിൽ ബി ഇൻഫിനിറ്റി. അപ്പോൾ എന്താ കൺസെപ്റ്റ്? ലിമിറ്റ് ഓഫ് n ടെൻസ് ടു ഇൻഫിനിറ്റി f of n ഡിവൈഡഡ് ബൈ g of n. f of n ഉം g of n ഉം പോളിനോമിയലാണെങ്കിൽ ഇതിന് രണ്ടിനും ഒരേ ഡിഗ്രി ആണെങ്കിൽ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും ഉത്തരം. ഇതിന്റെ ഡിഗ്രിയും സെയിം ആണെങ്കിൽ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും ഉത്തരം. ആ ഫൈനൈറ്റ് വാല്യൂ എന്തായിരിക്കും? ലീഡിങ് കോഎഫിഷ്യന്റ് ഓഫ് ദ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ലീഡിങ് കോഎഫിഷ്യന്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. ഇനി ന്യൂമറേറ്റർ ഡിഗ്രിയാണ് കൂടുതലെങ്കിൽ ആൻസർ വിൽ ബി ഇൻഫിനിറ്റി. ഡിനോമിനേറ്റർ ഡിഗ്രിയാണ് കൂടുതലെങ്കിൽ ആൻസർ വിൽ ബി 0. അപ്പോൾ ഇവിടെ കേട്ടോ, ഇവിടെ നോക്കൂ, ഇവിടെ ഡിഗ്രി 6 കോൺസ്റ്റന്റ് ആണ്. n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ n ആണ് വേരിയബിൾ. അപ്പോൾ n² പ്ലസ് 1/2 ഇവിടെ n². അപ്പോൾ ലീഡിങ് സെയിം ഡിഗ്രിയാണ്. അപ്പോൾ സെയിം ഡിഗ്രിയാണ്. ഇത് എങ്ങടാ പോവാം? ലീഡിങ് ഇത് എന്തായാലും ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പോൾ വാട്ട് ഇസ് ഇത് n² കോഎഫിഷ്യന്റ് ഇവിടെ എന്താ 1 ആണ്. n² കോഎഫിഷ്യന്റ് 1/2 ആണ്. ആൻസർ വിൽ ബി r/2. ഇവിടെയോ നോക്കൂ, ഇവിടെ 1/n ആണ്. ഇവിടെ ഇത് പോളിനോമിയൽ ഡിഗ്രി n ആണ്, n² ആണ്. ഇവിടെ n² ആണ്, ഇവിടെ n² ആണ്. അപ്പോൾ ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ലീഡിങ് കോഎഫിഷ്യന്റ് ന്യൂമറേറ്റർ ബൈ ലീഡിങ് കോഎഫിഷ്യന്റ് ഡിനോമിനേറ്റർ. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് r/2. അപ്പോൾ ഇതും അതെ r/2ലേക്ക് പോവാം. അപ്പോൾ ഇതും r/2ലേക്ക് പോവാം, ഇതും r/2ലേക്ക് പോവാം. അപ്പോൾ ഇത് ബൈ സാൻഡ്വിച്ച് തിയറം ദിസ് ഓൾസോ വിൽ ഗോ ടു r/2. അപ്പോൾ ആൻസർ ഇസ് D is ആൻസർ. ഓക്കെ, റൈറ്റ്. അതേപോലത്തെ ചോദ്യമാണ് റെസിപ്രോക്കൽ ആകുമ്പോൾ ടെൻസ് ടു ഇൻഫിനിറ്റി ആവും. അതാണ് ഓർക്കേണ്ടത്. അതെ, ടെൻസ് ടു 0 ആവും. കേട്ടോ, ഇവിടെ x ടെൻസ് 0 ആവും. 0 പ്ലസ്. അപ്പോൾ 0 പ്ലസ് എങ്ങനെ ചെയ്യാം? x ടെൻസ് 0 പ്ലസ്. ഇത് 0 ആണെങ്കിൽ 0 പ്ലസ് മീൻസ് വാട്ട്? x is tending to 0 to the right. അപ്പോൾ x is tending to 0 to the right ആണെങ്കിൽ x-ന് പകരം എന്ത് കൊടുക്കുക? x-ന് പകരം 0 പ്ലസ് h കൊടുക്കുക. അതിന് ശേഷം x ടെൻസ് 0 കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് ഓഫ് എന്താവും? h ടെൻസ് ടു 0 h into 1 box of 1/h. അപ്പോൾ ഈ h-ന് ഒരു പ്രത്യേകത ഉണ്ട്. വാട്ട് ഇസ് h? H is a very small positive real number. It is a very small positive real number, right? Clear alle makkale? It is a very small positive real number. But it is 1/h plus bracket of 2/h plus etc. plus bracket of 15/h. ഇനി എന്താ ചെയ്യേണ്ടത്? 1/h-ന് t കൊടുക്കാം. Put 1/h equals t. 1/h-ന് t കൊടുക്കാം. 1/h-ന് t കൊടുക്കുമ്പം h0 h പറയുന്നത് പോസിറ്റീവ് ആണ്. h is a പോസിറ്റീവ് വാല്യൂ. അപ്പോൾ 1/h എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ h0 ടെൻഡ് ചെയ്യുമ്പോൾ t വിൽ ഗോ ടു ഇൻഫിനിറ്റി. അപ്പോൾ h0 ടെൻഡ് ചെയ്യുമ്പം t വിൽ ഗോ ടു പ്ലസ് ഇൻഫിനിറ്റി. t ഇൻഫിനിറ്റിലേക്ക് ടെൻഡ് ചെയ്യുക. അപ്പം ലിമിറ്റ് ഓഫ് t ടെൻസ് ടു ഇൻഫിനിറ്റി എന്താ പറയുക? 1/t ഇൻറ്റു ബോക്സ് t പ്ലസ് ബോക്സ് 2t പ്ലസ് ബോക്സ് 3t എക്സെട്ര പ്ലസ് ബോക്സ് 15t. അത് പഴയ പോലെ നമ്മൾക്ക് ചെയ്യാം. t ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ ഇതേ ലോജിക്ക് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? t ലൈ ബിറ്റ്വീൻ ബോക്സ് t ലൈ ബിറ്റ്വീൻ t ആൻഡ് t minus 1. Box 2t lie between 2t and 2t minus 1, etc. Box 15t lie between കഴിഞ്ഞ പ്രോബ്ലം തന്നെ 15t and 15t minus 1. അത്രയേ ഉള്ളൂ. എല്ലാം കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? Therefore the value of this will be എന്തായിരിക്കും? ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? If you add everything got to get, ഇത് ഞാൻ നടുക്കത്തെ എഴുതുന്നില്ല. നടുക്കത്തെ ഈ സാധനം ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? t into 15 into 16/2. റൈറ്റ് അല്ലേ? t into 15. എവിടെയോ it is t into 15 into 16/2 minus 15. അപ്പോൾ ഈ ടേം ആണ്. ഇത് മൊത്തം കൂട്ടിയാൽ ഇതെല്ലാം കൂടി കൂട്ടെ ഇവിടെ എന്താ എഴുതുക? ബോക്സ് ടി, ബോക്സ് 2t എക്സെട്ര ബോക്സ് 15t. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എഴുതുന്നില്ല. അപ്പോൾ ഡിവൈഡഡ് ബൈ ടി ആകുമ്പോൾ ഇവിടെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ബൈ ടി ആകുമ്പോൾ ഈ ടിയും വെട്ടിപ്പോവും.
ഇവിടെ ടി ആകുമ്പം ഇവിടെ ബൈ ടി ചെയ്യാം. ഇനി ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ടീം ടി വെട്ടിപ്പോവും. അപ്പോൾ ദിസ് വിൽ ഗോ ടു 15/16/2. ദിസ് ഓൾസോ വിൽ ഗോ ടു 15/16/2. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ആൻസർ വിൽ ബി 15/16/2. കഴിഞ്ഞ പ്രോബ്ലം ആയി തന്നെ 2 will go here 8 times. It is 8 into 120. അപ്പോൾ ഓർക്കേണ്ടത് ഇതേ ചോദ്യം 16/x ആണെങ്കിൽ 16 into 17/2 ആയിരിക്കും. 20/x ആണെങ്കിൽ 20/x വരെ പോകണമെങ്കിലോ എന്താ ആൻസർ? 20 into 21/2 ആയിരിക്കും. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ഇത് 2024/x ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? 2024 into 2025/2 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ ആ പാറ്റേൺ ഒന്ന് പഠിച്ചു പോയാൽ നല്ലതാണ്. സാൻഡ്വിച്ച് തിയറം. ഇത് വേറൊരു റിസൾട്ടാണ്. വി കോൾ ഇറ്റ് ആസ് 1 raised to infinity ഫോം. ഞാൻ പറഞ്ഞു കുറേ ഫോംസ് ഉണ്ടെന്ന്. ഇൻഡിറ്റർമിനന്റ് ഫോംസിൽ 1 raised to infinity ഫോംസ്. ഈ 1 raised to infinity പറഞ്ഞാൽ നമ്മളെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ 1 100 തവണയോ 1000 തവണയോ 1,00,000 തവണയോ മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെയാണ്. അപ്പോൾ 1 raised to infinity ഇൻഡിറ്റർമിനന്റ് ഫോം ആണോ ഒരു സംശയം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അല്ലേ? 1 raised to infinity ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്. അത് ആ 1 എന്ന് പറയുന്നത് 1 raised to infinity അല്ല, 1 raised to infinity ആണ്. ഒരു ഉദാഹരണം പറയാം. അപ്പം ലിമിറ്റ് ഓഫ് 1 raised to 1/x x tends to infinity. ഇത് 1 ആണ്. ഇത് 1 raised to infinity അല്ല. ഇത് 1 raised to infinity ഫോം അല്ല. ഇത് 1 raised to infinity ആണ്. അത് 1 തന്നെയാണ്. പക്ഷേ ലിമിറ്റ് ഓഫ് x tends to 0 cos x raised to 1/x. നോക്കൂ, cos x will tend to 1. 1/x will tend to infinity. അപ്പോൾ ഇതെന്താ? 1 raised to infinity ആണ്. അപ്പോൾ ഇത് 1 raised to infinity ഫോം ആണ്. I hope you understood what we call 1 raised to infinity form. 1 raised to infinity form is not 1 raised to infinity. It is 1 raised to infinity. Right? Okay. Clear ആണോ മക്കളെ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ അതാണ് ഇത് 1 raised to infinity ഫോം ആണ്. അപ്പോൾ 1 raised to infinity ഫോം ആണെങ്കിൽ ഒരു റൂൾ ഉണ്ട്. റൂൾ ഇതാണ്: f of x raised to g of x limit x tends to a is equal to e power limit x tends to a f of x minus 1 into g of x. ഇതാണ് when f of x tends to 1 and g of x tends to infinity as x tends to a. x a-ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇത് 1ലേക്ക് ടെൻഡ് ചെയ്യണം, ഇത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പോൾ 1 raised to infinity ആവും. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഈസ് e to the power x tends to a f of x minus 1 g of x. അത് കാണാതെ പഠിക്കാം. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. റൈറ്റ്? ക്ലിയർ അല്ലേ മക്കളെ? റൈറ്റ്. അപ്പോൾ അത് ഇവിടെ നോക്കൂ, എക്സ് 0ലേക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ 0+ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 0+നെ എക്സിന് പകരം 0+h ആയിക്കോളൂ. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഇസ് പി? പി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് h tends to 0 1 plus tan square into root h raised to 1/2h. അവിടെ എച്ചിന്റെ പ്രത്യേകത എന്താ? എച്ച് ഇസ് എ പോസിറ്റീവ് സ്മോൾ പോസിറ്റീവ് റിയൽ നമ്പർ. ഓക്കെ, പോസിറ്റീവ് റിയൽ നമ്പർ. ഇനി അതിന്റെ വാല്യൂ നോക്കൂ, ഇവിടെ h 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇത് 1 0ലേക്ക് പോകില്ലേ? 0ലേക്ക് h 0ലേക്ക് ഇങ്ങനെ ടെൻഡ് ചെയ്യുക. അതുകൊണ്ട് എന്തായാലും 0ലേക്ക് പോകാം. ഇപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് h അല്ലേ, നെഗറ്റീവ് ആവില്ല എന്നർത്ഥം. h പോസിറ്റീവ് എന്നാണ് 0ലേക്ക് പോവുക. അപ്പം നെഗറ്റീവ് ആവില്ല h. അതുകൊണ്ട് അത് 0ലേക്ക് പോകണം. അതുകൊണ്ട് 0+ വന്നത്. വെറും എക്സ്റ്റൻസ് 0 ആണെങ്കിൽ ഇവിടെ ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം എക്സ് 0ലേക്ക് അടുത്ത ഭാഗത്ത് കൂടി വരുമ്പോൾ നെഗറ്റീവ് ആവും. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ അത് കോംപ്ലക്സ് നമ്പർ ആവും. അതുകൊണ്ടാണ് ഇവിടെ എക്സ്റ്റൻസ് 0+ ആയത്. എന്തെങ്കിലും അതൊന്നും നമ്മളെ പ്രോബ്ലത്തിൽ ബാധിക്കില്ല. അപ്പോൾ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യും 1. അപ്പോൾ അത് 1ലേക്ക് ടെൻഡ് ചെയ്യുക, ഇത് ഇൻഫിനിറ്റിലേക്ക് ടെൻഡ് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ഓഫ് ദ ഫോം 1 raised to infinity. 1 raised to infinity ആണ് ഇതിൻ്റെ ഫോർമുല e to the power f of x minus 1 into g of x. അപ്പം the value is e to the power, ഇതിൻ്റെ വാല്യൂ ദ p is equal to e to the power limit of h tends to 0 f of x minus 1.
അപ്പോൾ 1 പ്ലസ് ഇതാണ് എഫ് ഓഫ് എക്സ്, 1 പ്ലസ് ടാൻ സ്ക്വയർ റൂട്ട് എച്ച് ആണ് എഫ് ഓഫ് എക്സ്, മൈനസ് 1, അപ്പോൾ 1 വെട്ടിപ്പോവും. അപ്പോൾ വിൽ ബി ടാൻ സ്ക്വയർ റൂട്ട് എച്ച്, ടാൻ സ്ക്വയർ റൂട്ട് എച്ച് ഇൻറ്റു 1/2h, അപ്പോൾ ബൈ 2h. ഇങ്ങനല്ലേ വരിക അല്ലേ? അപ്പോൾ ടാൻ സ്ക്വയർ റൂട്ട് എച്ച് നിങ്ങൾക്കറിയാലോ, ടാൻ എക്സ് ടാൻ തീറ്റ ബൈ തീറ്റ 1 ആണ്. അപ്പോൾ ഇവിടെ ടാൻ സ്ക്വയർ റൂട്ട് എച്ച് ഉണ്ട്. ടാൻ സ്ക്വയർ റൂട്ട് എച്ച് ഉണ്ടെങ്കിൽ താഴെ നിന്നുണ്ടായാൽ മതി. വാട്ട്സ് ദ വാല്യൂ ഓഫ് ദിസ്? ഇതിന്റെ വാല്യൂ എന്താ? ഇതിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇറ്റ് ഇസ് ഇ പവർ ലിമിറ്റ് ഓഫ് എച്ച് ടെൻസ് ടു 0 ടാൻ സ്ക്വയർ 1/2 വേണമെങ്കിൽ പുറത്തെടുക്കാം, ഇവിടെ 1/2 പുറത്തെടുക്കാം, ഇൻറ്റു ടാൻ സ്ക്വയർ റൂട്ട് എച്ച് ഡിവൈഡഡ് ബൈ എച്ചിന് നമുക്ക് റൂട്ട് എച്ച് സ്ക്വയർ എഴുതി കൂടെ. അപ്പോൾ റൂട്ട് എച്ച് തീറ്റയായി വെച്ചാൽ റൂട്ട് എച്ചിന് പകരം കെ എന്നോ അല്ലെങ്കിൽ റൂട്ട് എച്ചിന് പകരം ടി എന്ന് കൊടുത്താൽ ടാൻ സ്ക്വയർ ടി ബൈ ടി സ്ക്വയർ വരില്ലേ? ടാൻ ടി ബൈ ടി എന്താ 1 അല്ലേ? അപ്പം 1 ആണ്. അപ്പോൾ ദിസ് ഇസ് ഇ റേസ് ടു 1/2. അപ്പോൾ പിയുടെ വാല്യൂ എന്താ? ഫോർ പി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 1/2. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. ആ ഓൺലി തിങ് ഇസ് ദാറ്റ് യു മസ്റ്റ് നോ ദിസ് റിസൾട്ട്. Ln P is equal to ln e raised to 1/2. The value is 1/2 ln e. Ln e the value 1 ആയതുകൊണ്ട് answer is 1/2. Answer is 1/2 is answer. C is answer. Now, ഇത് ലെബനിറ്റ്സ് റൂൾ ആണ്. ന്യൂട്ടൺസ് ലെബനിറ്റ്സ് റൂൾ. ന്യൂട്ടൺസ് ലെബനിറ്റ്സ് റൂൾ. ഇത് ന്യൂട്ടൺസ് ലെബനിറ്റ്സ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രേഷനിലാണ്, പക്ഷേ മിക്കവാറും ലിമിറ്റ്സിലും ചോദിക്കും, അപ്ലിക്കേഷൻസ് ഡെറിവേറ്റീവിലും എല്ലാത്തിലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് ലെബനിറ്റ്സ് റൂൾ ഒന്ന് പഠിക്കാം. ന്യൂട്ടൺസ് ലെബനിറ്റ്സ് റൂൾ. റൂൾ സേസ് ദിസ്. ശ്രദ്ധിക്കണേ, ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ലോവർ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് ആണ് വിചാരിക്കുക, അപ്പർ ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഡെറിവേറ്റീവും ഇൻ്റഗ്രലും കൂടി ഒരുമിച്ച് വന്നാൽ അത് നള്ളിഫൈഡ് ആവും. കാരണം ഇൻ്റഗ്രലിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഡെറിവേറ്റീവ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഈ ഇൻ്റഗ്രേറ്റിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഇൻ്റഗ്രൽ പോവും. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എഫ് ഓഫ് ഈ അപ്പർ ഫംഗ്ഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു സൈ ഓഫ് എക്സ്. അല്ല, എഫ് ഓഫ് ഈ ടിക്ക് പകരം സൈ ഓഫ് എക്സ് വയ്ക്കാം. അതിന് ശേഷം ഇതിന് ഡെറിവേറ്റീവ് പുറത്തെഴുതാം, സൈ ഡാഷ് എക്സ് മൈനസ് ലോവർ ഫംഗ്ഷൻ വയ്ക്കാം. എന്താ ലോവർ ഫംഗ്ഷൻ? എഫ് ഓഫ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് പുറത്തെഴുതാം, ഫൈ ഡാഷ് എക്സ്. ഇതാണ് ലെബനിറ്റ്സ് റൂൾ. ലെബനിറ്റ്സ് റൂൾ കാണാതെ പഠിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ലെബനിറ്റ്സ് റൂളിൻ്റെ ഒരു എക്സാമ്പിൾ. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ്, ലെബനിറ്റ്സ് റൂളിൻ്റെ എക്സാമ്പിൾ ആണ്, ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ടു എക്സ് ക്യൂബ് സൈൻ ടി ഡി ടി. ഇങ്ങനെയാണ് വിചാരിച്ചു, സൈൻ ടി ഡി ടി. എന്ത് വേണമെങ്കിൽ ആവാം, എന്ത് ഫംഗ്ഷനാണ്, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ സൈൻ ടി ഡി ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി എഫ് ഡാഷ് എക്സ്? ഒന്ന് പറയൂ. നിങ്ങൾക്കൊന്ന് എഴുതി നോക്കൂ മക്കളെ. എഫ് ഡാഷ് എക്സ് ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതാൻ നോക്കൂ. എഫ് ഡാഷ് എക്സ് വിൽ ബി, യൂസ് ദാറ്റ് റൂൾ. ആ റൂൾ ഉപയോഗിച്ച് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യൂ. എഫ് ഡാഷ് എക്സ് ഈക്വൽസ്, നോക്കൂ, സൈൻ ഓഫ് ഈ ടിക്ക് പകരം അപ്പർ ഫംഗ്ഷൻ കൊടുക്കാം, എക്സ് ക്യൂബ്. എന്നിട്ട് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതാം. എന്താ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് പുറത്താണ്, ഇറ്റ് ഇസ് 3x² മൈനസ് ലോവർ ഫംഗ്ഷൻ കൊടുക്കാം. എന്താ? സൈൻ ഓഫ് ലോവർ ഫംഗ്ഷൻ എന്താ? x². എന്നിട്ട് x² ഡെറിവേറ്റീവ് പുറത്ത് എഴുതാം, ഇൻറ്റു 2x. ദിസ് ഇസ് വാട്ട് വി കോൾ ലെബനിറ്റ്സ് റൂൾ. അപ്പോൾ ലെബനിറ്റ്സ് റൂൾ കാണാതെ പഠിച്ചല്ലോ. അപ്പോൾ ദിസ് ഇസ് വാട്ട് ലെബനിറ്റ്സ് റൂൾ ചോദിക്കാത്ത കൊല്ലങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. നൗ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 1/x³ ഇന്റഗ്രൽ 0 to x t ln 1 + t by t raised to 4 + 1. ഞാൻ അതിനെ എങ്ങനെ എഴുതാണ്? ഐ എം റൈറ്റിംഗ് ലൈക്ക് ദിസ് ഇൻ ദിസ് ഫോം. ലിമിറ്റ് ഓഫ്, ആ ക്വസ്റ്റ്യൻ എഴുതി നോക്കൂ, ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 integral of 0 to x t ln 1 + t divided by t raised to 4
plus 4 divided by x cube. റൈറ്റ്, ഇങ്ങനെ എഴുതാം. കാരണം ഈ എക്സ് ക്യൂബിൽ ഇൻ്റഗ്രൽ ബാധിക്കില്ല. അപ്പോൾ ഇത് വേറെ ഇത് വേറെയാണ്. അപ്പോൾ എക്സ് ക്യൂബ് അങ്ങനെ എഴുതാം. റൈറ്റ്, ഇത് നോക്കൂ, എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സീറോയിലേക്ക് പോകും അല്ലേ? എക്സ് സീറോയിലേക്ക് പോകുമ്പോൾ ദിസ് വിൽ ഗോ ടു സീറോ. ഇവിടെ 0 to 0, വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് 0 to 0? 0. ഇൻ്റഗ്രൽ ഓഫ് 2 to 2 ആയാലും 0 ആണ്. ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആയാൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ? അപ്പോൾ 0 ആണ്. അപ്പോൾ 0/0 ഫോം ആണ്. 0/0 ഫോം ആണ്. അപ്പോൾ 0/0 ഫോം ആണെങ്കിൽ ഇറ്റ്സ് എ റൈറ്റ് കണ്ടീഷൻ ടു യൂസ് എൽ ഹോപ്പിറ്റൽ റൂൾ. അപ്പോൾ എന്താ എൽ ഹോപ്പിറ്റൽ റൂൾ? മുകളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ മുകളിലും താഴെയും ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടാം? ദിസ് ഇസ് ലിമിറ്റ് ഓഫ് p ടെൻസ് ടു 0. താഴെ ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക മക്കളെ? എക്സ് ക്യൂബ് ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക? 3x². അല്ലേ? മുകളിൽ ഡിഫറൻഷിയേറ്റ് നോക്കൂ, ശ്രദ്ധിക്കണേ, മുകളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 to x ആണ്. അപ്പോൾ അവിടെ അപ്പർ ഫംഗ്ഷൻ നോക്കൂ, ഇവിടെ അപ്പർ ഫംഗ്ഷൻ ψx ആണ്. ഇവിടെ ψx സ്ഥാനത്ത് x ആണ്. ലോവർ ഫംഗ്ഷൻ φ(x) അവിടെ 0 ആണ് അല്ലേ? സിമ്പിൾ ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ്, ഈ ടിക്ക് പകരം എക്സ് കൊടുക്കുക. എക്സ് ഇൻറ്റു ln 1 plus x divided by x raised to 4 plus 4 into x ന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 0 ഇൻറ്റു 0ൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടാവില്ല, 0 ആയി ഉണ്ടാവില്ല. അതാണ് ലിമിറ്റ്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ വൃത്തിയിൽ എഴുതിയാൽ പോരെ. ദ വാല്യൂ വിൽ ബി എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂ? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് p ടെൻസ് ടു 0. ഇതൊന്ന് വൃത്തിയിൽ എഴുതി നോക്കൂ. എക്സും ഈ എക്സും x² വെട്ടിപ്പോവും, 3x ആവും അല്ലേ? അപ്പോൾ ദിസ് ഇസ് ln 1 plus x divided by 3x into x raised to 4 plus 4 അല്ലേ? അപ്പോൾ ഇതിൽ 0/0 ഫോം ആവുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? log 1 plus x ഉം x ഉം ആണ്. അപ്പോൾ ഇത് മാത്രം എടുത്താൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് log 1 plus x by x? 1 ആണ് അല്ലേ? ലിമിറ്റ് ഓഫ് x ടെൻസ് 0 log 1 plus x by x എന്താ? ഇവിടെ നോക്കൂ, എക്സ് 0 കൊടുക്കുമ്പോൾ log 1 0 ആണ്, 0/0 ഫോം ആണ്. ഇത് ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക? ലിമിറ്റ് ഓഫ് എക്സ് 0 1/1 plus x by 1 ആണ്. ഇത് 1 ആണ്. അപ്പോൾ ഇത് 1 ആണ്, ഈ പറയുന്ന സാധനം 1 ആണ്. അപ്പോൾ ആൻസർ വിൽ ബി 1/3 ഇൻറ്റു ഇവിടെ 0 ആകുമ്പോൾ ആൻസർ ഇസ് 1/12. 1/12 ഇസ് ആൻസർ. യെസ്, ബി ഇസ് ആൻസർ. ഇത് 2010-ലല്ല ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ JEE മെയിൻസിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചോദ്യമാണിത്. യു ആർ യൂസിങ് എൽ ഹോപ്പിറ്റൽ റൂൾ. എൽ ഹോപ്പിറ്റൽ റൂൾ അല്ല, യു ആർ യൂസിങ് എൽ ഹോപ്പിറ്റൽ റൂൾ ആസ് വെൽ ആസ് ന്യൂട്ടൺസ് ലെവലിൻസ് റൂൾ. ന്യൂട്ടൺസ് ലെവലിൻസ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. പല സ്ഥലത്തും ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇത് ഡിഫറൻസിയേഷനിലെ ചോദ്യമാണ്. ഈ ഡിഫറൻസിയേഷനിലെ ചോദ്യം വരുമ്പോഴെപ്പോഴും മെത്തേഡ്സ് ഓഫ് ഡിഫറൻസിയേഷനിലെ ചോദ്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് വൃത്തിയിലാക്കിയിട്ടേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല. ആസ് സച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെ വൃത്തിയിലാക്കുക നോക്കാം. 1 plus sin x. ഈ 1 plus sin x നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ മക്കളെ? sin x പകരം 2 sin x by 2 cos x by 2 എഴുതാം. 1 പകരം cos square x by 2 plus sin square x by 2 എഴുതാം. അത് ആക്ച്വലി എന്താ? cos x by 2 plus sin x by 2 the whole square ആണ്. അപ്പോൾ 1 plus sin x-ന്റെ വാല്യൂ cos x by 2 plus sin x by 2 whole square ആണ് അല്ലേ? അപ്പോൾ what will be root of that? Root of 1 plus sin x will be root of cos x by 2 plus sin x by 2 the whole square. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റൂട്ട് ഓഫ് x² വെറും x അല്ല, ഇറ്റ് ഇസ് മോഡ് x. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ? മോഡ് cos x by 2 plus sin x by 2 ആണ്. അപ്പോൾ അതിലെ പിടുത്തം അതാണ്. റൂട്ട് ഓഫ് സംതിങ് സ്ക്വയർ ഇസ് ദാറ്റ് സംതിങ് മോഡ്ലെസ് റൈറ്റ്? അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഇനി ആ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാൻ പോകാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടാം? y is equal to cot inverse. What is root of 1 plus sin x? It is mod cos x by 2 plus sin x by 2. ശരിയല്ലേ?
plus what is root of 1 minus sin x? ഇവിടെ 1 പ്ലസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് cos x by 2 plus sin x by 2. അപ്പോൾ 1 minus sin x ആണെങ്കിൽ എന്തായിരിക്കും cos x by 2 minus sin x by 2. അപ്പോൾ modulus of cos x by 2 minus sin x by 2. ക്ലോസ് ചെയ്യാം. പിന്നെയോ അതേപോലെ താഴെ modulus of cos x by 2 plus sin x by 2 minus modulus of cos x by 2 minus sin x by 2. റൈറ്റ്? ഇവിടെയാണ് ആ മോഡുലസിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് മോഡുലസിനെ പറ്റി വേറൊരു കാര്യമുണ്ട്. വാട്ട് ഈസ് മോഡുലസ് ഓഫ് എക്സ്? മോഡുലസ് ഓഫ് എക്സ് എക്സ് തന്നെയാണ്, എക്സ് പോസിറ്റീവ് ആണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ആണ്, എക്സ് നെഗറ്റീവ് ആണ്. ദിസ് ഇസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് അല്ലേ? മോഡുലസ് ഓഫ് -2 പറഞ്ഞാൽ 2 അല്ലേ? മോഡുലസ് ഓഫ് -2 പറഞ്ഞാൽ മൈനസ് ഓഫ് -2 ആണ്. പുറത്തൊരു മൈനസ് ഇട്ടാലേ ഇത് പോസിറ്റീവ് ആവുള്ളൂ. അപ്പം മോഡുലസ് ഓഫ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് എക്സ് π/2ന്റെയും പൈയുടെ ഇടയിലാണ്. അപ്പൊ എക്സ് π/2ന്റെയും പൈയുടെ ഇടയിലാണെങ്കിൽ എക്സ് π/2ന്റെയും പൈൻ്റെ ഇടയിലാണെങ്കിൽ π/2ന്റെയും എക്സ് π/2ന്റെയും പൈയുടെയും ഇടയിലാണ്. അപ്പൊ x/2 എവിടെയാണ് എടുക്കാം? x/2 പറയുന്നത് π/4ന്റെയും π/2ന്റെയും ഇടയിലാണ്. π/4ന്റെയും π/2ന്റെയും ഇടയിലാണ്. അപ്പൊ x/2 is lying between π/4 and π/2. 45ന്റെയും 90ന്റെയും ഇടയിലാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. cos 45ഉം sin 45ഉം സെയിം ആണ് അല്ലേ? cos 46 ആണോ sin 46 ആണോ വലുത്? sin 46 ആണ്. cos 44 ആണോ sin 44 ആണോ വലുത്? cos 44 ആണ്. അതായത് ഇങ്ങനെയാണ്, ഇതാണ് 0ന്റെയും 45ന്റെയും ഇടയിൽ. ഈ റേഞ്ചിൽ ആർക്കാ ഡോമിനൻസ്? കോസ് ആണ് സൈനേക്കാൾ വലുത്. ഇവിടെയോ ഈ ഭാഗത്തോ സൈനാണ് കോസിനേക്കാൾ വലുത്. ഇസ് ദാറ്റ് ക്ലിയർ? π/2ന്റെയും പൈയുടെ ഇടയിൽ ആരാ വലുത്? സൈനാണ് വലുത്. അപ്പൊ സൈനാ വലുത്. അപ്പൊ sin x/2 ആണ് വലുത്. അപ്പൊ ഇതാണ് വലുത് ഇതിനേക്കാൾ. അപ്പം വലുത് മൈനസ് ചെറുത്. അപ്പൊ എന്താ പോസിറ്റീവ് ആക്കി എഴുതണം. മോഡുലസ് ഓഫ് സംതിങ് ഇസ് ദ പോസിറ്റീവ് ഓഫ് ദാറ്റ്. അപ്പൊ പോസിറ്റീവ് ആക്കി എഴുതുമ്പോൾ ഇത് സ്വതവേ cos x/2 മൈനസ് sin x/2 നെഗറ്റീവ് ആയിരിക്കും. കാരണം cos x/2 അല്ലേ? ഈ ഭാഗത്ത് cos x/2 വലുതും sin x/2 വലുതും cos x/2 ചെറുതുമാണ്. അപ്പൊ ഇതാണ് വലുത്, ഇതിനേക്കാൾ വലുത് ഇതാണ്. അപ്പൊ എന്ത് എഴുതണം? മോഡുലസ് എടുക്കുമ്പോൾ എന്ത് വേണം? ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ മോഡുലസ് മാറ്റും എങ്ങനെ ഉണ്ടാവുക? y is equal to cos inverse അല്ല cos അല്ല cot inverse. y equals cot inverse. ഇവിടെ മോഡുലസ് cos x/2 plus sin x/2 എന്തായാലും ഫസ്റ്റ് ക്വാർട്ടറിലാണ്, പോസിറ്റീവ് ആണ് അല്ലേ? ഫസ്റ്റ് ക്വാർട്ടറിലാണ് x/2 ഫസ്റ്റ് ക്വാർട്ടറിൽ. അപ്പൊ cos x/2 sin x/2 ഫസ്റ്റ് ക്വാർട്ടറിലാണ്. അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് ആണ്. മോഡുലസ് അത് തന്നെയാണ്. cos x/2 plus sin x/2. പിന്നെ ഇവിടെ ആരാ വലുത്? sin x/2 ആണ് വലുത്. ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് sin ആണ് വലുത്. ഇവിടെയാണ് 45ന്റെയും 90ന്റെയും ഇടയിലാണ് കേട്ടോ. π/4ന്റെയും π/2 ഇടയിലാണ് x/2. അപ്പൊ ഇവിടെ സൈൻ ആണ് വലുത്. അപ്പൊ സൈൻ വലുത് പറഞ്ഞാൽ ഇതാണ് വലുത്. ഇത് വലുതാവുമ്പോൾ നമുക്ക് എന്ത് എഴുതണം? വലുതെന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യാം. വലുതെന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്ത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കില്ലേ? അപ്പൊ മോഡുലസ് വേണ്ട. sin x/2 മൈനസ് cos x/2 എഴുതും. അപ്പൊ മോഡുലസ് മാറ്റുമ്പോൾ ഇങ്ങനെ തിരിയുന്നു എന്നുള്ളത് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിവൈഡഡ് ബൈ എന്താ വരിക? cos x/2 plus sin x/2 അങ്ങനെ തന്നെ വയ്ക്കുക. കാരണം രണ്ടും പോസിറ്റീവ് ആണ്. sin x/2 ആണ്. പിന്നെ ഇവിടെ എന്താ വരിക? മൈനസ് ഓഫ് തിരിച്ചെഴുതാം. മൈനസ് sin x/2 പ്ലസ് cos x/2 അല്ലെ? മൈനസ് വരുമ്പോൾ cos x/2. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ മക്കളെ വരിക? cos x/2 വെട്ടിപ്പോവും. sin x/2 വെട്ടും. അപ്പോൾ y ഈക്വൽസ് cot ഇൻവേഴ്സ് എന്താ വരിക? 2 sin x/2 by 2 cos x/2 വരും. 2 വെട്ടിപ്പോവും. tan x/2. അപ്പോൾ tan x/2 നമുക്ക് എന്ത് എഴുതാം? cot ഇൻവേഴ്സ് cot π/2 മൈനസ് x/2 എഴുതാം അല്ലേ? y ഈക്വൽസ് cot ഇൻവേഴ്സ് cot π/2 മൈനസ് x/2. നിങ്ങൾ വേറൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടാവും. ഈ cot ഇൻവേഴ്സ് cot തീറ്റ ആവണമെങ്കിൽ അപ്പൊ cot ഇൻവേഴ്സ് cot x
എക്സ് ആവണമെങ്കിൽ എക്സ് അതിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ കിടക്കണം. എവിടെ കിടക്കണം? 0ൻ്റെയും പൈൻ്റെ ഇടയിൽ കിടക്കണം. ഈ π/2 മൈനസ് x/2 എവിടെ കിടക്കുക നോക്കാം. അപ്പം π/4 മൈനസ് x/2, മൈനസ് x/2 എവിടെ ഉണ്ടാവുക? മൈനസ് x/2 is bigger than മൈനസ് π/2 and is bigger than മൈനസ് π/4 അല്ലേ? അപ്പം തിരിച്ചിട്ടാൽ മൈനസ് π/2 ലെസ് ദാൻ മൈനസ് x/2 ലെസ് ദാൻ മൈനസ് π/4. ഒന്നായിട്ട് π/2 കൊണ്ട് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഇവിടെ π/2, ഇവിടെ π/2 ആഡ് ചെയ്യാം, ഇവിടെ π/2 ആഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? π/2 മൈനസ് x/2 ലൈ ബിറ്റ്വീൻ 0 ആൻഡ് π/4. 0 ലെസ് ദാൻ π/2 മൈനസ് x/2 ലെസ് ദാൻ π/4. അപ്പോൾ ഓക്കെയാണ്. ഇറ്റ് ലൈസ് ഇൻ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അപ്പോൾ ഇത് പ്രിൻസിപ്പൽ ബ്രാഞ്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? y ഈക്വൽസ് π/4 മൈനസ് x/2. മിക്കവാറും ഇത് വെൽ ബിഹേവ്ഡ് ആയിരിക്കും. പക്ഷേ വെയിറ്റുള്ള ചോദ്യത്തിൽ ആ കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഇവിടെ ഓക്കെയാണ്, ഇപ്പോൾ ഈ കണ്ടീഷൻ തന്നുകൊണ്ട് ഓക്കെയാണ്, പക്ഷെ ചിലപ്പം അത് ഓക്കെ ആയിരിക്കില്ല. കണ്ടീഷൻസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതോടെ ഇൻവേഴ്സിൻ്റെ പരിപാടി കൂടി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ y ഈക്വൽസ് π/4. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? y ഈക്വൽസ് π/4 മൈനസ് x/2 ആണ്. എന്താ ചോദ്യം? വാട്ട് ഇസ് dy/dx at x ഈക്വൽസ് 5π/6 ആയിരിക്കും. ഇതിൽ dy/dx എന്താ? -1/2 ആണ്. അപ്പോൾ ഏത് വാല്യൂ ആണെങ്കിലും കോൺസ്റ്റൻ്റ് ആണ്. dy/dx കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ dy/dx ഈക്വൽസ് -1/2. അപ്പോൾ D is C is answer. അപ്പോൾ at x equals 5π/6 വലിയ റിലവൻസ് ഇല്ല. whenever you take any value between π/2 and pi, the value of that is always, dy/dx is always -1/2. The answer is -1/2. ഇതും അതെ, dy/dxന്റെ വാല്യൂ ജസ്റ്റ് സിംപ്ലിഫിക്കേഷനിലൂ ടേക്ക് log on both sides. It is m log y, m log x plus n log y. ഇതൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്ന് വേഗം ചെയ്യാം. ഇറ്റ് ഇസ് m plus n log x plus y. You are taking log on both sides, then you differentiate left side as well as right side. അപ്പോൾ എന്താ കിട്ടുക? It is m by x plus n by y dy/dx is equal to m plus n into 1 by x plus y into 1 plus y dash. Y dash means dy/dx. So what is y dash equals? Y dash into n by y minus m plus n divided by x plus y is equal to m plus n by x plus y minus m by x. അതിൽ y dash കാണാം. അപ്പോൾ what is y dash? Y dash equals cross multiply ചെയ്താൽ മതി. It is mx plus nx minus mx minus my by x plus y into x divided by is nx minus ny minus my minus ny divided by x plus y into x into y. We can see that these terms, e term vittum, x plus y vittum. The value will be y by x. This is a technical question, very intelligence. Just simplify. This is dy/dx value. A is dy/dx. A is answer. ഇതിൽ ഈ ചോദ്യം കുറച്ച് എറർ ഉണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇതിങ്ങനെയാണ്, ഇന്റഗ്രൽ 0 to x. ഇവിടെ 0 to x ആണ്, ഒന്ന് കറക്റ്റ് ചെയ്യണേ പ്ലീസ്. ദിസ് ഇസ് ഇന്റഗ്രൽ 0 to x. When x less than equal to 4 ആണെങ്കിൽ it is x square plus bx. X square plus bx. B belongs to R. If f is continuous at x equals 0, x equals 4, which of the following statement is not true? ഈ നോട്ട് ട്രൂ പറയുന്നത് കുറച്ച് ഹെവിയാണ്. കാരണം എന്താ? ബാക്കിയെല്ലാം ശരിയാണ്. അപ്പം ബാക്കി ശരിയായതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ലോഡ് ഉണ്ട് കേട്ടോ. Right? Okay. Now, 0 to x 5 minus mod t minus t dt. X is greater than 4. ഇവിടെ തന്നുണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽസ് 4 ആണ് തന്നിട്ടുണ്ട്. എപ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം? When will you say function is continuous? If left limit is equal to right limit is equal to value of the function. അല്ലേ? Limit x tends to a, f of x equals f of a. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് ലിമിറ്റ് എന്താ മക്കളെ?
ലെഫ്റ്റ് ലിമിറ്റ് എന്താ? 4ന്റെ ഇപ്പുറത്തെ ലിമിറ്റ് എന്താ? 16 പ്ലസ് 4b. എന്താവണം? റൈറ്റ് ലിമിറ്റ്. ഇവിടെ x ടെൻസ് ടു 4 ആണ്, ഇവിടെ 0 to 4 ആവണം അല്ലേ? ഇന്റഗ്രൽ 0 to 4 5 plus 5 minus, it is 5 minus mod t minus 3 dt. അല്ലേ? ശരിയല്ലേ? റൈറ്റ്. അപ്പോൾ ഇവിടെ മോഡ് ടി മൈനസ് ടി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോഡ് ടി മൈനസ് ടി, ഈ മോഡ് ടി മൈനസ് ടി എങ്ങനെ ഉണ്ടാവുക നോക്കൂ. ഇവിടെ 3 ആണെങ്കിൽ 3യുടെ റൈറ്റിൽ ടി മൈനസ് ടി തന്നെയാണ് അല്ലേ? 3യുടെ ലെഫ്റ്റിൽ ടി മൈനസ് ടി എന്താ? മോഡ് ടി മൈനസ് ടി എന്താ? 3 മൈനസ് ടി ആണ് അല്ലേ? മോഡ് എക്സ് ഇസ് എക്സ് if x is positive. അപ്പോൾ mod t minus t is t minus t itself. If t minus t is positive, t is bigger than 3. But mod t minus t 3ൽ സ്പ്ലിറ്റ് വരും. 3യുടെ ഇപ്പുറത്ത് t minus t തന്നെയാണ്, ഇപ്പുറത്തോ 3 minus t. അപ്പോൾ ഇതാണ് അതിൽ പിടുത്തം. അപ്പോൾ 0 to 4 ആണ്. അപ്പോൾ 0 to 4 എങ്ങനെ എഴുതാം നമുക്ക്? ഇന്റഗ്രൽ 0 to 3 പ്ലസ് ഇന്റഗ്രൽ 3 to 4. ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള പരിപാടിയാണ്. എന്തുകൊണ്ടാണ് 0 to 3 to 3 to 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണേ? 0ൻ്റെയും 3ൻ്റെ ഇടയിൽ ഇതിൻ്റെ വാല്യൂ 3 മൈനസ് ടി ആണ്, 3ൻ്റെയും 4ൻ്റെ ഇടയിൽ ഇതിൻ്റെ വാല്യൂ ടി മൈനസ് ടി ആണ്. അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് 5 മൈനസ് എന്തെഴുതാം? ഇവിടെ 3യുടെ ഇപ്പുറത്താണ്, 3യുടെ ഇപ്പുറത്താണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 3 മൈനസ് ടി ആണ്. 3യുടെ അപ്പുറത്താണെങ്കിൽ എൻ്റെ വാല്യൂ ടി മൈനസ് ടി ആണ്. അപ്പോൾ 5 മൈനസ് ടി മൈനസ് ടി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക മക്കളെ? 16 പ്ലസ് 4b ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് 0 to 3 5 മൈനസ് ടി പറഞ്ഞാൽ 2 പ്ലസ് ടി വരും അല്ലേ? 2 പ്ലസ് ടി ഡി ടി പ്ലസ് ഇതെന്താ വരും? ഇന്റഗ്രൽ ഓഫ് 3 to 4 5 മൈനസ് ടി ആകുമ്പോൾ 8 മൈനസ് ടി ഡി ടി. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 16 പ്ലസ് 4b is equal to എന്താ കിട്ടുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2t പ്ലസ് ടി സ്ക്വയർ ബൈ 2, അപ്പർ ലിമിറ്റ് 3 ലോവർ ലിമിറ്റ് 0 പ്ലസ് 8t മൈനസ് ടി സ്ക്വയർ ബൈ 2, അപ്പർ ലിമിറ്റ് 4 ലോവർ ലിമിറ്റ് 3. അപ്പോൾ 16 പ്ലസ് 4bയുടെ വാല്യൂ എന്താ? 4b ആണ്. ഇത് വരിക 3 വരുമ്പോൾ 3 2 6 plus 3 3 is 9 by 2 minus 0 plus 8 into 4 minus 3 it is 8 minus 1 by 2 into 16 minus 9. 16 minus 9 is 7. So minus 7 by 2. Ready? So simplify 4b is equal to 9 by 2, 7 by 2 is 2 by 2, 1. 6 plus 8 is 14. 14 plus 14 minus 14 plus 1, 15. 15 minus 1. So b the value minus 1 by 4. So you got the value of b as minus 1 by 4. But this equation, the equation becomes b ki pagaram minus 1 by 4. This b യുടെ സ്ഥാനത്ത് minus 1 by 4 ആണ്. This is minus 1 by 4 bx ഉണ്ടായിരുന്നില്ലേ? minus 1 by 4x. Whereas x square minus x by 4 ആയി. റൈറ്റ്? കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദ്യം? Which of the following statement is not true? സിമ്പിൾ ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോഡ് ടി മൈനസ് ടിയിൽ 3യുടെ ഇപ്പുറത്തും 3യുടെ അപ്പുറത്തും വേറെ വേറെ വാല്യൂ ഉണ്ടാവും മോഡ് ടി മൈനസ് ടിക്ക്. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അന്ന് ബിയുടെ വാല്യൂ കാണും. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടിയ ഫംഗ്ഷൻ കിട്ടി. ഇതാണ് ഫംഗ്ഷൻ. എന്താണ് ആദ്യത്തെ ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അല്ല. അപ്പോൾ ബാക്കി കുറേ എണ്ണം ശരിയുണ്ടാവും, തെറ്റാണ് ആൻസർ. ഓക്കെ, നമുക്കിനി നോക്കാം. ഇത് മാറ്റാം. നോക്കാം വാട്ട് ഇസ് ദ വാല്യൂ. എന്താ വരിക നോക്കാം. ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 4. ഇത് കണ്ടിന്യൂസ് ആണല്ലോ. ഇപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി നോക്കണമെങ്കിൽ എന്താവണം? ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും നോക്കണം. വാട്ട് ഈസ് ലെഫ്റ്റ് ഡെറിവേറ്റീവ്? ലെഫ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽസ് 4 എത്രയാണ്?
എക്സിൻ്റെ 4ൻ്റെ ഇപ്പുറത്ത് ഇതാണ് സാധനം. ഇത് ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക? 2x മൈനസ് 1/4 ആണ്. അറ്റ് എക്സ് ഈക്വൽസ് 4. ഇവിടെ 4 കൊടുക്കുക. 4 2 is 8 മൈനസ് 1/4. 8 മൈനസ് 1/4 എത്രയാ? 8 4 is 32. 31/4 ആണ് അല്ലേ? വാട്ട് ഇസ് റൈറ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽസ് 4? എക്സിൻ്റെ 4ൻ്റെ അപ്പുറത്ത് ഇതാണ് ഫംഗ്ഷൻ അല്ലേ? ഇത് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 to x ആണ്. 0 to x എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ലെബനിറ്റ്സ് റൂൾ. ഹലോ, റൈറ്റ്? ലെബനിറ്റ്സ് റൂൾ ആണ്. അപ്പോൾ 0 to x ഡിഫറൻഷിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് മക്കളെ? പറയൂ. വാട്ട് ഇസ് റൈറ്റ് ഡെറിവേറ്റീവ്? 5 മൈനസ് ഈ ടിയുടെ സ്ഥാനത്ത് എക്സ് വെക്കുക. ഇറ്റ് ഇസ് മോഡ് എക്സ് മൈനസ് 3 അറ്റ് എക്സ് ഈക്വൽസ് 4. അത്രയേ ഉള്ളൂ. അറ്റ് എക്സ് ഈക്വൽസ് 4 ആകുമ്പോൾ ഇവിടെ 4 കൊടുത്താൽ മതി. ഇവിടെ 4 കൊടുക്കുമ്പോൾ 5 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3 അല്ലേ? ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. അപ്പോൾ ലെഫ്റ്റ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ലെഫ്റ്റ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽസ് 4. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻറ്റ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ഈ സാധനം ട്രൂ ആണ്. അപ്പോൾ ട്രൂ ആയതുകൊണ്ട് അത് ആൻസർ അല്ല. എഫ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 4. ഇറ്റ് ഇസ് നോട്ട് ട്രൂ. അപ്പോൾ അത് വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ആണ്. അപ്പോൾ ഇത് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ? അപ്പോൾ അതല്ല ആൻസർ. അപ്പോൾ അത് ട്രൂ ആണ്. ഫാൾസ് ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ എന്താ? f'3 പ്ലസ് f'5. വാട്ട് ഇസ് f'3? നോക്കൂ, 3 ഇപ്പുറത്തല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഡെറിവേറ്റീവ് എടുത്താൽ മതി. വാട്ട് ഇസ് f'3? f'3 എന്തായിരിക്കും? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 2x മൈനസ് 1/4 ആണ്. അപ്പോൾ 2x മൈനസ് 1/4 അല്ലേ? ഡെറിവേറ്റീവ് അതല്ലേ 2x മൈനസ് 1/4. അപ്പോൾ 2 into 3 മൈനസ് 1/4 എത്ര കിട്ടുക? 6 മൈനസ് 1/4. അപ്പോൾ 6 4 24 അല്ലേ? 3 2 6 അല്ലേ? 6 മൈനസ് 1/4. 6 4 24 മൈനസ് 1 23/24. റൈറ്റ്. ഇനി വാട്ട് ഇസ് f'5? f'5 പറയുമ്പം f'(x) ഇതല്ലേ? ഇതാണ് f'(x). ഇത് ഡിഫറൻസ് ചെയ്താൽ f'(x) ഇതാണ് 5 മൈനസ് ടി എക്സ് മൈനസ് 3 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇതാണ് f'(x). അറ്റ് എക്സ് ഈക്വൽസ് 5 ആണ്. ഇവിടെ എക്സ് ഈക്വൽസ് 5 കൊടുത്താൽ എന്താ കിട്ടുക? 5 മൈനസ് മോഡ് 5 മൈനസ് 3. 5 മൈനസ് 3 is 2. The value is 3. അത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? 23/4 3 കൂടി കൂട്ടാം. 23/4 അല്ലേ? 3 കൂടി കൂട്ടാം. f'3 പ്ലസ് f'5 അല്ലേ ചോദിച്ചാൽ? എന്താണെന്ന് ചോദിച്ചാൽ. അപ്പോൾ 23/4 3 കൂടി കൂട്ടാം. 4 3 is 12. 12 35. 35/4 ആണ്. 35/4 ആണ്. ഇത് ശരിയാണ്. ഇത് ട്രൂ ആണ്. അപ്പോൾ ബി അല്ല ആൻസർ. ഇതൊക്കെ ഉത്തരമായിട്ട് വരാം. ലോഡഡ് ക്വസ്റ്റ്യൻ ആണിത്. ബി ഇസ് കറക്റ്റ്. ഇനി എഫ് ഇസ് ഇൻക്രീസിങ് ഇൻ മൈനസ് ഇൻഫിനിറ്റി 1/8. നോക്കൂ, ഇൻക്രീസ് എപ്പോഴാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് പറയുക? ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. നോക്കൂ, അപ്പോൾ ഈ കേസിൽ നോക്കൂ, ഈ ഫംഗ്ഷൻ നോക്കൂ, എക്സ് ഇവിടെ 4 ആണ്, മൈനസ് 4 ആണ്. നോക്കൂ, എഫ് ഇസ് ഇൻക്രീസിങ് ഇൻ മൈനസ് ഇൻഫിനിറ്റി ദിസ് ആൻഡ് 8 ഇൻഫിനിറ്റി. നോക്കാം, ഒരു ഭാഗം മാത്രം നോക്കാം. 1/8. ഈ 1/8 വരുന്നത് എന്തായാലും 4ൻ്റെ ഇപ്പുറത്തല്ലേ? 4ൻ്റെ ഇപ്പുറത്തല്ലേ 1/8 വരിക? അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇതൊന്ന് ഡിഫറൻഷ്യൽ ചെയ്ത് നോക്കാം. വാട്ട് ഇറ്റ്? 2x മൈനസ് 1/4 അല്ലേ? ഇത് ഡിഫറൻറ്റ് 2x മൈനസ് 1/4 അല്ലേ? ഇത് 0 ആവുന്ന സ്ഥലം ഏതാ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴല്ലേ ഇൻക്രീസിങ് ആവുക? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക. ഇത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴല്ലേ? ഇത് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോഴാണ് 2x 1/4 വലുതാവുക. എന്ന് വെച്ചാൽ എക്സ് 1/8 വലുതാവുക. അപ്പോൾ എക്സ് 1/8 വലുതായാൽ ഇൻക്രീസിങ് ആണ്. എന്ന് വെച്ചാൽ 1/8 ഇൻഫിനിറ്റിയിൽ 1/8 തൊട്ടിട്ട് 4 വരെ അത് ഇൻക്രീസിങ് ആണ്. ഇവിടെ കൊണ്ടോ 1/8 ഇപ്പുറത്തെ ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തെറ്റാണ്. മനസ്സിലായോ? 1/8 അപ്പുറത്തെ ഇൻക്രീസിങ്. അപ്പോൾ ഇത് തെറ്റാണ്. ദിസ് ഇസ് ഫാൾസ്. അപ്പം അതുകൊണ്ട് ഇത് ശരിയാണ്. സി ഈസ് കറക്റ്റ്. ഇനി എന്തുകൊണ്ടാണ് ഡി കറക്റ്റ് ആയത്, ഡി ട്രൂ ആയത്? എഫ് ഹാസ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽസ് 1/8. നോക്കൂ, എക്സ് 1/8 ആകുമ്പം ഇതാണ് 1/8. 1/8ൻ്റെ ഇപ്പുറത്തെ ഇൻക്രീസിങ് ആണ്, പോസിറ്റീവ് ആണ്. ഇപ്പുറത്തെ നെഗറ്റീവ് ആണ്.
അപ്പോൾ 1/8 ഡെറിവേറ്റീവ്, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് എക്സ് 1/8ൻ്റെ നെയ്ബർഹുഡ് എടുത്താൽ എക്സ് 1/8 ആകുമ്പോൾ ഡെറിവേറ്റീവ് 0ആണ്. 1/8ൻ്റെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറുന്നു. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറിയാൽ അത് മിനിമം, ലോക്കൽ മിനിമമാണ്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മാറിയാൽ അത് വി കോൾ ഇറ്റ് ആസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ 1/8ൻ്റെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ലോക്കൽ മിനിമം ഉണ്ടായത്. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. എന്താണ് എ ശരി, എ ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ്, ബി ട്രൂ ആണ്, ഡി ട്രൂ ആണ്. അപ്പം സി മാത്രമാണ് ഫോൾസ്. അതുകൊണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ആണ്. അപ്പോൾ ഹിയർ ദ ആൻസർ ഇസ് സി. ഇതൊരു മോഡറേറ്റ് ചോദ്യമാണ്, നല്ല ചോദ്യമാണ്, പഠിക്കുക നന്നായിട്ട്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 70 ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ ആണ്. നമുക്കതൊന്ന് വൃത്തിയിൽ എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, മോഡ് എക്സ് മൈനസ് 1 ഇൻറ്റു കോസ് മോഡ് എക്സ് മൈനസ് 2 mod x minus 2 into sin mod x minus 1 plus x minus 3 into mod x square minus 5x plus 4. ഇതിൻ്റെ നോൺ ഡിഫറൻഷ്യബിലിറ്റി പോയിന്റ്സ് എന്താണെന്ന് ചോദ്യം. അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് ഹിൻസ് പറയാം. What you can say about the differentiability of mod x? മോഡ് എക്സ് ഏത് പോയിന്റിലാണ് നോൺ ഡിഫറൻഷ്യബിൾ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ മക്കളെ? മോഡ് എക്സ്, എനിവൺ? മോഡ് എക്സ് കണ്ടിന്യൂസ് ആണോ എല്ലാ സ്ഥലത്തും? മോഡ് എക്സ് ഇസ് ഇറ്റ് കണ്ടിന്യൂസ് എവരിവർ? മോഡ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, വി ഷേഡ് ഗ്രാഫ്, വി അറ്റ് 0 അല്ലേ, ദാറ്റ് ഇസ് വി. അത് കണ്ടിന്യൂസ് ആണ്. പക്ഷെ 0-ൽ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. 0-ൽ ഷാർപ്പ് എഡ്ജ് ഉണ്ട്, 0-ൽ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. റൈറ്റ്? മോഡ് എക്സ് കണ്ടിന്യൂസ് എവരിവർ ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0 ആണ്. വാട്ട് അബൌട്ട് എക്സ് മോഡ് എക്സ്? എക്സ് മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്. എക്സ് കണ്ടിന്യൂസ് ആണ്, മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, എക്സ് മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്. എക്സ് മോഡ് എക്സ് ഡിഫറൻഷ്യബിളും ആണ്. എക്സ് മോഡ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൾസോ. വൈ ഇറ്റ് ഇസ് ഡിഫറൻഷ്യബിൾ? എന്തുകൊണ്ടാണ് ഡിഫറൻഷ്യബിൾ ആവുന്നത്? കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഇത് 0-ലാണ് നോൺ ഡിഫറൻഷ്യബിൾ, പക്ഷേ ഇതിൽ 0 കൊടുത്താൽ ഇത് 0 ആവും. കൺസെപ്റ്റ് എന്താ വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് രണ്ട് ഫങ്ഷൻസ് ആണ് ചോദിച്ചോളൂ. ഇതിൽ ജി ഡാഷ് എ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് ചോദിച്ചോളൂ. ജി ഡാഷ് എ എക്സിസ്റ്റ് ചെയ്യില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് എൻ്റെ അർത്ഥം എന്താ? ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ എ എന്നുള്ള പോയിന്റിൽ ജി ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല, ജി ഡാഷ് എ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. പക്ഷേ എഫ് ഓഫ് എ 0 ആണെന്ന് ചോദിച്ചോളൂ. എഫ് ഓഫ് എ 0 ആണെങ്കിൽ ഇത് മൊത്തമായിട്ട് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇപ്പോൾ രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഇതിൽ രണ്ട് ഫങ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ഇത് ജി ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ, എ എന്നുള്ള പോയിന്റിൽ ജി ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ, ആ എ എന്നുള്ള പോയിന്റിൽ എഫ് ഓഫ് എ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതായത് ഈ ജി ഓഫ് എക്സിൻ്റെ നോൺ ഡിഫറൻഷ്യബിലിറ്റി എഫ് ഓഫ് എ 0 ആയാൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. നോൺ ഡിഫറൻഷ്യബിലിറ്റി വിൽ ഗെറ്റ് nullified by the fact that f of x equals 0. g of x ഡിഫറൻഷ്യബിൾ അല്ലെങ്കിലും എഫ് ഓഫ് എ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എയിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഉദാഹരണത്തിന് മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല 0-ൽ, പക്ഷേ ഇവിടെ എക്സിന് പകരം 0 കൊടുത്താൽ 0 ആവുന്നതുകൊണ്ട് എക്സ് മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ മോഡ് എക്സ് മൈനസ് 1 ഇത് 1-ൽ ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ പുറത്തൊരു എക്സ് മൈനസ് 1 ഉണ്ടെന്ന് വിചാരിക്കാം, അത് കണ്ടിന്യൂസും ആണ്. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 1 കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിളും ആണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ പറയാം. സൈൻ മോഡ് എക്സ്.
സൈൻ മോഡ് എക്സ്. സൈൻ മോഡ് എക്സ് 0 ഡിഫറൻഷ്യബിൾ അല്ല. സൈൻ മോഡ് എക്സ് 0 ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷെ പുറത്തൊരു എക്സ് ഉണ്ട് വിചാരിച്ചോളൂ. പുറത്തൊരു എക്സ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ. കാരണം എന്താ, 0 ഇവിടെ 0 0 ആയിപ്പോകും, അതുകൊണ്ടാണ് ഡിഫറൻഷ്യബിൾ ആവും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. കോസ് മോഡ് എക്സ്. കോസ് മോഡ് എക്സ്. കോസ് മോഡ് എക്സിന്റെ സ്ഥിതി എന്താ? കോസ് മോഡ് എക്സിന്റെ ഗ്രാഫ് അല്ലെ കോസ് മോഡ് എക്സ്, കോസ് ഇസ് എൻ ഈവൻ ഫംഗ്ഷൻ. അപ്പൊ കോസ് മോഡ് എക്സിന് ഇത് വർക്ക് ചെയ്യില്ല. കോസ് മോഡ് എക്സിന്റെ അഭിപ്രായം എന്താ? നിങ്ങൾ കോസ് മോഡ് എക്സ് കോസ് എക്സ് തന്നെയാണ് അല്ലേ? കോസ് മോഡ് എക്സ് ഇസ് ജസ്റ്റ് കോസ് എക്സ് ഇറ്റ് സെൽഫ്. അപ്പൊ കോസ് മോഡ് എക്സ് കോസ് എക്സ് തന്നെ ആയതുകൊണ്ട് കോസ് മോഡ് എക്സിന്റെ അഭിപ്രായം എന്താ? കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാൻ പറ്റും. നോക്കാം. മോഡുലസ് ഓഫ് x² മൈനസ് 5x പ്ലസ് 6. ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിഫറൻഷ്യബിൾ അല്ല? മോഡുലസ് ഓഫ് x² മൈനസ് 5x പ്ലസ് 6 ക്യാൻ ബി റിട്ടൺ ആസ് മോഡുലസ് ഓഫ് x മൈനസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് x മൈനസ് 3. ഇത് 2ലും 3ലും ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ ഈ ഫംഗ്ഷൻ ആസ് സച്ച് 2ലും 3ലും ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ പുറത്തൊരു x മൈനസ് 2 ഉണ്ടെങ്കിൽ ഇതിന്റെ 2ലെ നോൺ ഡിഫറൻഷ്യബിലിറ്റി പോവും. അപ്പൊ ഈ ഫംഗ്ഷനെ പറ്റി എന്താ അഭിപ്രായം? ദിസ് ഇസ് നോൺ ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് x equals 3. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? ഈസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. ഓക്കെ. അപ്പൊ അതാണ് ഈ ചോദ്യത്തിന്റെ പിടുത്തം കേട്ടോ. നമുക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കോസ് ഓഫ് മോഡ് x മൈനസ് 2 ഉണ്ട്. കോസിന് മോഡ് ബാധിക്കില്ല. അപ്പൊ അത് റീറൈറ്റ് ചെയ്യണം. എന്താ റീറൈറ്റ് ചെയ്യുക? ഇറ്റ് ഇസ് മോഡുലസ് ഓഫ് x മൈനസ് 1 ഇൻറ്റു കോസ് ഓഫ് മോഡ് എഴുതണ്ട, x മൈനസ് 2 സൈൻ മോഡ് എഴുതാം. സൈൻ ഓഫ് മോഡ് x മൈനസ് 1 പ്ലസ് x മൈനസ് 3 ഇൻറ്റു ഇത് വൃത്തിയിൽ എഴുതാം. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഫാക്ടറൈസബിൾ ആണ്. x² മൈനസ് 5x പ്ലസ് 4 ഫാക്ടറൈസ് ചെയ്യാം. ഇറ്റ് ഇസ് മോഡുലസ് ഓഫ് x മൈനസ് 4 ഇൻറ്റു x മൈനസ് 1. റൈറ്റ്. മോഡുലസ് ഓഫ് x മൈനസ് 4 ഇൻറ്റു x മൈനസ് 1. റൈറ്റ്. മോഡുലസ് ഓഫ് x മൈനസ് 4 ഇൻറ്റു മോഡുലസ് ഓഫ് x മൈനസ് 1 അല്ലേ? ശരിയല്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷനിൽ നോക്കൂ, 1ലും 4ലും പ്രശ്നമുണ്ട്. നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് x equals 1 and 4. ഇവിടെ x മൈനസ് 3 അല്ലേ ഉള്ളത്. അപ്പോൾ 1ലും 4ലും നോൺ ഡിഫറൻഷ്യബിൾ ആണ്. നോൺ ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ മോഡ് x മൈനസ് 2 വിഷയമല്ല, കാരണം കോസ് x മൈനസ് 2 ആണ്. അപ്പം നോ പ്രോബ്ലം. ഇവിടെ നോ പ്രോബ്ലം ആണ്. ഇവിടെ 1ൽ പ്രശ്നമുണ്ട്. ഇവിടെ 1ൽ പ്രശ്നമുണ്ട്. പക്ഷെ ആ പ്രശ്നം ഇവിടെ ഈ 1 ഒഴിവായി അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. മോഡ് x മൈനസ് 2 ഒന്നായിട്ട് കളഞ്ഞൂടെ? ഒന്നായിട്ട് ഇതായിക്കൂടെ? ഒന്നായിട്ട് x മൈനസ് 1 വെച്ചൂടെ? ഇൻറ്റു ഇങ്ങനെ പറഞ്ഞൂടെ? കോസ് x മൈനസ് 2 ഇൻറ്റു സൈൻ മോഡ് x മൈനസ് 2 അല്ല x മൈനസ് 1 പ്ലസ് x മൈനസ് 3 ഇൻറ്റു മോഡ് x മൈനസ് 4. ഇങ്ങനെ പറഞ്ഞൂടെ? റൈറ്റ്. അപ്പൊ ഇവിടെ എക്സിന് പകരം 1 ആയാൽ ഇവിടെ 1ൽ പ്രശ്നമുണ്ട്. ഇവിടെ 1ൽ പ്രശ്നമുണ്ട്. ഇവിടെ 1ൽ പ്രശ്നമുണ്ട്. അപ്പം വേണ്ട, ഈ ടേം എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതിയാലും മതി, കുഴപ്പമില്ല. ഇവിടെ 1ൽ പ്രശ്നമുണ്ട്, 4ൽ പ്രശ്നമുണ്ട് അല്ലേ? ഇവിടെ 1ൽ പ്രശ്നമുണ്ട്, 4ൽ പ്രശ്നമുണ്ട്. അപ്പോൾ 1ലും 4ലും പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് ഈ ടേം ഇങ്ങനെ എഴുതിയാൽ ശരിയാവോ? മോഡ് x മൈനസ് 1 ഇൻറ്റു കോസ് x മൈനസ് 2 ഇൻറ്റു സൈൻ മോഡ് x മൈനസ് 1 പ്ലസ് x മൈനസ് 3 ഇൻറ്റു മോഡ് x മൈനസ് 4. ഓക്കെ. അപ്പം ഇവിടെ x മൈനസ് 1ൽ ഇവിടെ 1ൽ പ്രശ്നമില്ല, ഇവിടെ 1ൽ പ്രശ്നമുണ്ട്, ഇവിടെ 4ൽ പ്രശ്നമുണ്ട്. ഇവിടെ 1ൽ പ്രശ്നമുണ്ട്, ഇവിടെ 4ൽ പ്രശ്നമുണ്ട്. റൈറ്റ് അല്ലേ? 1ലും 4, ഇവിടെ 1ൽ പ്രശ്നമുണ്ട്, 4ൽ പ്രശ്നമുണ്ട്. പക്ഷെ ഈ 1ലെ പ്രശ്നം ഇവിടെ 0 ആയതുകൊണ്ട് ഒഴിവാകും. ഇസ് ദാറ്റ് ക്ലിയർ? 1ലെ പ്രശ്നം ഇവിടെ 0 ആയതുകൊണ്ട് ഒഴിവാകും. ഇവിടെ x മൈനസ് 1 ഇൻറ്റു x മൈനസ് 4 ഉണ്ട്. ഇവിടെ 4ൽ പ്രശ്നമുണ്ട്. 4ൽ പ്രശ്നം ഉണ്ടെങ്കിൽ x മൈനസ് 1 ഇൻറ്റു x മൈനസ് 4. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല.
x minus 1 അപ്പോൾ ഇവിടെ x minus 4 into x minus 1 ആണ് കേട്ടോ. ഇവിടെ 4ൽ പ്രശ്നമുണ്ട്, പക്ഷേ 4 ഇവിടെ കൊടുത്താൽ 0 ആവുന്നില്ലല്ലോ. അപ്പോൾ 4ൽ മാത്രമേ പ്രശ്നമുള്ളൂ ഇവിടെ, അല്ലേ? കണ്ടോ, ഇവിടെ x minus 3, ഇവിടെ x minus 3 കണ്ടോ. ഇവിടെ എക്സിന് 4 കൊടുത്താൽ ഇവിടെ എക്സിന് 4, ഇവിടെ മോഡ് x minus 4ൽ പ്രശ്നമുണ്ട്. അപ്പോൾ 4ൽ പ്രശ്നം ഒഴിവാവണമെങ്കിൽ ഇവിടെ 4 കൊടുക്കണം. 4 കൊടുത്താൽ 0 ആവണില്ലേ? അപ്പോൾ അതുകൊണ്ട് 4ൽ മാത്രമാണ് നോൺ ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് x equals 4 only. കാരണം എന്താ, ഇവിടെ 4ലെ പ്രശ്നം ഒഴിവാവാൻ പുറത്തൊരു x minus 4 ഇല്ല. പക്ഷെ ഇവിടുത്തെ x minus 1ന്റെ പ്രശ്നം ഒഴിവാവാൻ പുറത്തൊരു x minus 1 ഉണ്ട്. അതുകൊണ്ട് -1ൽ പ്രശ്നമില്ല, 1ൽ 0 ആവും. But there's only problem at x equals 1. The answer is only 1 point. A is answer. It's a very good question. Okay. അടുത്ത ചോദ്യം നോക്കാം. Let S is T belong to R. F of x equals mod x minus pi e raised R. This is a very good question. Main 2018 ചോദിച്ചാണ്. പിന്നെയും കുറേ സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. JEE അഡ്വാൻസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. കണ്ടോ, f of x equals, it's a very good question. f of x equals mod x minus pi into e power mod x minus 1 into sin mod x is not differentiable at t ആവുന്ന collection of t's ആണ് s. Okay, then what is s എന്നാണ് ചോദ്യം. നോക്കൂ, ഇവിടെ mod x minus pi ഉണ്ട്. mod x minus pi is non differentiable at x equals pi. അപ്പോൾ ഇത് non differentiable at x equals pi ആണ്. non differentiable at x equals pi. പക്ഷേ ഇവിടെ sin pi 0 ആണ്. sin pi 0 ആണ്. അപ്പോൾ അത് ഒഴിവായി. ആ നോൺ ഡിഫറൻഷ്യബിലിറ്റി x equals pi പോയി. ഇനി ഇവിടെ ഇത് 0ത്തിൽ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. മോഡ് x equal to 0ത്തിൽ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. പക്ഷേ sin 0 0 ആണ്. അപ്പോൾ ഇതിന് നോൺ ഡിഫറൻഷ്യബിലിറ്റി ഇതിലുകൊണ്ട് പോയി. sin മോഡ് x 0ത്തിലെ പ്രശ്നമാണ്, പക്ഷെ അത് ഇതിലുകൊണ്ട് പോയി. കാരണം ഇവിടെ 0 ആയി, e raised to 0 1 ആയി, 1 minus 1 0 ആയി. അപ്പം ഇതിൻ്റെ 0 ഇതുകൊണ്ട് ഒഴിവായി, ഇതിൻ്റെ 0 ഇതുകൊണ്ട് ഒഴിവായി, ഇതിൻ്റെ പൈ ഇതുകൊണ്ട് ഒഴിവായി, ഇതിൻ്റെ പൈ ഇതുകൊണ്ട് ഒഴിവായി. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോകും. But there is no point in S, there is no t for which this function is non-differentiable. But what is S? S is null set. This is answer. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഈക്വൽസ് പൈ, പൈയിലെ പ്രശ്നം ഇതൊഴിവായി, 0ലെ പ്രശ്നം ഇതൊഴിവായി, ഇവിടെ 0ലെ പ്രശ്നം ഇതൊഴിവായി. മനസ്സിലായോ? ഇത് രണ്ടും 0 അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാവും. ഇവിടെ എക്സ് ഈക്വൽസ് പൈയിലെ പ്രശ്നം ഇതൊഴിവാവും. റൈറ്റ്? അപ്പോൾ എല്ലാം കൂടി എല്ലാം ഒഴിവാവും. അപ്പോൾ there is no t for which the function is non-differentiable. For this the set is null set. അതേപോലത്തെ ചോദ്യമാണ് കണ്ടോ. ദിസ് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ്, എന്ന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതിക്കൂടെ മക്കളെ? അതെ, പ്ലസ് കോസ് മോഡ് എക്സ്. കോസ് മോഡ് എക്സ് ഇസ് കോസ് എക്സ് ഇറ്റ്സെൽഫ്, നോ പ്രോബ്ലം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഇസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് മൈനസ് 2 പ്ലസ് കോസ് എക്സ്. ഇതാണ് ഫംഗ്ഷൻ, ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ കണ്ടോ, എക്സ് മൈനസ് 1 നോ പ്രോബ്ലം, എക്സ് പ്ലസ് 1 നോ പ്രോബ്ലം. അപ്പോൾ ഇവിടെ കോസ് എക്സ് നോ പ്രോബ്ലം. അപ്പോൾ ഇവിടെ there is only 2 problems. എന്തൊക്കെയാ? മോഡ് എക്സ് മൈനസ് 1 നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 1, മോഡ് എക്സ് മൈനസ് 2 നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 2. അപ്പോൾ ഇത് എക്സ് ഈക്വൽസ് 2ൽ നോൺ ഡിഫറൻഷ്യബിൾ ആണ്, എക്സ് ഈക്വൽസ് 1ൽ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ എക്സ് ഈക്വൽസ് 2ൽ നോൺ ഡിഫറൻഷ്യബിലിറ്റിനെ ഒഴിവാക്കാൻ ഇവിടെ ആരുമില്ല. കണ്ടോ, 0 ആവുന്ന എക്സ് മൈനസ് 2 പുറത്തുണ്ടായിരുന്നെങ്കിൽ എക്സ് മൈനസ് 2ലുള്ള നോൺ ഡിഫറൻഷ്യബിലിറ്റി ഒഴിവാകുമായിരുന്നു. അപ്പോൾ ഇവിടെ മോഡ് എക്സ് മൈനസ് 2ല് മോഡ് എക്സ് മൈനസ് 2 ഈസ് നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 2. പക്ഷേ പുറത്തൊരു എക്സ് മൈനസ് 2 ഇല്ലാത്തതുകൊണ്ട് 2ലുള്ള നോൺ ഡിഫറൻഷ്യബിലിറ്റി കിടക്കും. ഇവിടെ മോഡ് എക്സ് മൈനസ് 1 ഈസ് നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 1, പക്ഷേ ഇവിടെ ഒരു എക്സ് മൈനസ് 1 ഉണ്ട്. അപ്പോൾ അത് ഒഴിവാകും. അപ്പം there is only point where it is non differentiable. It's only one point, only one point, at one point, only at x equals 2, at x equals 2
the function is non-differentiable. Non-differentiable ആയിട്ട് x equals 2 മാത്രമാണ്. There's only one. It's not differentiable at, കണ്ടോ ഈ ചോദ്യം വളരെ ശ്രദ്ധിക്കണേ, is not differentiable at x equals 2. But here the answer is D. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, number of points where the function is non-differentiable. There's only one point, that is 2. Right? അപ്പോൾ അതുകൊണ്ട് here the point is non-differentiable at എന്ന ചോദ്യം. അപ്പോൾ x equals 2 non-differentiable ആണ്. Number of points where the function is non-differentiable, there's only one point, that is at x equals 2. Right? ഇതും അതേപോലത്തെ ചോദ്യമാണ്. നോക്കൂ, ഗ്രാഫ്സ് വെച്ചിട്ട് എക്സ് സ്ക്വയർ മോഡ് കോസ് പൈ ബൈ എക്സ്, എക്സ് സ്ക്വയർ മോഡ് കോസ് പൈ ബൈ എക്സ്, എക്സ് നോട്ട് ഇക്വൽ 0 is equal to 0 when x equals 0. x belongs to R. f is differentiable, non differentiable, അവർ ഡിഫറൻഷ്യബിലിറ്റിയിലാണ് പെടുത്താം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ കോസ് പൈ എക്സ് മോഡ് എക്സ് സ്ക്വയർ കോസ് പൈ എക്സ്. ഇത് കണ്ടിന്യൂസ് ആണ്, ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഡിഫറൻഷ്യബിലിറ്റി ആണ് ചോദിച്ചത്, കണ്ടിന്യൂസ് ആണത്. കാരണം 0 കൊടുത്താൽ എക്സ് 0 കൊടുത്താൽ what is limit x tends to 0? What is limit x tends to 0? X square mod cos pi by x. ഇത് സാൻഡ്വിച്ച് പ്രോപ്പർട്ടി ആണ്. കോസ് പൈ എക്സ് ലൈ ബിറ്റ്വീൻ 0 and 1 അങ്ങനെ ഇങ്ങനെ പറയാം, നമുക്ക് ഇങ്ങനെ പറയാം. എക്സ് സ്ക്വയർ കോസ് പൈ എക്സിന്റെ കഥ എങ്ങനെ പറയാം, മോഡ് കോസ് പൈ എക്സ് എവിടെയാണ് കിടക്കുക, 0ന്റെയും 1ന്റെയും ഇടയിലാണ് കിടക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ കോസ് പൈ എക്സ് 0ന്റെയും എക്സ് സ്ക്വയറിൻ്റെ ഇടയിൽ കിടക്കും. എക്സ് സ്ക്വയറിൻ്റെ 0 മീൻസ് 0. അപ്പോൾ എക്സ് 0 ടെൻഡ് ഇതെന്തായാലും 0ലേക്ക് പോവാം, ഇതെന്തായാലും 0ലേക്ക് പോവാം. അപ്പോൾ ഇതെന്തായാലും 0ലേക്ക് പോവാം, അപ്പോൾ ഇത് 0ലേക്ക് പോവാം. അപ്പോൾ ലിമിറ്റും 0 ആണ്, അതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. ചോദിച്ചിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞു മാത്രം. ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. ഇനി എന്താ ചോദിച്ചാൽ അതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതും, ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതിക്കൂടെ മക്കളെ, എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ഇൻറ്റു എക്സ് കോസ് മോഡ് കോസ് പൈ ബൈ എക്സ്. ഇങ്ങനെ പറയാം. ഈ എക്സ് ഇൻറ്റു കോസ് പൈ ബൈ എക്സും കണ്ടിന്യൂസ് ആണ്. ഇത് കണ്ടിന്യൂസ് ആണ്, ഈ സാധനം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് 0-ല്. കാരണം ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് ടു 0, എക്സ് മോഡ് കോസ് പൈ എക്സും 0 ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. ദിസ് ഇസ് കണ്ടിന്യൂസ്. ഇത് കണ്ടിന്യൂസ് ആണ്. എക്സ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടെ എക്സ് കോസ് പൈ എക്സ് 0-ല് ഡിഫറൻഷ്യബിൾ അല്ല. എന്താ കാരണം അറിയോ, എക്സ് കോസ് പൈ എക്സ് 0-ല് ഡിഫറൻഷ്യബിൾ അല്ല. നോക്കൂ, സപ്പോസ് എ ഫംഗ്ഷൻ ഇസ്, ഞാൻ അങ്ങനെ എടുക്കണം, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ജി ഓഫ് എക്സ് ഉള്ള ഫംഗ്ഷൻ എക്സ് മോഡ് കോസ് പൈ എക്സ് ആണെന്ന് വിചാരിച്ചോളൂ, പൈ ബൈ എക്സ് ആണ് വിചാരിച്ചോളൂ. വാട്ട് ഇസ് ജി ഡാഷ് എക്സ്? 0-ല് ജി ഡാഷ് 0 എന്തായിരിക്കും? വാട്ട് ഇസ് ജി ഡാഷ് 0? ഇറ്റ് ഇസ് ജി ഓഫ് എക്സ്, ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് ടു 0, ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് 0 divided by x minus 0 ആണ്. This is limit of x tends to 0, g of x, g of 0 0 തന്നെയാണ്, by x. അപ്പോൾ x into mod cos pi x, pi by x by x വരും. ഈ x ഉം വെട്ടിപ്പോകും. ലിമിറ്റ് x and 0 cos pi x does not exist ആണ്. ലിമിറ്റ് x, ഈ x ഉം വെട്ടിപ്പോകും. ലിമിറ്റ് x and 0 cos pi x, കണ്ടോ ഇവിടെ 0-ലേക്ക് പോകുമ്പോൾ cos ഇൻഫിനിറ്റി വരും. cos ഇൻഫിനിറ്റി പറഞ്ഞാൽ നോട്ട് ഇൻഫിനിറ്റി, cos ഇൻഫിനിറ്റി is a number lying between minus infinity. മോഡ് ആകുമ്പോൾ ലൈ ബിറ്റ്വീൻ 0 and ഇൻഫിനിറ്റി. എവിടെയാ വാല്യൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് തന്നെയാണ് ആക്ച്വലി. ഏതാ വാല്യൂ അറിയില്ല. അല്ല, ഇൻഫിനിറ്റി അല്ല, ലൈ ബിറ്റ്വീൻ 0 and 1. മോഡല്ലേ, അപ്പം കോസ് ഒരിക്കലും -1 വണ്ടി പുറത്തു പോകില്ല. അപ്പോൾ മോഡ് ആയതുകൊണ്ട് 0-നും 1-ന്റെ ഇടയിൽ, അപ്പോൾ 0-നും 1-ന്റെ ഇടയിൽ ഏതോ ഒരു വാല്യൂ അപ്പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് അർത്ഥം. അപ്പോൾ അത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. 0-ല് ഇറ്റ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ 0 ആണ്. ഇത് നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ 0 ആണ്. പക്ഷേ ഇവിടെ എക്സിന് പകരം 0 കൊടുത്ത് 0 ആയതുകൊണ്ട്, ഇവിടെ എക്സിന് കൊടുത്ത 0 കൊടുത്താൽ 0 ആയതുകൊണ്ട് ഈ സാധനം എന്തായിരിക്കും, 0-ല് ഡിഫറൻഷ്യബിൾ ആണ്. മനസ്സിലായോ? റൈറ്റ്? എന്താ നോ പറഞ്ഞ? എനിവൺ? ഓക്കെ, അതായത്
എക്സ് മോഡ് കോസ് പൈ എക്സ് കണ്ടിന്യൂസ് ആണ്, സീറോയിൽ ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷേ ഇതിൽ ഇവിടെ എക്സിന് പകരം സീറോ കൊടുത്താൽ ഇത് സീറോ ആണ്. ഇത് സീറോ ആയതുകൊണ്ട് ഈ സാധനം എന്താ, സീറോയിൽ ഡിഫറൻഷ്യബിൾ ആണ്. But this function is differentiable at x equals 0. x equals 0 ഉള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഇനി ടൂല് ഡിഫറൻഷ്യബിൾ ആണോ നോക്കാം. ടൂലാകുമ്പോൾ എന്താ വരിക കേട്ടോ, എക്സ് ഫംഗ്ഷൻ ടൂല് ഡിഫറൻഷ്യബിൾ ആണോ നോക്കൂ. ഇവിടെ 2 കൊടുത്താൽ 0, ഇവിടെ 2 കൊടുത്താൽ 0. എഫ് ഡാഷ് വാട്ട് ഇസ് ജി ഡാഷ് 2 നോക്കാം, നമുക്ക് ജി ഡാഷ് 2 നോക്കാം, അത് നല്ലത്. വാട്ട് ഇസ് ജി ഡാഷ് 2 അല്ലെ എഫ് ഡാഷ് 2, എഫ് ഡാഷ് 2 അല്ലേ കാണേണ്ടത്. ടൂല് ഡിഫറൻഷ്യബിൾ ആണോ നോക്കണം. ടൂല് എഫ് ഡിഫറൻഷ്യബിൾ ആണ്. വാട്ട് ഇസ് എഫ് ഡാഷ് 2? എഫ് ഡാഷ് 2 വിൽ ബി ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2 ബൈ എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2 പറഞ്ഞല്ലേ, ഇതേപോലെ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2 ബൈ എക്സ് മൈനസ് 2 ഇങ്ങനെ വരും. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇങ്ങനെയാണ് വരിക. അപ്പോൾ ദിസ് ഇസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 2 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, എഫ് ഓഫ് 2 പറയുമ്പം 5/2 കോസ് 5/2 0 ആണ്, അത് പോവും. എഫ് ഓഫ് എക്സ് മാത്രം ഉണ്ടാവും. എക്സ് സ്ക്വയർ മോഡ് കോസ് പൈ ബൈ എക്സ്, ഇതാണ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് 2 എന്നല്ലേ വരിക, എക്സ് ടെൻസ് ടു 2. അപ്പോൾ എക്സ് 2ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 5/2 ആണ്. 5/2 ടെൻഡ് ചെയ്യുമ്പം വാട്ട് ഇസ് ദ വാല്യൂ, 2 നോക്കൂ, 2 5/2 കോസിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് 5/2. അപ്പോൾ 5/2 ഇപ്പുറത്ത് പോസിറ്റീവും അപ്പുറത്ത് നെഗറ്റീവും ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ മോഡ് മാറും. അപ്പോൾ 2 വാല്യൂസ് ഉണ്ടാവും, റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എടുക്കണം. അപ്പം അതൊരു വഴിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ എക്സിന് പകരം 2 കൊടുത്താൽ, കാരണം ഇവിടെ എക്സ് സ്ക്വയർ കോസ് പൈ എക്സ് ബൈ 2 ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും നമുക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഡൺ ലൈക്ക് ദിസ്, അങ്ങനെ ചെയ്താലും മതി. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, വാട്ട് ഇസ് 2 പ്ലസ്, വാട്ട് ഇസ് എഫ് ഡാഷ് 2 പ്ലസ്, എഫ് ഡാഷ് 2 പ്ലസ് എന്തായിരിക്കും മക്കളെ, ഇറ്റ് വിൽ ബി ലിമിറ്റ് ഓഫ് എക്സിന് പകരം 2 പ്ലസ് എച്ച് വയ്ക്കാം. അപ്പോൾ ലിമിറ്റ് ഓഫ് എച്ച് ടെൻസ് ടു 0 2 പ്ലസ് എച്ച് വയ്ക്കുകയാണ്. അപ്പോൾ 2 പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു മോഡ് കോസ് പൈ ബൈ 2 പ്ലസ് എച്ച് മോഡ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് എച്ച് ആകുമ്പോൾ എച്ച് വരും, ശരിയല്ലേ, റൈറ്റ്. അപ്പോൾ ഇവിടെ 2 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എച്ച് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ കോസ് പൈ ബൈ 2 പ്ലസ് എച്ച് ആകുമ്പോൾ, അതായത് നമുക്കറിയാം ഈ 2 പ്ലസ് എച്ച് 2നേക്കാൾ കുറച്ചുകൂടി വലുതാണ് അല്ലേ. അപ്പം 1/2 പ്ലസ് എച്ച് എന്തായാലും 2നേക്കാൾ ലേശം കുറവാണ്. അപ്പോൾ പൈ ബൈ 2 പ്ലസ് എച്ച് ഇങ്ങനെയായിരിക്കും. അപ്പോൾ പൈ ബൈ 2 പ്ലസ് എച്ച് ഇവിടെ ഉണ്ടാവും. അപ്പം മോഡില്ലാതെ എഴുതാം, ഇവിടെ മോഡില്ലാതെ എഴുതാം. അപ്പോൾ ദിസ് ഇസ് 2 പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് പൈ ബൈ 2 പ്ലസ് എച്ച്. ഇനി എച്ച് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടും മക്കളെ, ടെൻഡ് ചെയ്യുമ്പം ഇത് 4 ആവും, കോസ് പൈ ബൈ 2 വരും, 0 വരും. 0/0 വരെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, കോസ് 2 പ്ലസ് എച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക, 0/0 ഫോം ആണിത്. എച്ച് 0 ആകുമ്പോൾ ലിമിറ്റ് ഓഫ് എച്ച് ടെൻസ് 0 താഴെ 1 വരും. ഇറ്റ് ഇസ് 2 പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ മൈനസ് സൈൻ പൈ ബൈ 2 പ്ലസ് എച്ച് പ്ലസ് കോസ് പൈ ബൈ 2 പ്ലസ് എച്ച് ഇൻറ്റു എന്തൊക്കെയാണ്, ഇത് 0 ആവാനുള്ളതാണ്. അപ്പം എച്ച് 0ലേക്ക് പോകുമ്പോൾ എന്താ വരിക, ഇവിടെ സൈൻ പൈ ബൈ 2 വരും, 1 വരും, മൈനസ് വരും. ഇവിടെ എച്ച് 0 ആകുമ്പോൾ -4 വരും. അപ്പോൾ എഫ് ഡാഷ് 2 പ്ലസ് എന്ന് പറഞ്ഞാൽ -4 ആണ്. ഇതേപോലെ എഫ് ഡാഷ് 2 മൈനസ് കാണാം. എങ്ങനെ എഫ് ഡാഷ് 2 മൈനസ് കാണാം, എഫ് ഡാഷ് 2 മൈനസ് എങ്ങനെ കാണാം, എഫ് ഡാഷ് 2 മൈനസ് it will be limit of h tends 0 2 minus h the whole square into, അപ്പോൾ 2 മൈനസ് എച്ച് ആകുമ്പം ഇത് അപ്പുറത്തേക്ക് പോവാം, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോകും. അപ്പം ഇറ്റ് വിൽ ബി എന്താ വരിക, 2 മൈനസ് എച്ച് ആകുമ്പം ഇങ്ങനല്ലേ വരിക, 2 മൈനസ് എച്ച് എന്തായാലും 2നേക്കാൾ ചെറുതാണ്.
അപ്പോൾ 1/2 മൈനസ് എച്ച് എന്തായാലും 1/2 വലുതാണ്. അപ്പോൾ π/2 മൈനസ് എച്ച് എന്തായാലും π/2 വലുതാണ്. അപ്പോൾ cos 2π/h എന്തായാലും ഓക്കെ 2π/h എന്തായാലും അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ താഴെ നെഗറ്റീവ് ഉണ്ടാവുക. നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് വരും. മൈനസ് ഓഫ് കോസ് എന്താ വരിക? കോസ് π/2 മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് വരും. റൈറ്റ്? അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക മക്കളെ? 2 മൈനസ് എച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ what you get is equal to, it is limit of h tends to 0 minus പുറത്തെടുത്തോളൂ. It is 2 minus h the whole square into minus sin π/2 minus h into minus plus 1 വരും plus cos of that. h 0ലേക്ക് പോകുമ്പോൾ 0ലേക്ക് പോകും divided by 1. ഇനി h 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇത് 0 ആവും, ഇത് 0 ആവും. വിൽ ഗെറ്റ് ആൻസർ വിൽ ബി എന്താ വരിക? 2 മൈനസ് ആവുമ്പം ഇവിടെ മൈനസ് വരും. സൈൻ 2 മൈനസ് ഇസ് അഗെയിൻ -4. ഇറ്റ് ഇസ് അഗെയിൻ -4 അല്ലേ? 2 മൈനസ് എച്ച്. അപ്പോൾ ദ വാല്യൂ ഇസ് അഗെയിൻ -4. അപ്പോൾ ഐ തിങ്ക് യു ഗെറ്റ് ദ ആൻസർ ആസ് ബോത്ത് ആസ് -4. അപ്പോൾ ദ ആൻസർ വിൽ ബി ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽസ് 2 -4 ആണ് കിട്ടുന്നത്. ഇവിടെ -4 ആകുമ്പം ഇവിടെ മൈനസ് വരും. 2 മൈനസ് എച്ച് ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ π/2 മൈനസ് എച്ച് ഇൻറ്റു -1. ഒരു മൈനസ് കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് വരും. അപ്പോൾ ഇവിടെ +4 വരും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് -4ഉം റൈറ്റ് ലിമിറ്റ് +4ഉം ആണ്. അപ്പോൾ 2ൽ ഫംഗ്ഷൻ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഓർക്കേണ്ടത് 2ൽ വൃത്തിയായിട്ട് ചെയ്യണം. 0ൽ നമുക്ക് ഈ പരിപാടി ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് കണ്ടിന്യൂസ് ആണ്. 0ൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷേ ഇവിടെ 0 ഉള്ളതുകൊണ്ട് ഇത് മൊത്തം ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ 0ൽ അത് ഡിഫറൻഷ്യബിൾ ആണ്, 2ൽ അത് ഡിഫറൻഷ്യബിൾ അല്ല. ആൻസർ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് 0 ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x equals to. ബി ഇസ് ആൻസർ. ബി ആണ് ആൻസർ. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. JEE അഡ്വാൻസ് 2012 ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം നോക്കൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കാം. മോഡുലസ് ഓഫ് ഗ്രാഫ് വെച്ചിട്ട് 2 മൈനസ് മോഡ് x മൈനസ് 3 മോഡ്. ഇതിന് ഗ്രാഫ് ഒന്ന് വരച്ചാൽ മതി. വാട്ട് ഇസ് ദ ഗ്രാഫ് ഓഫ് ദിസ്? നോക്കൂ, x മൈനസ് 3യുടെ ഗ്രാഫ് 1 2 3. ഇതാണ് x മൈനസ് 3യുടെ ഗ്രാഫ്. മൈനസ് ഓഫ് x മൈനസ് 3 പറഞ്ഞാൽ എന്താ വരിക? മൈനസ് ഓഫ് x മൈനസ് 3 പറഞ്ഞാൽ നേരെ തിരിയും. ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. This is minus mod x minus 3. This is mod x minus 3. Graph, V-shaped graph, V at 3. അപ്പോൾ ഇങ്ങനെയാവും. ഇനി +2 പറയുമ്പോൾ 2 യൂണിറ്റ് മുകളിലേക്ക് ആക്കുക. 2 യൂണിറ്റ് മുകളിലേക്ക് ആക്കുക. ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? y ആക്സിസ് x ആക്സിസ് വരച്ചാൽ this is 1, this is 2, this is 3. ഇവിടെ നിന്നിട്ട് 1, this is 2. 2 യൂണിറ്റ് വരയ്ക്കുക. ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഗ്രാഫ് ഇത് 3 ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. കാരണം ഇങ്ങനെയാണ്. ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും. എന്നിട്ട് മോഡുലസ് ഉണ്ട്. മോഡുലസിലൂടെ അത് മടങ്ങും. ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ആദ്യം നിങ്ങൾ മോഡ് എക്സ് മൈനസ് വരയ്ക്കുക. എന്നിട്ട് അത് തിരിച്ചിടുക. എന്നിട്ട് 4 യൂണിറ്റ് 2 യൂണിറ്റ് മുകളിലേക്ക് ആക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. ദിസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ. എന്താ ഐഡിയ? ആദ്യം നിങ്ങൾ മോഡ് എക്സ് മൈനസ് എഴുതുക. ദിസ് ഇസ് മോഡ് എക്സ് മൈനസ് 1 2 3 മോഡ് എക്സ് മൈനസ്. എന്നിട്ട് താഴെ വയ്ക്കുക. 2 യൂണിറ്റ് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ 2 യൂണിറ്റ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വരും ഗ്രാഫ്. എന്നിട്ട് വാട്ട് ഇസ് മോഡുലസ് ഓഫ് എ ഫംഗ്ഷൻ? ദാറ്റ് പോർഷൻ വിച്ച് ഇസ് ബിലോ വിൽ കം ഫോൾഡഡ് അപ്പ്. അപ്പോൾ ഇതങ്ങോട്ട് മടക്കും. ഇത് മുകളിലേക്ക് ഇങ്ങനെ മടക്കും. അപ്പോൾ അതാണ് ഈ ഗ്രാഫ്. അപ്പോൾ എവിടെയാ? 1ലും 3ലും 5ലും. 1ലും 3ലും 5ലും ഷാർപ്പ് എഡ്ജ് ഉണ്ട് കണ്ടു. അപ്പോൾ 1ലും 3ലും 5ലും ആണ് ഈ ഫംഗ്ഷൻ്റെ നോൺ ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ എസ് എന്നുള്ള സെറ്റിൽ 3 എലിമെന്റ്സ് ആണ്. 1ഉം 3ഉം 5. എന്താ ചോദ്യം? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് f of x? വാട്ട് ഇസ് f of x? f of 1
plus f of 3 plus f of 1. അത്രയേ ഉള്ളൂ. f of 1 1ലാണ്. What is the value of f of 1? 1ൽ v shaped ആണ്, 0 ആണ്. അപ്പോൾ it is f of 0 plus f of 3. f of 3 പറഞ്ഞാൽ ഈ വാല്യൂ ആണ്. എന്തായിരിക്കും ഈ വാല്യൂ? ഈ വാല്യൂ എഫ് ഓഫ് 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 3 കൊടുത്തത് പോവും, 2 ആയിരിക്കും. ഈ പോയിന്റ് 2 ആണ്. അപ്പോൾ ഇറ്റ് ഇസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 5 എന്ന് നമുക്ക് 0 ആണ്. അപ്പോൾ ഇറ്റ് ഇസ് എഫ് ഓഫ് 0. അപ്പോൾ വാട്ട് ഇസ് എഫ് ഓഫ് 0? ഈ ഫംഗ്ഷനിൽ 0 കൊടുക്കാം. എക്സ് 0 കൊടുത്താൽ 2 മൈനസ് 3. 2 മൈനസ് 3 പറയുമ്പോൾ 1. അപ്പോൾ ദിസ് ഇസ് 1. അപ്പോൾ എഫ് ഓഫ് 0 ഇസ് 1. 1 പ്ലസ് 1 പ്ലസ് എഫ് ഓഫ് 2ൻ്റെ വാല്യൂ എന്താ? എഫ് ഓഫ് 2 ഇവിടെ 2 കൊടുക്കാം. 2 മൈനസ് 1 അല്ലേ? ഇവിടെ 2 കൊടുത്താൽ 1 അല്ലേ വരിക? അപ്പോൾ 2 മൈനസ് 1 ഇസ് 1. മോഡൽസ് എടുത്താൽ 1. അപ്പോൾ ആൻസർ ഇസ് 1 പ്ലസ് 1 പ്ലസ് 1. ദ വാല്യൂ ഇസ് 3. അപ്പോൾ ദിസ് ഇസ് ഓൾസോ എ വെരി നൈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, with this we'll stop this session. We'll be continuing with chemistry. Thank you. യെസ് മക്കളെ, ഇന്നത്തെ കെമിസ്ട്രി സെഷനിലേക്ക് കടക്കാം. ലെറ്റ്സ് ഡിസ്കസ് ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം കെമിസ്ട്രി. ഇന്ന് നമ്മുടെ കവറേജ് ചാപ്റ്റർ വരുന്നത് സം ബേസിക് കോൺസെപ്റ്റ്സും സ്ട്രക്ചർ ഓഫ് ആറ്റവും ആണ് കേട്ടോ. സം ബേസിക് കോൺസെപ്റ്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇപ്പോൾ സ്റ്റോയിഷ്യോമെട്രിയിൽ നിന്ന് കുറച്ച് പ്രധാനപ്പെട്ട പ്രോബ്ലംസ്, അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ലെറ്റ് സ്റ്റാർട്ട്. യെസ്, ഒന്നാമത്തെ ചോദ്യം. റൈറ്റ്, ഇത് ക്വസ്റ്റ്യൻ നമ്പർ ആയിരിക്കും അല്ലേ? ഇത് ക്വസ്റ്റ്യൻ നമ്പർ ആയിരിക്കും. 120 gram organic compound that contain only carbon hydrogen give 330 gram of CO2 എന്നാണ് കിട്ടും ആയിരിക്കണം. ആൻഡ് 270 gram വാട്ടർ ആയിരിക്കും ഓൺ കംപ്ലീറ്റ് കമ്പസ്റ്റ്. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ എല്ലാവർക്കും അറിയാമല്ലോ. പെർസെൻറ്റേജ് ഓഫ്, യെസ്, ഗുഡ് ഈവനിങ് ശരണ്യ, ഗുഡ് ഈവനിങ്. യെസ്, കാർബണിൻ്റെ പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല അറിയില്ലേ? ലീബിഗ്സ് കമ്പസ്റ്റൻ മെത്തേഡ്. 12 weight of carbon dioxide into 100, 44 weight of organic compound. എത്ര വരും മക്കളെ? 12. എത്രയുടെ വെയിറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്? 330 അല്ലേ? 330 into 100 by 44 weight of organic compound 120 അല്ലേ? വളരെ സിമ്പിളായിട്ട് ക്യാൻസൽ ചെയ്യാവുന്ന ഡാറ്റയാണ്. അപ്പോൾ 120 ക്യാൻസൽ ചെയ്തു. 33/44 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് 3/4.
ദിസ് ഈസ് 3/4 100 എന്ന് പറഞ്ഞാൽ 75%. So carbon we are getting 75%. കാർബൺ മാത്രം കണ്ടുപിടിച്ചാൽ മതി, കാരണം കാർബൺ കിട്ടിയാൽ പിന്നെ ഹൈഡ്രജൻ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഏതാ ഓപ്ഷൻ? സർട്ടൻ ഓപ്ഷൻസ് ഇത് കാണുന്നില്ലല്ലോ. യെസ്, ഇത് ഇപ്പുറത്തുണ്ട് കേട്ടോ, കുറച്ച് തള്ളിക്കിടക്കുക. യെസ്. അപ്പൊ ഏതാ വരണ്ട? ഓപ്ഷൻ ഡി വരണം കേട്ടോ. ഓപ്ഷൻ ഡി വരണം. കാർബൺ 75%, ഹൈഡ്രജൻ 25%. കാർബൺ കണ്ടുപിടിച്ചാൽ മതി, കാര്യം കഴിഞ്ഞു. സോ അപ്ലൈ ദ ഫോർമുല. ഹോപ്പ് യു റിമെമ്പർ ലീബിഗ്സ് കമ്പസ്റ്റൻ മെത്തേഡ്. പെർസെൻറ്റേജ് ഓഫ് കാർബൺ 12/44, weight of carbon dioxide 100 by weight of organic compound. Very simple calculation. You get the answer 75% carbon. Obviously hydrogen will be 25%. Option D. കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് കുറച്ച് അങ്ങോട്ട് മിസ്പ്ലേസ്ഡ് ആണ്. നോക്ക്. അടുത്തത്. എനർജി ഓഫ് 1 mole photons ഓഫ് റേഡിയേഷൻ വേവ് ലെങ്ത് 300 നാനോമീറ്റർ. സിമ്പിൾ അല്ലേ? E is equal to h nu is equal to hc by lambda. ലാംഡ തന്നിട്ടുണ്ട്, എനർജി വർക്കൗട്ട് ചെയ്യാം. ഇറ്റ് ഈസ് 6.63 10⁻⁻34 3 into 10⁸ divided by 300 into 10⁻⁹. ശരിയല്ലേ? അപ്പോൾ എന്ത് വരും? ഈ സീറോസ് കട്ട് ചെയ്താൽ 10⁻⁻7 ആയി. ഇത് ഇവിടെ -24 ആയി. റൈറ്റ്? നമുക്ക് 1 മോളാണ് വേണ്ടത് കേട്ടോ. 1 മോള് വരുമ്പോൾ ഒരു അവഗാഡ്രോ നമ്പറും കൂടെ ചേർക്കണ്ടേ? 1 മോള് വരുമ്പോഴേ ഒരു അവഗാഡ്രോ നമ്പറും കൂടെ ചേർക്കണ്ടേ? യെസ്. സോ ഇറ്റ് ഈസ് 6 into 10⁻23 എന്നും കൂടെ ചേർക്കണം. അപ്പോൾ ഇതും ക്യാൻസലായി. അപ്പോൾ -1 ആയി. -1 ഇവിടെ വരുമ്പോൾ 10⁻⁷ എന്ത് വരും? ഇവിടെ 7 വരും അല്ലേ? 10⁻⁷ വരും. സോ ഇതങ്ങ് ക്യാൻസലായി. 6 36. സോ ഇറ്റ് ഈസ്, എവിടെയെങ്കിലും തെറ്റിയോ? 10⁻⁻7 -34. അപ്പോൾ -20. പെർഫെക്റ്റ് അല്ലേ? 24 വിത്ത് 23 -1 വിത്ത് 8 7. എവിടെയും തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ 6 into 6 36 സംതിങ്. 36 സംതിങ്. 36 ഒരു 30 39 അല്ലെ? 36 40യുടെ റേഞ്ചിലേക്ക് വരും. ഈ റേഞ്ചിലേക്ക് വരില്ലേ? 399 റേഞ്ചിലേക്ക് വരില്ലേ? 10⁻⁴ ഇത്രയും ജൂൾസ് ആണ് കേട്ടോ. ഇത്രയും ജൂൾസ് ആണ് വരിക. ഓപ്ഷൻ സി കിട്ടത്തില്ലേ? ഓപ്ഷൻ സി കിട്ടില്ലേ? 399 റേഞ്ചിൽ. റൈറ്റ്? എവിടെയെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എച്ച് സി അവഗാഡ്രോ നമ്പർ 300 നാനോമീറ്റർ 10⁻⁻9. അപ്പോൾ -9 ഈ സീതോ കട്ട് ചെയ്യുമ്പോൾ എന്തായി? -7 ആയി. -7 34ൽ 27 വരും അല്ലേ? അവിടെ ഒരു പവർ തെറ്റിയത് നോക്കായിരുന്നു. 27 വരും. 27 വിത്ത് 23 എടുത്തു കഴിഞ്ഞാൽ ഒരു 4 വരും. 4 അപ്പോൾ കറക്റ്റായി. ഇപ്പോൾ ഇവിടെ 4 വന്നു. സോ ഇറ്റ് ഈസ് 339 സംതിങ്. അപ്പോൾ ഓപ്ഷൻ സി ലാൻഡ് ചെയ്യും കിട്ടും. 400ന്റെ ക്ലോസ് ഫിഗറിൽ ഒരു ആൻസർ കിട്ടും. 6.6 into 6 ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ 10⁻⁴ അപ്പുറത്തുണ്ട്. നമുക്ക് വേണ്ടത് കിലോ ജൂളിൽ ഫിഗർ ഫൈനലൈസ് ചെയ്യണം.
അപ്പോൾ 10,000 ഒരു 400 ക്ലോസ് ഫിഗറിൽ ലാൻഡ് ചെയ്യും കിട്ടും. യെസ്, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. A rocket fuel C15H30 rocket fuel and liquid oxygen, weight of oxygen required and CO2 released. ഈ ചോദ്യങ്ങളെല്ലാം കുറച്ചൊന്ന് മിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ആൻസേഴ്സ് കാണുവാനില്ല. യെസ്, നൗ ഇറ്റ് ഈസ് ഓക്കെ. A rocket fuel C15H30 and liquid oxygen, weight of oxygen required and CO2 released for every liter of fuel respectively. ആ ഫ്യൂവലിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് കേട്ടോ. സോ വാട്ട് ഈസ് എ ഫോർമുല? C15H30 പ്ലസ് ഓക്സിജൻ, യു ഗെറ്റ് 15 കാർബൺ ഡയോക്സൈഡ്, 30 ഹൈഡ്രജൻ അല്ലേ. സോ ഇറ്റ് ഈസ് 15H2O. അപ്പോൾ ഓക്സിജൻ എത്രയായി? 30ഉം 15ഉം 45ആയി. സോ ഹിയർ യു ക്യാൻ ഗിവ് 45/2 എന്ന് കൊടുക്കുക അല്ലേ. റൈറ്റ്. ഇനി നമ്മൾ ഇതെടുക്കുന്നത് 1 ലിറ്റർ ആണ് കേട്ടോ. ഇതെടുക്കുന്നത് 1 ലിറ്റർ ആണ് എങ്കിൽ എത്ര ഓക്സിജൻ വേണം, അതുപോലെ എത്ര CO2 റിലീസ് ചെയ്യും എന്നാണ് ചോദ്യം. ഇവിടെ എത്ര ഓക്സിജൻ വേണ്ടി വരും, ഇവിടെ എത്ര CO2 റിലീസ് ചെയ്യും, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇത് 1 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം വരും? ഡെൻസിറ്റി നോക്കിയാൽ മതി. നോക്കൂ, 0.76756 ഗ്രാം പെർ ml ആണ്. 1 ml എടുത്താൽ 0.756 ഗ്രാം ആണ്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ, അതായത് 1000 ml എടുത്താൽ 756 ഗ്രാം വരും. 1 ml 0.756 ഗ്രാം, അപ്പോൾ 1000 ml 756 ഗ്രാം എന്ന് വരും. ശരിയല്ലേ? 756 ഗ്രാം എന്ന് പറഞ്ഞാൽ 756 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാ? മോളാർ മാസ് വരിക 12, 15, 30 അല്ലേ. 12, 15 ചെയ്ത് കഴിഞ്ഞാൽ 120, 60, 180, 210 എന്ന് വരും കേട്ടോ. ഇതിന്റെ മോളാർ മാസ് 210 എന്ന് വരും. സോ ഇറ്റ് ഈസ് 756/210 മോൾസ്. ഇതാണ് ഇതിന്റെ ക്വാണ്ടിറ്റി. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ, 1 ലിറ്റർ ആ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ 756 ഗ്രാം ആണ്. അതിനെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്താൽ 756/20 മോൾസ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ എത്ര വേണമെന്ന ചോദ്യം, എത്ര ഓക്സിജൻ വേണ്ടി വരുന്ന ചോദ്യം. ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ വിൽ ബി 1 മോൾ റിക്വയേഴ്സ് 45/2. അപ്പോൾ ഇത്രയും മോൾസ് റിക്വയേഴ്സ് ഇൻറ്റു 45/2. സോ ഇറ്റ് ഈസ് 756/210 ഇൻറ്റു 45/2. ദിസ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ. നമുക്ക് വേണ്ടത് മാസ് ആണ്. സോ ഇൻറ്റു 32. ദിസ് വിൽ ബി ദ mass of oxygen. 756/210 into 45/2 into 32. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏത് റേഞ്ചിൽ വരും? 1188 ആണോ, അതോ 2376 വരുമോ, 2500 വരുമോ, എത്ര വരും? അത് 16 വരും. 16 into 50. 50 ഇതൊരു 4 ടൈംസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 4, അപ്പോൾ 7 4 28, ഒരു 2000 ഈ റേഞ്ചിൽ വരും കിട്ടും. ഈ റേഞ്ചിൽ വരും. ഏതെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ വാല്യൂ ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് വാല്യൂ ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, കാരണം റിപ്പീറ്റേഷൻ ഇല്ല. ഒരു ചോയ്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്സിജന്റെ മാസ് കിട്ടിയാൽ ആൻസർ ഈ റേഞ്ചിൽ വരും കേട്ടോ. 2590. യു ഡോണ്ട് ഹാവ് ടു വർക്ക് കംപ്ലീറ്റ്ലി. ബൈ വേഗ് അപ്രോക്സിമേഷൻ ഐ എം ഗെറ്റിംഗ് ഇൻ ആൻഡ് അറൌണ്ട് 2600. ആ റേഞ്ചിൽ കിട്ടും. ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. ഇനി വേണമെങ്കിൽ ഇതും കൂടെ ചെക്ക് ചെയ്യാം. നോക്ക്, 1 mole requires or 1 mole produces
15 mole carbon dioxide. Therefore, this much mole will produce into 50. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്താ വരിക? 756/210 into 15 moles എന്ന് വരും, into 44 grams എന്ന് വരും. ഇത് ചെയ്താൽ ഇത് കിട്ടുമായിരിക്കണം. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. കിട്ടില്ലേ നോക്കാം. യെസ്, 756/210, ഇവിടെ 44ഉം 15. അപ്പോൾ യെസ്, അപ്രോക്സിമേറ്റ്ലി ഇതിലും കുറച്ച് ചെറിയ വാല്യൂ അല്ലേ ഇവിടെ വരിക. യെസ്, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് തന്നെ കിട്ടണം. അപ്പൊ എന്തായാലും ഒരെണ്ണം വർക്കൗട്ട് ചെയ്താൽ ആൻസർ ആയി. യു ക്യാൻ വെരിഫൈ ഈസ് ഇറ്റ് കമ്മിങ് 100 റേഞ്ച്, 300 റേഞ്ച്, 500 റേഞ്ച്, ഓർ 400 റേഞ്ച്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേഗമായിട്ട് നോക്കുമ്പോൾ തന്നെ ഈ റേഞ്ചിലാണ് വരിക. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ് ടു കൺഫേം ദി ആൻസർ. അത് നോക്കി ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കുറച്ച് കുറയും. ഈ രണ്ട് വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്താൽ ഇതിൽ കുറച്ച് കുറയും. അപ്പോൾ 370 ഓപ്ഷൻ സിയിലേക്ക് ലാൻഡ് ചെയ്യാം. യെസ്, എക്സാക്ട്ലി ശരണ്യ, ഓപ്ഷൻ സിയിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. കിട്ടും. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ചോദ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ദ ബാലൻസ്ഡ് സ്റ്റോഷിയോമെട്രി. സംഗതി ഒന്നുമില്ല, സാധാരണ സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻ തന്നെയാണ്. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സാമ്പിൾസും മോളാർ മാസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കുന്ന ഡാറ്റയാണെന്ന് മാത്രമേ ഉള്ളൂ. വേറെ സാധാരണ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ്, യെസ്, എന്താ വേണ്ടത്? പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. എന്താ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? എന്താ ഡീജനറേറ്റ് ഓർബിറ്റൽസ്? സെയിം എനർജി ഓർബിറ്റൽസ്, അതാണ് ഡീജനറേറ്റ് ഓർബിറ്റൽ. ഇപ്പോൾ എസ്സിൽ ഡീജനറസി പറയാനില്ല, ഒരൊറ്റ ഓർബിറ്റലേ ഉള്ളൂ. പിയിലുണ്ട്. പിയിൽ 3 ഫോൾഡ് ഡീജനറസി ഉണ്ട്, ഡിയിൽ 5 ഫോൾഡ് ഡീജനറസി ഉണ്ട്, എഫിൽ 7 ഫോൾഡ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, റൈറ്റ്? അപ്പൊ ഇവിടെ ഡീജനറേറ്റ് എവിടേക്ക് വരുന്നതാണ്? ഓപ്ഷൻ എയിൽ n=3 l=1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3p ആണ്. കിട്ടും. n=3 l=2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3d ആണ്. 3pയും 3dയും ഡീജനറേറ്റ് ആണോ? 3pയും 3dയും ഡീജനറേറ്റ് ആണോ? അല്ല കേട്ടോ, അല്ല. സോ ദിസ് ചോയ്സ് ഈസ് ഔട്ട്. ആ പെയർ പോയി. രണ്ടാമത്തെ പെയർ n=3 l=2 എന്ന് വെച്ചാൽ 3d, n=3 l=2 again 3d, അത് ഡീജനറേറ്റ് ആണ്. കാരണം 3d ഡീജനറേറ്റ് ആണ്. ഇനി മൂന്നാമത്തെ പെയർ 4ഉം 2ഉം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4d, 3യും 2ഉം എന്ന് വെച്ചാൽ 3d, അത് ഡീജനറേറ്റ് അല്ല. 4d 3d ഡീജനറേറ്റ് അല്ല. അത് ഒരു സിമ്പിളായിട്ട് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇത് രണ്ടും ഡി കാണുമ്പോൾ ഡീജനറേറ്റ് ആണെന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അല്ല, 4dയും 3dയും ഡീജനറേറ്റ് അല്ല. ഡീജനറേറ്റ് എന്ന് വെച്ചാൽ ഒരേ എനർജി വരണം. 4dയും 3dയും ഒരേ എനർജി വരില്ലല്ലോ. സോ അത് വരില്ല. അപ്പൊ ആകെ ഒരു കോമ്പിനേഷനെ വരാൻ പാടുള്ളൂ. ബി എന്ന കോമ്പിനേഷൻ മാത്രമേ വരാൻ പാടുള്ളൂ. ഇറ്റ് ഷുഡ് ഗോ വിത്ത് ഓപ്ഷൻ ബോക്സ്. ഓൺലി ബി. എളുപ്പല്ലേ? പറയുമ്പോൾ എളുപ്പമാണ്, ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിമനോഹരമായിട്ട് നമ്മൾ തെറ്റിക്കും. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്. ഇതിൻ്റെ അറേഞ്ച്മെന്റ്, ആ ഡാറ്റ ഒന്ന് അങ്ങോട്ട് നീങ്ങി കിടക്കുന്നുണ്ടല്ലേ? പോട്ടെ, സാരില്ല. The minimum energy that must be possessed by photons in order to produce the photoelectric effect with the platinum metal is. ഇപ്പോൾ പ്ലാറ്റിനം മെറ്റലിന്റെ മിനിമം എനർജി that must be possessed by photons in order to produce the photoelectric effect with the platinum metal. എന്താ തന്നിരിക്കുന്നത്? ത്രഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ത്രഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. മിനിമം എനർജി എത്ര എന്നാണ് ചോദ്യം? വെരി സിമ്പിൾ വൺ. E is equal to h nu 0. E is equal to h nu 0, 6.6 into 10 power minus 34 into nu 0.
1.3 into 10 power 15. എത്രയുടെ വരിക? അപ്പോൾ 15ഉം -34ഉം ചെയ്യുമ്പോൾ -19 ആയി അല്ലേ? 6.6ഉം 1.3ഉം ചെയ്താൽ ഒരു 8 പ്ലസ്. -19, -19 ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 8 point something into 10 power -19 അല്ലെ? പവർ നോക്കി ആൻസർ കിട്ടി കേട്ടോ. പവർ നോക്കിയാൽ ആൻസർ കിട്ടി. -34ഉം 15ഉം -19 നോക്കുമ്പോൾ തന്നെ ആൻസർ ആയി. പിന്നെ 6.6ഉം 1.3ഉം 8.58. ക്ലിയർ അല്ലേ? യെസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A protein A contain 0.3% glycine, molecular weight 75, the minimum molar mass. Minimum molar mass of the protein is. അപ്പോൾ നോക്കടാ, ഈ പ്രോട്ടീനിൽ ഗ്ലൈസീൻ്റെ പെർസെൻറ്റേജ് 0.3 ആണ്. ഗ്ലൈസീൻ്റെ മാസ് 75 തന്നിട്ടുണ്ട്. ഗ്ലൈസീൻ്റെ മാസ് തന്നിട്ടുണ്ട് 75. ഗ്ലൈസീൻ്റെ പെർസെൻറ്റേജ് പ്രോട്ടീനിൽ 0.3%. ചോദ്യം മിനിമം മോളാർ മാസ് എത്ര എന്നാണ് ചോദ്യം. റൈറ്റ്? മിനിമം മോളാർ മാസ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അസ്യൂം മിനിമം 1 ഗ്ലൈസീൻ പ്രസന്റ് ഇൻ ദ പ്രോട്ടീൻ. അതാണ് ഉദ്ദേശം. മിനിമം മോളാർ മാസ് എന്ന് ചോദിക്കുമ്പോൾ ഉദ്ദേശം ഇതാണ്. അസ്യൂം ദാറ്റ് minimum 1 glycine is present in that protein. Okay, so how you can find out percentage of glycine? I am assuming minimum 1 glycine is present. So 75 into 100 by molar mass of the protein, that is equal to 0.3. Therefore, what is the minimum molar mass? 7500 by 0.3 അല്ലേ? എന്ന് വെച്ചാൽ 75,000 by 3 എന്ന് പറയുമ്പോൾ 25,000 എന്ന് കിട്ടും. 25,000 എന്ന് കിട്ടും. നമുക്ക് ആൻസർ 10 power 3 ഓർഡറിൽ എഴുതണം. അപ്പോൾ 10 power 3 ഓർഡറിൽ എഴുതാം. 25 is the answer. 25 is the answer. വളരെ സിമ്പിളാ കേട്ടോ, വളരെ സിമ്പിളാ. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. വേറെ അതിൽ കാൽക്കുലേഷനിൽ പോലും ഒന്നുമില്ല, കാൽക്കുലേഷൻ ചെയ്യാൻ പോലും ഒന്നുമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കണം. ഉദ്ദേശിച്ചത് എന്താണ്? മിനിമം മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ ഒരു ഗ്ലൈസീൻ എങ്കിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The neutralization occurs when 10 ml 0.1 molar acid, 10 ml 0.1 molar acid A allowed to react with 30 ml 0.05 molar base MOH twice. എങ്കിൽ basicity of the acid എന്ന് വെച്ചാൽ n factor, ആസിഡിന്റെ n factor n1 ആണെന്ന് വിചാരിക്കാം. basicity. അതേ സമയത്ത് ബേസിന്റെ n ഫാക്ടർ n2 ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് acidicity. You can easily have a relationship, an acid versus base, or anybody, not necessarily acid versus base. Acid base തന്നെ ആവണമെന്നില്ല. Imagine any two species react A and B. ആരോ ആയിക്കോട്ടെ, A plus B giving product ആരോ ആയിക്കോട്ടെ. ഇതിന്റെ n ഫാക്ടർ n1, ഇതിന്റെ n ഫാക്ടർ n2, ഇതിന്റെ മൊളാരിറ്റി m1 വോള്യൂം v1, മൊളാരിറ്റി m2 വോള്യൂം v2. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. m1 v1 n1 ഈക്വൽ ടു m2 v2 n2. എത്രയോ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? m1 v1 n1 ഈക്വൽ ടു m2 v2 n2 provided n1 n2 are the
n factors of the respective species. ഇവിടെ ആസിഡിന്റെ n ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബേസിസിറ്റി ആണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ബേസിന്റെ n ഫാക്ടർ എന്ന് വെച്ചാൽ അസിഡിസിറ്റി ആണ്. അത് ഇവിടെ നമുക്ക് വാല്യൂ കിട്ടും. സോ യു ക്യാൻ റൈറ്റ് m1 0.1 into 10 into n1. n1 കണ്ടുപിടിക്കണം കേട്ടോ. 0.05 into 30 into n2. n2 എന്ന് പറയുന്നത് ഇതിന്റെ അസിഡിസിറ്റി ആണ്. അസിഡിസിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റീപ്ലേസബിൾ OH മൈനസ് MOH twice. It is a diacidic base. So n2 equal to 2. എന്താ ഇടാ? 0.1 into 10 is 1. അതവിടെ പോയി. 0.05 to 0.130 3 എന്ന് കിട്ടി അല്ലേ? ആൻസർ 3. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ആൻസർ 3 എന്ന് കിട്ടും. യെസ്. ഇനി ഇത് ആസിഡ്സിനും ബേസിനും മാത്രം ചെയ്യാവുന്നതാണോ? അല്ല. any two reactants, any two people react, any two species react having n factor n1 n2, you may equate like this: m1 v1 n1 is equal to m2 v2 n2. ഈസി ആയിട്ട് അതിന്റെ n ഫാക്ടർ വർക്ക്ഔട്ട് ചെയ്യാം. ആസിഡ് ആണെങ്കിൽ n ഫാക്ടർ ബേസിസിറ്റി എന്ന് പറയും, ബേസിസ് ആണെങ്കിൽ n ഫാക്ടർ അസിഡിസിറ്റി എന്ന് പറയും അല്ലേ? നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, the number of nitrogen atoms in 681 gram of C7H5N3O6 is x into 10 raised to 21. Value of x is. എങ്ങനെ മക്കളെ നമ്പർ ഓഫ് നൈട്രജൻ കാണുക? നമ്പർ ഓഫ് നൈട്രജൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി ഓഫ് നൈട്രജൻ. It is 3. This is the formula. So number of nitrogen in the given sample. Number of nitrogen in the given sample. എങ്ങനെ പറയാം? Number of nitrogen in the given sample. It will be number of moles into Avogadro number. That will give you the number of molecules. That will give you the number of molecules. And number of molecules into number of nitrogen atom per molecule. It is 3. Now work out what is number of moles. It is mass by molar mass 681. എത്രയുടെ മോളാർ മാസ് വരാം? 12 into 7 plus 5, 14 into 3 plus 16 into 6. That will be the molar mass. എത്ര വരും? എത്ര വരാം മോളാർ മാസ്? 12 into 7, 84 plus 5 plus 14 into 3, 42 plus 60, 96, 227 വരും കേട്ടോ. 227 വരും. So number of moles will be 281, 227 എന്ന് വരും. Into 6 into 227 തന്നെയല്ലേ വരിക? 70, 84, 5, 30, 42, 96. 227 കിട്ടും കേട്ടോ മോളാർ മാസ്. See, many of these related questions, only that kind of calculation is, the data given is slightly different. That's all. Normally തരുന്നതിൽ നിന്ന്. Into 6 into 10 power 23 into 3. This is 3 times കിട്ടോ. 2 2 7. ആ ഡാറ്റ വളരെ സിമ്പിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്, ശരിയല്ലേ? 3 7s 1 correct 8. Yes, 3 moles. So that's over. 54 10 raised to 23. 54 10 raised to 23. നമുക്ക് ആൻസർ എങ്ങനെ വരണം? വാല്യൂ ഓഫ് എക്സ് 21 പവറിൽ പറയണം കേട്ടോ. അപ്പോ 5400
10^21. ഇവിടെ ചെറിയ വ്യത്യാസം ഉണ്ടാവേ, കാരണം ഇത് 6.02 ആണ് കേട്ടോ. 6.02 ആണ്. സോ 6.02 into 10^23 into 9 എന്നാണ്. That is 602 into 9 into 10^21. 154. അപ്പോൾ 5418 എന്ന് വരും കേട്ടോ. 5418 എന്ന് വരും. ഞാൻ പറഞ്ഞ ഇവിടെ പറഞ്ഞത് 5400 പറഞ്ഞത്, ചെറിയൊരു എക്സ്ട്രാ കൂടെ വരും. 5418 കാരണം 6.02 ഇവർ തന്ന വാല്യൂ വെച്ച് ചെയ്യണം കേട്ടോ. എക്സാക്ട്ലി അതാണല്ലോ വാല്യൂ. ഞാൻ 6 എന്ന് കൊടുത്തത് അപ്രോക്സിമേഷനിലാണ് കൊടുത്തത്. അപ്പൊ അപ്രോക്സിമേഷൻ കൊടുക്കുമ്പോൾ 5400 എന്ന് വരും. എക്സാക്ട്ലി 5418 എന്ന് വരും കേട്ടോ. 5418 10^21. I repeat, number of nitrogen atoms here, number of nitrogen atoms here, it will be number of moles into Avogadro number, number of molecules into number of nitrogen atom per molecule. That will give you the total number of nitrogen atom. അതിൽ 681 gram divided by molar mass ചെയ്യുമ്പോൾ 3 moles എന്ന് വരും. സോ 3 into 3 9 into 6.02 10^23 എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യേണ്ടത് 10^21 ആണ്. അപ്പൊ 602 എന്ന് എടുക്കാം. 602 into 9 will land on 5418. That is the final figure. Right. ഈ പവറൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാനുള്ള സാധ്യത, അതാണ് അത് പ്രത്യേകം ഒന്ന് വിജിലന്റ് ആയിരിക്കണം എന്ന് മാത്രം. യെസ്, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ കയറി കിടക്കുമ്പോൾ കാണുന്നില്ല അല്ലേ? യെസ്, അതോ എനിക്ക് മാത്രമാണോ? The longest wavelength of light that can be used for the ionization of lithium atom in its ground state is x into 10⁻⁻8 molar. The value of x is given energy for electron for first shell of hydrogen atom തന്നിട്ടുണ്ട്. H value, C value ഒക്കെ തന്നിട്ടുണ്ട്. Longest wavelength of light that can be used for the ionization of lithium atom. It is quite unfortunate to say that നമുക്കത് ചെയ്യാൻ as such we can't do it. As such we can't do it. ഇത് ഈ കഴിഞ്ഞ റീസെന്റ് JEE എക്സാമിന് വന്നൊരു ചോദ്യമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി we can't do it. What is the problem? ലിത്തിയം ആറ്റം ചെയ്യാൻ പറ്റുമോ? ലിത്തിയം ആറ്റം ചെയ്യാൻ പറ്റില്ല. How can we do lithium atom comparing with hydrogen? See, the intended formula is IE4 lithium 2+. ഇതാണ് പ്രശ്നം. It is a calculation based on Bohr formula. Bohr formula can be applied for Bohr atoms. Bohr atoms are uni-electronic system. Lithium atom uni-electronic system അല്ലല്ലോ. ലിത്തിയം ആറ്റം uni-electronic system അല്ല. മനസ്സിലായില്ലേ? അത് 3 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. അപ്പൊ ലിഥിയം 2+ എന്ന് തരണം കേട്ടോ. ലിഥിയം ആറ്റം എന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ലിഥിയം 2+ അയോൺ ആയിരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് വിൽ ബി E14Li2+. ദാറ്റ് ഈസ് ഈക്വൽ ടു E14 ഹൈഡ്രജൻ ഇൻറ്റു Z²/N². അപ്പൊ എന്താ മക്കളെ വരിക? നമുക്ക് ഇതാണെന്ന് വിചാരിക്കാം. ലിഥിയം 2+ ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഐ എം ടെല്ലിങ് യു ദ ഫാക്ട് ആക്ച്വലി കെയിം ഫോർ. അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്, അതൊരു കോൺസെപ്ച്വൽ എറർ ആണ്, ശ്രദ്ധിക്കാതെ പറ്റിപ്പോയതായിരിക്കാം. ഒറിജിനലി ദാറ്റ് ക്വസ്റ്റ്യൻ കെയിം ലൈക്ക് ലിഥിയം ആറ്റം, വിച്ച് കനോട്ട് ബി സോൾവ്ഡ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ആസ് ദ വേ ഇറ്റ് ഈസ് പ്രസന്റഡ്. കാരണം ബോർ മോഡൽ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ബോർ ആറ്റം ആയിരിക്കണം. ബോർ ആറ്റം ആണെങ്കിൽ യൂണി ഇലക്ട്രോണിക് സിസ്റ്റം ആയിരിക്കണം. ഇറ്റ് ക്യാൻ ബി ഫോർ ഹൈഡ്രോജൻ, ഇറ്റ് ക്യാൻ ബി ഫോർ ഹീലിയം പ്ലസ്, ഇറ്റ് ക്യാൻ ബി ഫോർ ലിഥിയം 2+, ഇറ്റ് ക്യാൻ ബി ഫോർ ബെർലിയം 3+, സോ ഓൺ. അല്ലാതെ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. എനിവേ, സോ നമുക്ക് ലിഥിയം അയോൺ ആണെന്ന് വിചാരിക്കാം. ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് that can be used for the ionization of lithium
in its ground state is. In its ground state is. ഇവിടെയും പ്രശ്നമുണ്ട്. ലിഥിയം ആറ്റം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് 2 ആണ്. ശ്രദ്ധിക്കണം, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ട്വിസ്റ്റ് വരുന്നത് നോക്കണേ. ലിഥിയം ആറ്റം എന്ന് പറഞ്ഞാൽ ലിഥിയം ആറ്റം, how is the electronic configuration? 1s2 2s1. So the lithium atom ground state is n equal to 2. പക്ഷെ ലിഥിയം അയോൺ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് n equal to 1 ആണ് കേട്ടോ. അപ്പൊ അവിടെയും പ്രശ്നമുണ്ട്. സോ ദിസ് വാല്യൂ ഇറ്റ് ഈസ് 2.2 into 10 power minus 18 into atomic number of lithium 3 square 9 divided by ഇവിടെ 1 കൊടുക്കണം. ലിഥിയം ആറ്റം എന്ന് പറഞ്ഞാൽ 2 square 4 എന്ന് വരണം. പക്ഷെ ആ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാനും പാടില്ല. അപ്പൊ ഞാൻ അവിടെ 1 എന്ന് കൊടുത്തു. സോ ദിസ് ഈസ് ഇ. ഇനി നമുക്ക് വേവ് ലെങ്തിലേക്ക് പോവാം. എനർജി ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. ദർഫോർ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ഇ. ദാറ്റ് ഈസ് 6.63 into 10 power minus 34 into 3 into 10 power 8 divided by E എവിടാ ഇതല്ലേ E 2.2 into 10 power minus 18 into 9. എന്തായി മക്കളെ? ഇത് നമുക്ക് ഇവിടെ കട്ട് ചെയ്തൂടെ? 3 point എത്ര വരും? ഒരു 3.3 ശരിയല്ലേ? 3.3 എന്ന് വരും അല്ലേ? യെസ്. 2.2 3 എന്ന് വരും. 3 point something. അപ്പൊ 3 ഇത് ഇവിടെ ക്യാൻസൽ ആയി. 10 power minus 18 4 28 അല്ലേ? അല്ല 26 അല്ലേ? മൈനസ് 26 26 36 ഒട്ടും അല്ല 16 26 ഒട്ടും 34. ഇനി ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -8 വരും അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? -8ലാണ് ആൻസർ വേണ്ടത് കേട്ടോ. -8ലാണ് ആൻസർ വേണ്ടത്. ഇവിടെ ഒരു 3 വന്നു, ഇവിടെയും ക്യാൻസൽ ആയി. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1 point something into 10 power minus 8 എന്നാണ് വരിക. സോ ആൻസർ 1 റേഞ്ചിൽ വരും. ആൻസർ 1 റേഞ്ചിലായിരിക്കും ആൻസർ. പ്രൊവൈഡഡ് വി ടേക്ക് അപ്പ് ലിഥിയം 2+ ഡബ്ലി അയോണൈസ്ഡ് ലിഥിയം എന്ന് എടുക്കണം. ഇനി അതല്ല, ലിഥിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് n equal to 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഒരു by 4 വരും. അപ്പൊ ഇവിടെ ഒരു 4 വരും. അങ്ങനെയാണെങ്കിൽ 4 into 10 raised to minus 8 ആൻസർ 4 എന്ന് വരും. പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ ലിഥിയം ആറ്റത്തിന് വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. ബോർ മോഡൽ ഫോർമുല ലിഥിയം ആറ്റത്തിനല്ല, അത് ബോർ ആറ്റത്തിനുള്ളതാണ് കേട്ടോ. ഓക്കെ, യൂണി ഇലക്ട്രോണിക് സിസ്റ്റത്തിന് ഉള്ളതാണ്. Hope you understand what I am exactly commenting about. Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ. Yes. 1 liter aqueous solution of sulfuric acid contain 0.02 millimole sulfuric acid. 0.02 millimole sulfuric acid. 50% of this solution diluted with the deionized water to give 1 liter solution A. In solution A, 0.01 millimole sulfuric acid added. The total millimoles of sulfuric acid in the final solution. Simple അല്ലേടാ. 1 ലിറ്റർ ഇത്രയും മില്ലിമോളിൽ സൾഫ്യൂരിക് ആസിഡ്, അതിന്റെ 50% എടുത്തു. അപ്പോൾ ഇത്രയും മില്ലിമോളിൽ സൾഫ്യൂരിക് ആസിഡ് 50% എടുത്തു. സോ വി ആർ ഗെറ്റിംഗ് 0.01, ഇതിന്റെ പകുതി. അതിലേക്ക് വീണ്ടും 0.01 മില്ലിമോൾ ആഡ് ചെയ്തു. സോ ടോട്ടൽ ഇറ്റ് ഈസ് 0.02 മില്ലിമോൾ over 0.02 millimole. Total millimoles of sulfuric acid in the final solution 0.02. നമ്മൾ ആദ്യം എടുത്തത് 0.02 മില്ലിമോൾ ഉള്ള സൾഫ്യൂരിക് ആസിഡ്. എഗ്രീഡ്? അതിന്റെ 50% എടുത്തു. സോ ഇറ്റ് ഈസ് 0.01 മില്ലിമോൾ. അതിലേക്ക് വീണ്ടും 0.01 മില്ലിമോൾ ആഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് 0.02 മില്ലിമോൾ ഓവർ. ദാറ്റ് ഈസ് ദി ആൻസർ. 0.02 മില്ലിമോൾ. എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം? 10⁻³ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്ങനെ വരും? ഇതിനെ
10⁻³ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ വരിക? Will it come 20 or will it come 0.0002? ഇങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ? 10⁻³ ആണ് കേട്ടോ. 10⁻³ ആണെങ്കിൽ ഇങ്ങനെ വരും, 10⁻³ ആണെങ്കിൽ ഇങ്ങനെ വരും. So the answer is 0.00002. ആ ആൻസർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് ഡൗട്ട്ഫുൾ ആണ്. Maybe it is reporting like 10-0. Maybe it is reporting like 10-0. അല്ലെങ്കിൽ intention 10⁻³ എന്ന് റിപ്പോർട്ട് ചെയ്യാനായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കംഫർട്ടബിൾ ആണ്. The usual way of representing answers 20 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 20 into 10⁻³ നോക്ക് മക്കളെ. 20 into 10⁻³ that will be 0.02. ശരിയല്ലേ? 1 2 3. Yes, 0.02 ശരിയാണ്. ഇതിപ്പോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 0.402 അങ്ങനെ വരണം. 10⁻³ millimoles. So this is the answer anyway. Anyway, that is the answer. 0.040. 0 അല്ലേ? ഇവിടെ ഓൾറെഡി ഒരു 0 ഉണ്ട്, ഇനി ഒരു 3 കൂടെ വരണം. 0.402 എന്ന ആൻസർ വരണം കേട്ടോ. യെസ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, the number of radial angular node in 4D orbital. എല്ലാവർക്കും അറിയാലോ അല്ലേ? റേഡിയൽ ആംഗുലാർ നോഡിന്റെ ഫോർമുല എല്ലാവർക്കും അറിയില്ലേ? വാട്ട് ഈസ് എ ഫോർമുല ഫോർ റേഡിയൽ നോഡ്? റേഡിയൽ നോഡ്, റേഡിയൽ നോഡ് ഓൾസോ കോൾഡ് spherical node. Radial node also called spherical node. It is n minus l minus 1. And angular node, angular node, that is also called planar node. Angular node എന്ന് പറയും, planar node എന്ന് പറയും, nodal plane എന്ന് പറയും, that is L. And total nodes, total nodes എങ്ങനെ വരിക? n minus l minus 1 plus l. It is n minus 1. ഇനി പറയൂ 4D orbital റേഡിയൽ നോഡ് എങ്ങനെ വരിക? 4 minus d ക്ക് l വാല്യൂ ഫോർ d, it is 2. 4 minus 2 minus 1, 1 എന്ന് കിട്ടും. ഇവിടെ l equal to d orbital, l equal to 2. അപ്പോ 1ഉം 2ഉം കേട്ടോ. 1ഉം 2ഉം. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഒരു റേഡിയൽ നോഡും 2 പ്ലാനാർ നോഡും 2 ആംഗുലാർ നോഡും. റേഡിയൽ നോഡ് ഒരെണ്ണം, ആംഗുലാർ നോഡ് 2 എണ്ണം കിട്ടോ. യെസ്, അടുത്ത ചോദ്യം. ഇത് എപ്പോഴും സാധാരണ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം. CNG, an important transportation fuel. When 100 gram CNG mixed with 208 oxygen in vehicles, it leads to the formation of carbon dioxide and water and produces large quantity of heat during the combustion. The amount of carbon dioxide produced in grams. Amount of carbon dioxide produced in grams. Assume CNG to be methane. CNG യെ മീഥെയിൻ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെരി സിമ്പിൾ വൺ. CH4 plus O2, you get CO2 plus 2H2O. അപ്പോൾ 2 2 4 ഓക്സിജൻ. അപ്പോൾ ഇവിടെ 2 എന്ന് കൊടുക്കാം. So 1 mole methane requires 2 mole oxygen. ശരിയല്ലേ മക്കളെ? Now 1 mole methane, 100 gram CNG കേട്ടോ. So we are taking 100 by molar mass methane 16. This is the number of moles. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മോൾസ് വരണം? ഇവിടെ 200 by 16 വരണം. ശരിയല്ലേ? ഇവിടെ 100 by 16 ആണെങ്കിൽ ഇവിടെ 1 മോൾ ആണെങ്കിൽ ഇവിടെ 2 മോൾ വേണം. ഇവിടെ 100 by 16 ആണെങ്കിൽ ഇവിടെ 200 by 16 വേണം. എത്രയാ തന്നിരിക്കുന്നത് നോക്കാം. തന്നിരിക്കുന്നത് എത്രയാ?
208 oxygen. So what given is 208 divided by 32. This is what given. So we can understand this is required, this is given. So this is a less quantity than required. So this is the limiting reactant. Oxygen വേണ്ടത് 200/16 ആണ്, പക്ഷെ തന്നിരിക്കുന്നത് 208/32 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 200/32 എന്ന് വെച്ചാൽ ഇതിന്റെ ഹാഫേ ഉള്ളൂ. Think mathematically, very simple idea to understand which is the limiting reactant. See, you must understand which is the limiting reactant. എങ്ങനെ മനസ്സിലാക്കാം? 1 mole requires 2 mole. X mole requires 2x. 100/16 require 200/16. But given is 200/32. 208/32. Approximately 200/32. That means ആവശ്യമുള്ളതിന്റെ ഏകദേശം പകുതിയേ ഉള്ളൂ. മനസ്സിലായില്ലേ? 1632. Hope you understand the simple mathematics. So this given is, O2 given is probably somewhat half than required. That means oxygen is the limiting reactant which will decide the quantity of carbon dioxide formed. This will be decided by this. So 2 mole gives 1 mole. 2 mole gives 1 mole. Therefore 208/32 mole gives 208 divided by 32/2. ഇത്രയും മോൾസ് നമുക്ക് കാണേണ്ടത് മാസ് ആണ് കേട്ടോ. ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ് അല്ലടാ 44 ഇൻറ്റു 44 എത്ര കിട്ടും? എത്ര കിട്ടും? 208 44/32 into 2. എത്ര കിട്ടാം? 208 44 32 into 2. Simple calculation. Right? Yes. You will get somewhat ഒരു 140 റേഞ്ചിൽ വരും കേട്ടോ. 140 റേഞ്ചിലല്ലേ വരിക? 143 എന്ന് കിട്ടും കേട്ടോ. 143 to be precisely. 143 gram to be precisely. Right? ഒന്നുകൂടെ പറയാം. CNG എന്ന് പറയുന്നത് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് മീതെയിൻ ആണ്. ചോദ്യം, what will be the mass of CO2 produced by taking 100 gram methane with 208 gram oxygen? 100 gram methane is 100/16 mole, which requires double that quantity of oxygen, but the quantity of oxygen given is this much, almost half of what required. So hence it is the limiting reactant which will decide the quantity of carbon dioxide formed. So ഇതാണ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത്. 2 mole will give you 1 mole. 208/32 will give you half of that. 208/32 into 2. We want mass into 44 will take you to the answer. Yes. Good. Yes. That's all. Simple calculation. Right. Yes. അടുത്ത ചോദ്യം. The moles of methane required to produce 81 gram of water after complete combustion. Repetition question കേട്ടോ. വീണ്ടും അതേപോലത്തെ ചോദ്യമാണ്. Repetition question ആണ്. It is methane plus 2O2. You get CO2 plus 2H2O. Moles of methane required to produce 81 gram of water. 81 gram of water. നോക്കടാ. 1 mole will produce 2 mole water. That is 2 into 18 gram water. Therefore, how many
mole will produce 81 gram water? That is the question. So the matter is over. It is 81 divided by 2 into 18. 81 divided by 2 into 18. Simple അല്ലേ? 9 nines and 2, so 9 by 4 എന്ന് വരും കേട്ടോ. 9 by 4 mole. പക്ഷെ ശ്രദ്ധിക്കണേ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. 10 power minus 2 റിപ്പോർട്ട് ചെയ്യണം. So it is 900 by 4 into 10 power minus 2 എന്ന് വരും. 9 by 4 ആണ് ആൻസർ. റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സോ യു ഗിവ് 900 by 4. എത്ര വരാം? 2 10 again 2 20 2 to 5 അല്ലേ? 2 to 5 കറക്റ്റ് അല്ലേ? അല്ലേ? 2 to 5 അത്രയല്ലേ വരാം? സിമിലർ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതിന്റെ ഓൾമോസ്റ്റ് സെയിം. അവിടെ CNG എന്ന് പറഞ്ഞു, മീഥേൻ എടുക്കാൻ പറഞ്ഞു. ഇവിടെ നേരിട്ട് മീഥേൻ എടുത്തു, അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 2 to 5 അല്ലേ വരിക? 900 by 4. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ്. A commercially sold concentrated HCl 35% HCl by mass. If the density of this commercial acid is 1.46 gram per ml, the molarity of the solution. Umpteen number of times, പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. എത്രയോ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നോക്കൂ, HCl 35% by mass is given, density given, asking for molarity. Hope you remember that formula. Molarity M is equal to, പഠിച്ചിട്ടില്ലാത്തവര് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. യെസ് ശരണ്യ, ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. പെർസെൻറ്റേജ് ഇൻറ്റു 10 ഇൻറ്റു ഡെൻസിറ്റി ബൈ മോളാർ മാസ്. Hope you remember the formula. A formula which we were using, making use of multiple times. Molarity is equal to, when percentage given, density given, molar mass known, molarity is equal to percentage into 10 into density by molar mass. By heart this. Definitely going to help in one numerical in a different format also. So എന്ത് കിട്ടും നോക്കുക? Percentage given 35 into 10, density എവിടെടാ? 1.46 divided by molar mass. ആരാണ്? HCl ആണ് കേട്ടോ. 36.5. 36.5. ഇത് ക്യാൻസൽ ചെയ്താൽ ലെസ് ദാൻ 1. ഇത് 14.6. അപ്പോൾ 14.6 ചെറുതായിട്ട് കുറവായിരിക്കും. ആൻസർ സ്ലൈറ്റ്ലി ലെസ് ദാൻ 14.6. ഓപ്ഷൻ സി കേട്ടോ. ഓപ്ഷൻ സി. ചെയ്ത് നോക്കണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ നോക്ക്, 35, 36.5. This is slightly less than 1, isn't it? Now 10 into 14, 1.46, 14.6 into a value slightly less than 1 will be slightly less than 14.6. Only one choice. That's it. Workout ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ. അടുത്ത ചോദ്യം. 116 gram substance upon dissociation reaction yield 7.5 gram hydrogen, 60 gram oxygen, 48.5 gram carbon. The data agree with how many formulae of the following? Data agree with how many formulae of the following? So the intention is very clear. Find out empirical formula. ചെയ്യട. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ എത്രയാ? 48.5 divided by 12. ഹൈഡ്രജൻ എവിടെ? 7.5 by 1. 7.5. ഓക്സിജനോ 60 by 16. അപ്പോ എന്ത് വരും?
ഇത് 4:48 4 പോയിന്റ് സംതിങ് ശരിയല്ലേ 4 പോയിന്റ് സംതിങ് 60 ഓക്സിജൻ ഇത് ഒരു 4ന്റെ താഴെ 4ന്റെ സ്ലൈറ്റ്ലി ലെസ് ദാൻ 4ന്റെ റേഞ്ചിൽ വരും സോ ബൈ വേഗ് അപ്രോക്സിമേഷൻ യു ക്യാൻ ടേക്ക് 1 to 1 ശരിയല്ലേ മക്കളെ an approximation will give you 1 to 1 that is CH2O you may get a CH2O option A C2H4O2 yes option B CH2O yes option C C2H6O2 no here C2H4O no so it is 2 there are 2 species which can be incorporated into this ratio it can be acetic acid and formaldehyde കാരണം അപ്രോക്സിമേറ്റ്ലി 1:1 റേഷ്യോ എന്ന് വരും 1:1 റേഷ്യോയിൽ വരാവുന്ന രണ്ടാൾക്കാർ നമുക്ക് അവിടെ ട്രേസ് ചെയ്യാം എയും ബിയും കേട്ടോ മറ്റേത് പറ്റൂല ഇവിടെ നോക്ക് 2 കാർബൺ 6 ഹൈഡ്രജൻ വരും ഇവിടെ 2 കാർബൺ 4 ഹൈഡ്രജൻ വരുന്നുണ്ട് പക്ഷെ ഓക്സിജൻ ഒന്നേ ഉള്ളൂ അപ്പൊ അത് പറ്റില്ല കേട്ടോ യെസ് ഹോപ്പ് ഇറ്റ് ഈസ് ഓക്കെ അടുത്ത ചോദ്യം യെസ് consider the following set of quantum numbers the number of correct set ഇത് കറക്റ്റ് ആണോ എ കറക്റ്റ് ആണോ n equal to 3 വരുമ്പോ l equal to 3 വരാൻ പാടില്ല കേട്ടോ l equal to 0 to n minus 1 വരാവൂ n equal to 3 ആണെങ്കിൽ l equal to 0 1 2 that's it അത് തെറ്റാണ് ബിയില് ഇവിടെ 3 വരുമ്പോ ഇവിടെ 2 വരാം -2 വരാം that is perfect ഇവിടെ 2 വരുമ്പോ ഇവിടെ 1 വരാം +1 വരാം that is correct ഇവിടെ 2 വരുമ്പോ ഇവിടെ 2 വരാൻ പാടില്ല ഇവിടെ 2 വന്നാൽ ഇവിടെ 0 1 that's it ഇതും തെറ്റാണ് so ബിയും സിയും ആൻസർ ഈസ് 2 ആരൊക്കെയാ 2 ബിയും സിയും എയും ഡിയും ഔട്ട് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് എ ഫ്രീക്വന്റ്ലി കമ്മിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കേട്ടോ യെസ് അടുത്ത ചോദ്യം if the uncertainty in velocity and position of minute particle in space are given 2.4 10 power minus 26 10 power minus 7 respectively mass of particle is direct question right delta x into delta v equal to h by 4 pi m therefore m is equal to h by 4 pi delta x delta v ചെയ്യടാ 6.626 10 power minus 34 divided by 4 into 3.14 into delta x എവിടെ delta x uncertainty in position 10 power minus 7 delta v 2.4 into 10 power minus 26 26ഉം 7ഉം അപ്പോ 33 ആയി അപ്പൊ ഇവിടെ ക്യാൻസൽ ആയി -1 വന്നു കേട്ടോ -1 വന്നു യെസ് ഇത് നമുക്ക് ഏകദേശം ഒരു 2ൽ കട്ട് ചെയ്താൽ ഈ 2 ഇവിടെ കട്ട് ചെയ്താൽ 1 അല്ലേ ശരിയല്ലേ അത് പറ്റില്ല ഇവിടെ 2 കട്ട് ചെയ്യാം സോ ഇറ്റ് ഈസ് 1/2.5 1/2.5 എന്ത് വരും 1/0.25 ആണെങ്കിൽ 4 എന്ന് കിട്ടൂല്ലേ isn't it ഈ 2 ക്യാൻസൽ ആയി ഇത് നമുക്ക് 2 നിർത്തും ഇത് 2 ക്യാൻസൽ അപ്പോൾ 2ഉം സോറി 1/5 ചേരുമ്പോൾ 0.2 into 10 power minus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ 2 ശരിയാണോ
Is there any mistake happened? -7 -26 -33 with -34 -1 കിട്ടി. Now this cancels somewhat over here ഒരു 2 times 2 point something വരും കിട്ടും. അത് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. 2 with 2.4 2 with 2.4 it's approximately 1/5 എന്ന് വരും. 1/5 is 0.2 10 power -1. ഇത്രയും കിലോഗ്രാമാണ് കിട്ടുക. 0.2 കിലോഗ്രാമിലാണ് വരിക കേട്ടോ. 0.2 10 power -1 ഇത്രയും കിലോഗ്രാമിലാണ് വരിക. നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഗ്രാമിലാണ്. അപ്പൊ എന്താ വരിക? 0.2 10 power -1 ഒരു 1000 കൊടുത്താൽ this is gone. 0.20 റേഞ്ചിൽ വരും കേട്ടോ. 20 റേഞ്ചിൽ വരും. 20 gram റേഞ്ചിൽ വരും. 20ൽ കൂടുകയോ കുറയോ? 20ൽ കുറച്ച് കൂടും. കാരണം ഇത് 2 അല്ല, 2 point something ആണ്. 20ൽ കുറച്ച് കൂടും. മേ ബി സം 20, 21, 22 ആ റേഞ്ചിൽ വരും. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. We want to, what given is uncertainty in velocity given and uncertainty in position given, asking for what is the mass. Mass is equal to h/4 pi delta x delta v. H in the value 4 pi delta x and delta v. Upon cancelling 10 power -7 -26 -33 -34 -1. 6.6 3.14 approximately 2 point something കേട്ടോ. with 4 2 into 2.5 1/5. so I am getting 0.2 into 10 power -1 കിലോഗ്രാമിലാണ്. ഗ്രാമിലേക്ക് മാറ്റിയാൽ 1000 ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആയി 100. 0.2 into 100 so it is 20. Is the answer 20 less than 20 or more than 20? I am sure it is slightly more than 20. ഒരു 22 ഒക്കെ വരുമായിരിക്കണം. 21 22 ആ റേഞ്ചിലായിരിക്കും ആൻസർ വരിക കേട്ടോ. 21 22 അത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. കാരണം നിയറസ്റ്റ് ഇൻഡിജറിലേക്ക് ഒരു 21.8 ഒക്കെ കിട്ടിയാൽ 22 എന്ന് റിപ്പോർട്ട് ചെയ്യാം. റൈറ്റ്. ഈവൻ 22 പോയിന്റ് സംതിങ് കിട്ടിയ 22ലേക്ക് റിപ്പോർട്ട് ചെയ്യാം. 22.1 22.2 22ലേക്ക് റിപ്പോർട്ട് ചെയ്യാം. റൈറ്റ്. നിയറസ്റ്റ് ഡിജിറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. യെസ്. അടുത്തത് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് 8.7% hydrogen, 74% carbon, 17.3% nitrogen. The molecular formula of the compound is. Molecular formula of the compound is. Molar mass തന്നിട്ടുണ്ട് കേട്ടോ. Molar mass തന്നിട്ടുണ്ട്. So you know molecular formula. Molecular formula is equal to empirical formula taken n times. And n is equal to molar mass by empirical formula mass. Molar mass given 162. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. So work out for empirical formula. Carbon, hydrogen, nitrogen. Carbon എവിടെ ഇടാം? Carbon 74/12. 74/12. ഇത് എത്ര വരും? ഒരു 6 point something വരും കേട്ടോ. ഹൈഡ്രജൻ 8.7/1 8.7 എന്ന് വരും. നൈട്രജൻ 17.3/14 1 point something എന്ന് വരും. ഡിവൈഡ് ഹോൾ വിത്ത് ദ ലീസ്റ്റ് ഫിഗർ 6 point something by 1 point something ഒരു 5 എടുക്കാം. 8.7 by 1 point something നമുക്കൊരു 7 റേഞ്ചിൽ വരും. അതുപോലെ ഇവിടെ 1 റേഞ്ചിൽ വരും. അപ്പോൾ കാർബൺ 5, ഹൈഡ്രജൻ 7, നൈട്രജൻ 1. ദിസ് ഈസ് ദ പ്രോബബിൾ എംപിറിക്കൽ ഫോർമുല. അത് ആൻസർ ആണെന്നല്ല കേട്ടോ. ഹലോ, അത് ആൻസർ അല്ല, അത് എംപിറിക്കൽ ഫോർമുലയാണ്. C5H7N എന്നുള്ളത് എംപിറിക്കൽ ഫോർമുലയാണ്.
See how I made it. 74 by 12, 6 point something. ഇത് 8.7, ഇത് 1 point something. ലീസ്റ്റ് ഫിഗർ ഉപയോഗിച്ച് 3 ഡിവൈഡ് ചെയ്യാം. ഇത് ഒരു 5 എന്ന് കിട്ടും, ഇത് ഒരു 7 റേഞ്ചിൽ കിട്ടും, ഇത് 1 എന്ന് കിട്ടും. അപ്പോൾ C5H7N. C5H7N. What is the mass? What is the mass? C5H7N 15 60 7 14 60 74 7 എത്ര 81. ശരിയല്ലേ മക്കളെ? 81. So empirical formula mass is 81. You get N equal to 2. So it is C5H7N taken 2 times. C5H7. Answer ഇതാണ് കേട്ടോ. Correct answer option D ആണ്. This is empirical formula and the correct answer is option D. C10H11, sorry, H14N2. C10H14N2. Correct answer is option D. അപ്പോൾ empirical formula option C കിട്ടും. Actual molecular formula option D കിട്ടും. It's a beautiful question. Yes. എത്രയോ പ്രാവശ്യം പല പ്രാവശ്യം വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. യെസ്, ഇനിയും വരും എംപിരിക്കൽ ഫോർമുല ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ വേണ്ടേ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഈ എന്ത് വേണം? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം കേട്ടോ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. ലെറ്റ് us investigate one by one. First statement, the principal quantum number n is a positive integer with the values n equal to 1, 2, 3, 4. Correct അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എ കറക്റ്റ് ആണ്. എ കറക്റ്റ് ആണെന്ന് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. എ എല്ലാറ്റിലും ഉണ്ട് കേട്ടോ. എ എല്ലാറ്റിലും ഉണ്ട്. എ നോക്കേണ്ട ആവശ്യമില്ല. ബി നോക്കാം. ബി എല്ലാറ്റിലും ഇല്ല, അല്ലെങ്കിൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നോക്കാം. അസിമുതൽ ക്വാണ്ടം നമ്പർ എൽ ഫോർ എ ഗിവൺ n can have values 0, 1, 2 up to n. Azimuthal quantum number L for a given n value 0 to n. 0 to n തെറ്റല്ലേ മക്കളെ? 0 to n തെറ്റാണ്. 0 to n minus 1 ആണ്. അസിമുതൽ ക്വാണ്ടം നമ്പർ വാല്യൂ 0 to n minus 1 ആണ്, n അല്ല കേട്ടോ. അപ്പൊ അത് തെറ്റാണ്. ബി വരാൻ പാടില്ല. ബി വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ചോയ്സ് കട്ട് ചെയ്യാം. ഈ ചോയ്സ് കട്ട് ചെയ്യുക. നൗ ഇസ് കോമ്പറ്റിംഗ് ബിറ്റ്വീൻ ഓപ്ഷൻ ബി ആൻഡ് സി. ഓപ്ഷൻ ബി ആൻഡ് സി. അപ്പൊ സി നോക്കണ്ട, ഡിയും ഇയും ആണ് നോക്കേണ്ടത്. എന്തായാലും സി നമുക്ക് നോക്കി പോവാം. മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എം എൽ ഫോർ എ പാർട്ടിക്കുലർ എൽ. അസിമുതൽ ക്വാണ്ടം നമ്പർ ഹാസ് 2l+1. ശരിയല്ലേ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് എങ്ങനെ വരിക? 2l+1. നമ്പർ ഓഫ് ഓർബിറ്റൽസ് 2l+1. ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ട് സ്ഥലത്തും ഉണ്ട്. ഇനി ഡി നോക്കാം. ഡി നോക്കിയാലും ആൻസർ കിട്ടില്ല, കാരണം ഇവിടെയും ഡി ഉണ്ട്, ഇവിടെയും ഡി ഉണ്ട്. ഡി ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് സീംസ്. പ്ലസ് ഓർ മൈനസ് ഹാഫ് ആർ ദ ടു പോസിബിൾ ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രോൺ സ്പിൻ. കറക്റ്റ് അല്ലേ? സ്പിൻ ക്വാണ്ടം നമ്പർ. ഡി നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് ലാസ്റ്റ് ഇ ആണ് ആൻസർ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഫോർ എൽ ഈക്വൽ ടു 5 ദർ വിൽ ബി എ ടോട്ടൽ ഓഫ് 9 ഓർബിറ്റൽസ്. എൽ ഈക്വൽ ടു 5 വന്നു കഴിഞ്ഞാൽ 9 ഓർബിറ്റൽസ്. ശരിയാണോ മക്കളെ? നോക്കടാ, ഇതാണ് ഫോർമുല. 2l+1 2 into 5+1 that is 11 orbitals. ഈ ഫോർമുലയാണ് ശരി. അപ്പോൾ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഫോർ എ സബ്ഷെൽ ഈസ് 2l+1. 2 into 5 10+1 11 ഓർബിറ്റൽസ് ഉണ്ടാവണം. 22 ഇലക്ട്രോൺസ് ഉണ്ടാവണം. അപ്പോൾ ഈ ഫോർമുല ഈ പറഞ്ഞ കണക്ക് തെറ്റാണ്. 9 ഓർബിറ്റൽ തെറ്റാണ് കേട്ടോ. സോ ഈ തെറ്റാണ്, ഈ വരാൻ പാടില്ല. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. Option C is the perfect answer. A correct, C correct, D correct. A correct, C correct, D correct. Yes. അത് ഗംഭീരമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. യെസ്. അടുത്ത ചോദ്യം. The work function of a metal 6.63 into 10 power minus 19 maximum wavelength of photon required to remove a photoelectron from the metal is. എന്താ? ഡയറക്റ്റ് അല്ലേ? അഗെയിൻ ചോദ്യം ഡയറക്റ്റ് അല്ലേ? E is equal to h nu equal to hc by lambda or lambda is equal to hc by E.
HC/E 6.63 into 10 power minus 34 3 into 10 power 8 divided by energy എവിടെ വർക്ക് ഫംഗ്ഷൻ 6.63 into 10 power minus 19. എത്ര രസകരമായ ഡാറ്റയാണ് തന്നിരിക്കുന്നത് നോക്ക്. 10 power minus 19 20 എത്രയുടെ 15 അല്ലേ, മൈനസ് 15 അല്ലേ, 19 24 34. ഇനി ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -7 അല്ലേ, -7. യെസ്, നമുക്ക് എന്താ വേണ്ടത്? 3. ആൻസർ 3 അല്ലേ, ഇത് ക്യാൻസൽ ഇത് ക്യാൻസൽ. സോ 3 into 10 raised to -7 നാനോമീറ്ററിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് 300 into 10 raised to -9 meters. So this will be nanometer. 300 nanometer. Answer is 300. Answer is 300. എപ്പോഴും ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, 300 നാനോമീറ്റർ. യെസ്, ഒന്നും പറയാനില്ല. ആ എനർജി ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കുക. കാൽക്കുലേഷൻസ് പോലും ഒന്നും പവർ മാത്രം ശ്രദ്ധിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, using the rules for significant figures, the correct answer from the expression is the ഈ കാൽക്കുലേഷന് കറക്റ്റ് റിപ്പോർട്ടഡ് ആൻസർ എന്ത് വരണമെന്നാണ് ചോദ്യം. 0.02, 0.02, 0.1, 0.028, 0.1, 0.5. 0.1, 0.5 എന്ന് വെച്ചാൽ 1/5 എന്ന് വെച്ചാൽ 0.2. 0.2 ഇവിടെ ചെയ്യുമ്പോൾ 0.00 എന്ന് വരും അല്ലേ. 0.00, 0.00, 0.00, 0.00. ഒരു കാര്യം ഉറപ്പാണ്, ആ ഡെസിമൽസ് എത്രയാണെന്നുള്ള കാര്യത്തിൽ അവർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. 0.00 ആണ്. ബാക്കി എന്താന്ന് പറഞ്ഞാൽ മതി. And I am sure almost all of you know how to identify the answer. And the correct answer is എന്താ? സിമ്പിൾ അല്ലേ? എന്താ? റിപ്പോർട്ടഡ് ആൻസർ ഷുഡ് നോട്ട് ബി മോർ പ്രിസൈസ് ദാൻ ദ ലീസ്റ്റ് പ്രിസൈസ് ഡാറ്റ ഗിവൺ. ശരിയല്ലേ? ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളതിലും കൂടാൻ പാടില്ല. ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, ഇവിടെ 1 2 3 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. സോ യുവർ ആൻസർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ or your answer should contain 3 significant digits. ആൻസറിൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റേ പാടുള്ളൂ. ഇവിടെ 1 2 3 4 തെറ്റി. ഇവിടെ 1 2 3, ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ 2 ഡിജിറ്റേ ഉള്ളൂ, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ദ ഫൈനൽ ഫിഗർ ഈസ് 0.00561. അത് വർക്ക്ഔട്ട് ചെയ്യാനൊന്നും നമ്മളോട് ആവശ്യപ്പെട്ടില്ല. സത്യത്തിൽ ആ തന്നിരിക്കുന്ന കാൽക്കുലേഷൻ വർക്ക്ഔട്ട് ചെയ്യാനൊന്നും നമ്മളോട് ആവശ്യപ്പെട്ടില്ല. കോൺസെപ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആൻസർ ഷുഡ് നോട്ട് ബി മോർ പ്രിസൈസ്. അപ്പൊ ആൻസറിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് നമ്പർ എവിടെയാണോ ആ ഡിജിറ്റ് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 4 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റ്, ഇവിടെ 4 ഡിജിറ്റ്. അപ്പൊ 3 ഡിജിറ്റ് ആണ് ആൻസറിൽ വരേണ്ടത്. ആൻസറിൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റേ വരാവൂ, അല്ലെങ്കിൽ 3 വരണം. 3 കൂടാനും പാടില്ല. യെസ്, കുറയാനും പാടില്ല. യെസ്, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം. എന്താ ചോദ്യം? Which of the following is the correct plot for probability density? Psi square versus r. ആർക്കാണ്? 2s ഓർബിറ്റലിനാണ് കേട്ടോ. 2s ഓർബിറ്റൽ. This is for 1s orbital. Reference CRT. And this is the answer. 2s orbital. ഈ ഗ്രാഫ് ആർക്കാ വരിക? ഈ ഗ്രാഫ് സൈ സ്ക്വയറിനല്ല, സൈക്കാണ്. സൈ വേഴ്സസ് ആർ 2s-ന് ഇതാണ് ഗ്രാഫ് കേട്ടോ. റൈറ്റ്. ഇവിടെ 1 2 നോഡ് ഉണ്ട്, അപ്പൊ 3s-ലേക്ക് പോകണം. ദിസ് ഈസ് 2s ഓർബിറ്റൽ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദ കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം NCERT.
ഇത് 2s വരാം, കാരണം സൈ സ്ക്വയർ പാടില്ല. സൈ r ആണെങ്കിൽ ഇത് 2s വരാം. സൈ സ്ക്വയർ r ഇതാണ്. കാരണം സൈക്ക് നെഗറ്റീവ് ആവാം, സൈ സ്ക്വയറിന് നെഗറ്റീവ് വരില്ല. 0യിൽ പ്ലോട്ട് ചെയ്യും കേട്ടോ. ടെക്സ്റ്റിലുള്ളതാ, NCERT-യിലുള്ളതാണ്. യെസ്. അടുത്ത ചോദ്യം. യെസ്. Production of iron in blast furnace follows the following equation. ഇതാണ് equation കേട്ടോ. Okay. When 4.640 kilogram of Fe3O4 and 2.52 kilogram of CO allowed to react, then the amount of iron in grams produced. നോക്കാം. Only again it is stoichiometry calculation. പക്ഷേ ഡാറ്റയൊക്കെ കുറച്ചൊരു ചെയ്ത് നോക്കേണ്ടത് പോലെ തോന്നുന്നു. നോക്കാം, ചിലപ്പോൾ ആവശ്യം വരില്ലായിരിക്കാം. Fe3O4 plus 4CO you get 3Fe. ഇതാണ് റിയാക്ഷൻ. So 1 mole react with 4 mole you get 3 mole. ഇവിടെ തന്നിരിക്കുന്നത് 4640 kilogram. 4640 gram, 4.64 kilogram. So it is 4640 gram divided by എത്ര ഇതിന്റെ മോളാർ മാസ് വരിക മക്കളെ? മോളാർ മാസ് 56 into 3, 16 into 4, 64, 6 3 18, 5 15 ശരിയോ? 6 3 18 15 16 അല്ലേ? 168, 228, 232 അല്ലേ? 232 അല്ലേ? 232 അല്ലേ വരാം? 232 എന്ന് വെച്ച് കഴിഞ്ഞാൽ 230 നല്ല ഡാറ്റ കേട്ടോ. ഇറ്റ് ഈസ് 20 മോൾ. ഇറ്റ് ഈസ് 20 മോൾ. ദിസ് ഈസ് 20 മോൾ. ഇവിടെയോ? ഇവിടെ 2.52 കിലോഗ്രാം, ദാറ്റ് ഈസ് 2520 ഗ്രാം ഡിവൈഡഡ് ബൈ 28. 2520 ഗ്രാം ഡിവൈഡഡ് ബൈ 28 എത്ര വരും? 30. ഇവിടെ 1 മോൾ ആണെങ്കിൽ ഇവിടെ 4 മോൾ വരണം കേട്ടോ. ഇവിടെ 1 മോൾ ആണെങ്കിൽ ഇവിടെ 4 മോൾ വരണം. ഇവിടെ 20 ആണെങ്കിൽ 4 ടൈംസ് 80 മോൾസ് ഇവിടെ വരണം. 80 മോൾസ് ഇവിടെ വരണം. What is the available one? 252 by 28. അപ്പോൾ ഒരു 9 ടൈംസ് 90 വരും കേട്ടോ. വരില്ലേ? 90 മോൾസ് എന്ന് വരും. So this is excess. This is excess. ശ്രദ്ധിക്കാം. 4.64 kilogram, that is 4640 gram divided by molar mass 232, 20 mole. 1 mole require 4 mole, 20 mole require 80 mole. But what given is 2.52 kilogram, 2520 by 28 molar mass of carbon dioxide. So it is 90 mole is given. So this is excess. Obviously this is the limiting reactant. Fe3O4 is the limiting reactant, and that will decide the amount of iron formed. 1 mole will give you 3 mole. 20 mole will give you into 3. 60 mole iron will be produced. That is 60 into 56. 36 6 13 30 ശരിയായോ? 3360. ആൻസർ കിട്ടി. 3360. ഓപ്ഷൻ സി. 3360. I'll repeat. This is the stoichiometry. 1 mole react with 4 mole giving 3 mole. Here 4640 gram means 20 mole. Here 2520 by 28 means 90 mole. 20 mole require 80 mole, but given is 90 mole, therefore excess. Therefore this is the limiting reactant which will decide the quantity of iron formed. So 1 mole gives 3 mole, 20 mole gives
into 3, 60 mole. We want to know the mass. 60 into mass of iron, 56. 3360. Only that numerical data മാത്രം കുറച്ചൊരു വ്യത്യാസം. ബാക്കി കാൽക്കുലേഷൻസിലൊന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. എല്ലാം സാധാരണ സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. എന്താ വേണ്ടേ? Choose the most appropriate answer from the options given below. Which of the following statement is correct? Electronic configuration of chromium. Chromium 3d5 4s1. Correct alle? A correct. Magnetic quantum number may have negative value. Magnetic quantum number may have negative value. അപ്പോൾ A correct ആണ്, B correct ആണ്. A B correct ആണ്. A B correct ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യാം. B ആണോ D ആണോ? In the ground state of an atom, the orbital are filled in order of their increasing energies. ശരിയല്ലേ? Of Bohr principle. C correct ആണ്. C correct ആണ്. So the answer is option D. കാരണം ഇവിടെ C ഇല്ല. D. The total number of nodes are given by n-2. Total number of nodes are given by n-2. തെറ്റല്ലേ? Total number of nodes is total nodes equal to radial node plus angular node equal to n-l-1 plus L equal to n-1 ആണ്, n-2 അല്ല. D തെറ്റാണ് കേട്ടോ. So the answer is A യും B യും C യും മാത്രം. Yes. Right. അടുത്ത ചോദ്യം. And that is the last question. It seems. ആണോ? Yes. That is the last question. For the following reaction, mass of water produced from 445 gram of this compound given. 445 gram of the given compound. Look at the reaction. This is 2 mole react with 163 oxygen. അത് നമ്മുടെ വിഷയമല്ല കേട്ടോ. വാട്ടർ ഫോംഡ് ആണ് ചോദ്യം. സോ 110 mole water is formed. 110 mole water is formed. ശരിയായിരിക്കും അല്ലേ? ഹൈഡ്രജൻ 110 into 2. സോ 110 വാട്ടർ കറക്റ്റ് ആണ്. നമുക്ക് ഇവിടെ മാത്രം നോക്കിയാൽ മതി. നമുക്കത് ശരിയാണോ എന്ന് അറിയാൻ. ഓക്കെ ഫൈൻ. സോ ദാറ്റ് പാർട്ട് ഈസ് ഓവർ. സോ 2 mole of this will give you 110 mole of water. 110 mole of water. Our question is mass of water produced ആണ് ചോദ്യം കേട്ടോ. ഇനി തന്നിരിക്കുന്നത് 445 gram ആണ്. So 445 gram divided by molar mass of this. ഡെമോ വർക്കൗട്ട് ചെയ്യണ്ടേ? 57 into 12 plus 110, that is for hydrogen, and oxygen 16 into 6. 16 into 6. 57 into 12. 57 into 12. അപ്പോൾ 50, 570, 100. 600ന്റെ മുകളിൽ പോകും കേട്ടോ. 600ന്റെ മുകളിൽ പോകും. ഇതപ്പോൾ 700ന്റെ മുകളിലേക്ക് പോയി. ഇത് 96. അപ്പോൾ 800ന്റെ മുകളിലേക്ക് പോകും. 800ന്റെ മുകളിലേക്ക് പോകും. സോ ദ മോളാർ മാസ്, പ്ലീസ് വർക്ക് ഔട്ട്. It may come around. See, it may come as 890. The molar mass will be 890. C57 H110. Sorry, H110 O6. ഈ ഡാറ്റ നോക്കിയാൽ അറിയാം ഇതിന് സ്യൂട്ടബിൾ ആയിട്ടായിരിക്കും ഇത് വരിക, അല്ലെങ്കിൽ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടായിരിക്കും ഈ ഡാറ്റ വന്നിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ടു അസ്യൂം ഹൗ ദാറ്റ് ഒബ്ജക്റ്റീവ് ഡാറ്റ കംസ്. ഇവിടെ നോക്കടാ 445 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയോ കേട്ടോ. 890 ഇതിന്റെ ഡബിൾ ആയിരിക്കും, ഇതിന്റെ ഡബിൾ അല്ലെങ്കിൽ ഇതിന്റെ ഹാഫ് ആയിരിക്കും ഇത്. 445 890 as it is coming half mole. It is coming half mole. And what is our question?
mass of water produced from 445 gram of this compound. That means half mole of this compound. 2 mole will give you 1 ton. 2 mole will give you 1 ton. Half mole will give you, see, 2 mole will give you 110 mole. Therefore, 1 mole will give you 110 by 2, or half mole will give you 110 by 4 moles. 110 by 4 moles. So the final answer we want in mass in grams. So it is 110 by 4 into 18. 110 by 4 into 18. That will be the final figure. എത്ര വരും? 110 by 4 into 18. ഫൈവ് ശരിയല്ലേ? 55 into 9 95 45 495. That will be the എവിടെ ഉണ്ടോ 495. Option A. Option A. Yes. Option A. ഒന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. Now please look at that. See, this is the stoichiometry given, asking for what is the mass of water produced. That is the question. What is the mass of water produced? That is the question. So it is 2 mole will give you 110 mole water. What given is 445 gram of the compound. The molar mass is 890. So it is 440 by 890. Half mole is given. Asking what is the water form? 2 mole will give you 110. 1 mole will give you 110 by 2. Half mole will give you 110 by 4 mole. 110 by 4 mole. Asking what is the mass into molar mass of water. 110 by 4 into 18, you will land at 2495, option A. And that was the last question. Yes. With that, we wind up today's class. Some beautiful question from chapter 1, stoichiometry and structure of atom. നമുക്ക് വേറൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് എ ഗ്രേറ്റ് സ്റ്റഡി ടൈം അഹെഡ്. നന്നായിട്ട് ആ ഫോർമുലയൊക്കെ, ഏത് ചാപ്റ്ററാണോ റിവൈസ് ചെയ്യാനിരിക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ ഫോർമുലയൊക്കെ ഒന്ന് നന്നായിട്ട് ഓടിച്ചു നോക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതെങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യണം? ഈസി മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. യു ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു സ്പെൻഡ് യുവർ ടൈം ഓൺ ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ കമ്മിങ്, വിച്ച് ഓൺലി സം. ജെഇക്ക് തീർച്ചയായിട്ടും ചെയ്യണം, കുറച്ചൊക്കെ ചെയ്യണം. എന്നാൽ പോലും മോസ്റ്റ്ലി നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക മോഡറേറ്റ് ഈസി ലെവൽ ക്വസ്റ്റ്യൻസിൽ. അവിടെയാണ് കൂടുതലും തെറ്റിക്കുകയും ചെയ്യുക കേട്ടോ. അതിനുശേഷം മാക്സിമം എഫേർട്ട് ഒരു എബോവ് മോഡറേറ്റ് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് പറ്റുന്ന അത്രയും ചെയ്യാം. വിച്ച് യു ഹാവ് ടു എൻഷുർ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് സ്റ്റഡി ദാറ്റ് യു ആർ ഇംപ്രൂവിങ് ദ കോൺഫിഡൻസ് ലെവൽ and not attempting anything which will affect your confidence level in a negative aspect. Okay, have a great day ahead. നിർത്തുന്നു കേട്ടോ. Okay, good night, bye, see you.